തുടങ്ങിക്കോളൂ കേട്ടോ. റെക്കോർഡ് ഓൺ ആകുമ്പോഴത്തേക്കും ടീച്ചർ ക്ലാസ് തുടങ്ങിക്കോളൂ. ഓക്കെ. ഹായ് ഓൾ, എല്ലാവർക്കും ഗുഡ് ഈവനിങ്. അപ്പോൾ ഞാനൊരു 6 months ആയിട്ട് ബ്രൈറ്റ് അക്കാഡമിയിൽ കേട്ടറ്റ് ട്യൂട്ടറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സൈക്കോളജിയും അതുപോലെ തന്നെ ഇംഗ്ലീഷുമാണ് ഞാൻ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ സാറിന് ആദ്യം തന്നെ താങ്ക് യു പറയുന്നു. നല്ലൊരു ഇൻട്രോ ആയിരുന്നു. അപ്പോൾ എന്താണ്, ഇന്ന് നമ്മൾ അൽമുർഷിദ് എഡ്യൂക്കേഷണൽ ഗ്രൂപ്പും ആയിട്ട് ചേർന്ന് ബ്രൈറ്റ് അക്കാഡമി ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ക്രാഷ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുവാണ്. അപ്പോൾ എന്തായത് ഇംഗ്ലീഷ് എന്നൊക്കെ പറയുന്നത് ഇപ്പൊ നമ്മുടെ ഫ്രേസൽ വെർബ് ആയിക്കോട്ടെ, ക്ലോസ് ആയിക്കോട്ടെ, അതുപോലെ ഇതൊക്കെ കുറെ ഉണ്ട്. കടല് പോലെ കിടക്കുന്ന നമുക്ക് എല്ലാം കവറപ്പ് ചെയ്യാൻ പറ്റില്ല. പിന്നെ മാക്സിമം കൂടുതൽ വന്ന് കണ്ടിരിക്കുന്ന ചോദ്യങ്ങൾ നമുക്ക് അതിലൂടെ കടന്നു പോവാ എന്നുള്ളതേ ഇപ്പം തൽക്കാലം ഒരു ക്രാഷ് കോഴ്സ് നമുക്ക് പറ്റത്തുള്ളൂ. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. പിന്നെ ഉള്ള എന്താന്ന് വെച്ചാൽ ജനറലി നമുക്ക് വരുന്നത് നമുക്ക് പറ്റുന്ന പോലെ ഇന്ന് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഞാൻ അധികം ഒന്നും പറയുന്നില്ല. എന്നെ കേട്ടിട്ട് കാറ്റഗറി 3ഉം 4ഉം എടുത്തവർക്ക് പറഞ്ഞിട്ടുള്ള എന്താണ് ഓപ്ഷൻ ഉണ്ട്, ഇംഗ്ലീഷും മലയാളം എടുക്കാന്ന്. അപ്പൊ ഇംഗ്ലീഷ് എടുത്തവർക്ക് അങ്ങനെ വലിയ രീതിയിൽ പേടിക്കണം എന്ന് ഞാൻ പറയത്തില്ല. കാര്യം ഇപ്പൊ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് നമ്മുടെ SS-ഉം സയൻസും എല്ലാത്തിലും നമ്മൾ ഉപയോഗിക്കുന്നതാണ്. നമ്മളെല്ലാം തന്നെ സ്കൂൾ കാലങ്ങളിൽ നിന്ന് ഈ പറഞ്ഞ നോട്ട് എഴുതിയും എക്സാംസിന് എഴുതിയും ഒക്കെ കടന്നു വന്നത്. നമ്മൾ ഈ ഭയം മാത്രമാണ് നമ്മൾ പൊതുവെ ഇങ്ങനെ പുറകോട്ട് വലിക്കുന്നത്. അത് നിങ്ങളൊന്ന് മാറ്റി വെച്ചാൽ തന്നെ, ടെൻഷൻ അടിക്കാതെ നമ്മുടെ കേട്ടറ്റ് എക്സാം നമ്മൾ അറ്റൻഡ് ചെയ്താൽ തന്നെ ഇതെല്ലാം ശരിയാവുന്നതേ ഉള്ളൂ. അങ്ങനെ പേടിയൊന്നും വേണ്ട. എന്താ നമുക്ക് സിമ്പിൾ ആയിട്ട് ഈ പറഞ്ഞ 20 ക്വസ്റ്റ്യൻസേ വരത്തുള്ളൂ. അത് 10 ക്വസ്റ്റ്യൻസും പാസേജിൽ നിന്നായിരിക്കും. പാസേജിൽ എന്ന് പറയുമ്പോൾ അത് കണ്ടുപിടിച്ച്, അത് വായിച്ച് നോക്കിയിട്ട് ഒന്ന് കണ്ടുപിടിച്ച് എഴുതിയാൽ മതി. പിന്നെ ഉള്ള ബാക്കി ക്വസ്റ്റ്യൻസ് ആണ് 10 ക്വസ്റ്റ്യൻസ് പാസേജ്, പിന്നുള്ള 20 ക്വസ്റ്റ്യൻസും ആണ് നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള നമ്മുടെ ഗ്രാമറിൽ നിന്നും അതുപോലുള്ള ടേംസിൽ നിന്നും ഒക്കെ വരുന്നത്. നമ്മളെ കൊണ്ട് പറ്റുന്നതേ ഉള്ളൂ. കുറച്ച് ബേസിക് കൺസെപ്റ്റ്സ് കുറച്ച് അറിഞ്ഞിരിക്കാന്നുണ്ടെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് സിമ്പിൾ ആയിട്ട് ക്രാക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ നമുക്ക് വന്നിട്ടുള്ള എല്ലാവർക്കും വെൽക്കം. തുടർന്ന് നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ഈ സെഷൻ തുടങ്ങുന്നു. നമുക്ക് നോക്കാം. സ്ക്രീൻ വിസിബിൾ ആണല്ലോ അല്ലെ? എല്ലാവർക്കും കാണാമല്ലോ? ഓക്കെ. കേട്ടിട്ട് ജനറൽ ഇംഗ്ലീഷ് ആണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. പാർട്ട് 2-ലായിരിക്കും ഇത് വരുന്നത്. അറിയില്ല, ആദ്യം നമ്മുടെ സൈക്കോളജി, പിന്നെ നമ്മൾ ചൂസ് ചെയ്ത് ഏതാണോ ലാംഗ്വേജ്, അതിനുശേഷം കാറ്റഗറി 3 ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ സബ്ജക്ട് പാർട്ട് 3-ൽ വരും. നമുക്ക് ആദ്യം നത്തിങ് ഈസ് ഇമ്പോസിബിൾ. ഈസന്റ് ഇറ്റ്? ഈസ് ഇറ്റ്? ഡസ് ഇറ്റ്? ഡസന്റ് ഇറ്റ്? ഏതാണ്? ഇതെന്താന്ന് മനസ്സിലായോ ആർക്കേലും? ക്വസ്റ്റ്യൻ ടാഗ്. ക്വസ്റ്റ്യൻ ടാഗ്. ഓക്കെ. ബി, എ. ഭൂരിപക്ഷ പേരും എന്താണ് പറയുന്നത്? ബി ആണ് പറയുന്നത്. എ പറയുന്നവരും ഉണ്ട്. എയും ബിയും നമുക്ക് വരാം. കാര്യം എന്താ? നമ്മുടെ റൂൾ അനുസരിച്ച് ഈസ് ഇപ്പുറത്തെ നോട്ടായി പോകും. ഇവിടെ ഈസ് എന്നല്ലേ കിടക്കുന്നത്, അപ്പൊ ഈസ് നോട്ടല്ലേ വരണ്ടേ, ഈസെന്റ് അല്ലേ വരണ്ടേ? പക്ഷെ അങ്ങനല്ല. എന്താണ് കുഴപ്പം? ഇവിടെ ഒരു നത്തിങ് കിടപ്പുണ്ട് അല്ലെ? നത്തിങ് എന്ന് പറയുമ്പോൾ അതൊരു നെഗറ്റീവായി ആ സെന്റൻസ് അങ്ങനെ തന്നെ. നത്തിങ് വരുമ്പോ നത്തിങ്, സ്കാർസ്, റെയർലി, ബെയർലി ഇതൊക്കെ വരുമ്പോഴത്തേക്കും എന്താണ്? നണ്ണ്, നോട്ട് ഇതൊക്കെ വന്ന ആ സെന്റൻസ്, ആ ഒരു സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് ആയി പോയി. അങ്ങനെ വരുമ്പോ ഇവിടെ നമ്മൾ ഈസ് ഉപയോഗിക്കത്തുള്ളൂ. അപ്പൊ നത്തിങ് ഈസ് ഇമ്പോസിബിൾ, ഈസ് ഇറ്റ്? അസാധ്യമായിട്ടുള്ള ഒന്നുമില്ല അല്ലേ എന്നല്ലേ ചോദിക്കത്തുള്ളൂ. അപ്പൊ അല്ലേന്ന് ചോദിക്കുന്നോണ്ട് എന്താണ് അവിടെ ഈസ് ഇറ്റ് എന്ന് വന്ന്. നമ്മുടെ മലയാളത്തിൽ വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരും. നോട്ട് അങ്ങനെ വരത്തില്ല. ഇംഗ്ലീഷിലെന്ന് പറയുമ്പോൾ ഈ ഒരു നമ്മൾ ആ റൂള് നോക്കിയാൽ മതി. എന്താണ്? നത്തിങ് ഈസ് ഇമ്പോസിബിൾ. ഈ നത്തിങ് ഇവിടെ കിടക്കുന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈസ് ഇറ്റ് എഴുതിയത്. നത്തിങ് അല്ല, ഷീ ഈസ് ബ്യൂട്ടിഫുൾ എന്നാണെങ്കിൽ ഈസന്റ് ഇറ്റ് എന്നേ വരത്തുള്ളൂ. അത് ഒരു പോസിറ്റീവ് ടൈമാണ്, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റാ. അതിന്റെ ടാഗ് ആയിട്ട് നമുക്ക് നോട്ട് കൊടുക്കാം. പക്ഷെ ഇവിടെ നത്തിങ് എന്ന് പറഞ്ഞ ഈ ഒരു വാക്ക് വന്നുകൊണ്ട് മാത്രമാണ് എന്ത് നമ്മൾ ഈസിലോട്ട് പോയത്. ഈസിനെ അങ്ങനെ തന്നെ പെരുക്കിയിട്ടിട്ട് ഇറ്റവിടെ കൊടുത്തത്. അപ്പൊ നമ്മൾ എപ്പോഴും അറ്റൻഡ് ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. അത് പറഞ്ഞ ടെൻഷൻ ഇല്ലാതെ അറ്റൻഡ് ചെയ്താൽ തന്നെ നമുക്ക് പകുതിയും, ഇംഗ്ലീഷ് മാത്രമെന്നല്ല എല്ലാ സൈക്കോളജി ആണെങ്കിലും മെയിൻ ആണെങ്കിലും ഒക്കെ ക്വാളിഫൈ ചെയ്യാവുന്നതേ ഉള്ളൂ. ടെൻഷൻ അടിക്കാതെ വായിച്ചു നോക്കി
സമാധാനമായിട്ട് അറ്റൻഡ് ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പൊ നത്തിങ് ഇസ് ഇമ്പോസിബിൾ ഇവിടെ ഇപ്പൊ കുറെ പേര് ചെയ്തിട്ടുണ്ട്. ഐ എം വെരി ഹാപ്പി ദാറ്റ് എന്താ പറഞ്ഞ കുറെ പേരും ബി ആണ് നമുക്കിവിടെ ചാറ്റിൽ ടൈപ്പ് ചെയ്ത് തന്നത്. അപ്പൊ നത്തിങ് ഇസ് ഇമ്പോസിബിൾ ഈസ് ഇറ്റ് കറക്റ്റ് ആണ്. ഒരു സംശയം ചോദിച്ചോട്ടെ? ആ ചോദിച്ചോളൂ. നെഗറ്റീവും പോസിറ്റീവും എളുപ്പത്തിൽ തിരിച്ചറിയാൻ അങ്ങനെ എന്തെങ്കിലും മാർഗമുണ്ടോ? അതുകൊണ്ട് നമ്മളിപ്പോ റൂള് നോക്കുന്നുണ്ട്, ആ റൂള് പഠിച്ചാൽ മതി. നെഗറ്റീവും പോസിറ്റീവും, നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നോ നത്തിങ്, കുറച്ച് വാക്കുകളുണ്ട്, സ്കാർസ്ലി, റെയർലി, അതൊന്ന് പറഞ്ഞുതരാമോ? അതൊന്ന് ഒന്ന് നത്തിങ്, പിന്നെ നണ്ണ്, എന്നോ എന്നി നണ്ണ്, പിന്നെ എവിടെങ്കിലും നോട്ട്, എന്നോട്ടി നോട്ട് കിടപ്പുണ്ടെങ്കിൽ അത് നെഗറ്റീവ് ആണ്. പിന്നുള്ളത് സ്കാർസ്, CARS, സ്കാർസ് എന്നൊക്കെ പറഞ്ഞ കുറവ്, ഇല്ലായ്മ, ഒരിതാ. പിന്നെ റെയർലി, വല്ലപ്പോഴും, റെയർ എന്നൊക്കെ ഉള്ള വാക്കൊക്കെ വന്ന. പിന്നെ ബെയർലി, ഇച്ചിരി വല്ലപ്പശ ചെയ്തെന്നൊക്കെ പറയത്തില്ല, ആ ഒരു ഇച്ചിരി, ബെയർലി. ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ വരുമ്പോഴാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ആ നെഗറ്റീവ്, ഇച്ചിരിയേ ഉള്ളൂ, ഇല്ല, കഷ്ടിച്ച്, അങ്ങനത്തെ ഉള്ളതാണ് ഈ ബെയർലി, റെയർലി, സ്കാർസ്ലി എന്നൊക്കെ പറയുന്നത്. ഈ വാക്കുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവായി. അപ്പൊ ഇവിടെ കിടക്കുന്ന സെൽഡം എന്നുള്ള വേർഡ് ഉണ്ടോ? സെൽഡം, സെൽഡം, സെൽഡം വരും, സെൽഡം വരും, സെൽഡം ബൈറ്റ്സ്, വല്ലപ്പോഴും, സെൽഡോ അഗൈൻ വല്ലപ്പോഴും എന്നുള്ള, അപ്പൊ അതൊരു കുറവിനെ സൂചിപ്പിക്കുന്നു. അപ്പൊ അതും എന്താണ് ഈ പറഞ്ഞിട്ടുള്ള നെഗറ്റീവ് ആയിട്ടുള്ള ടേമിൽ ഒരു സെൽഡവും വരും. അപ്പം അത് അങ്ങനെയുള്ള ടേംസ് ഒക്കെ നമ്മുടെ ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ എവിടെയെങ്കിലും കിടപ്പുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് നമ്മളിവിടെ പോസിറ്റീവ് ആയിട്ടുള്ള ടാഗ് തന്നെ ഇട്ട് കൊടുക്കുക എന്നുള്ളൊരു റൂളാണ്. അത് അങ്ങനെ ഫോളോ ചെയ്യണം. ഇപ്പൊ സെൽഡോ ഉണ്ട്, പിന്നെ റെയർലി, സ്കാർസ്ലി, ബെയർലി എന്നൊക്കെ ഉള്ള ടേമുകളുണ്ട്. അതുകൂടാതെ നോട്ട്, നത്തിങ്, നണ്ണ് ഒക്കെ വന്നാലും അത് തന്നെയാണ്. ഓക്കെ, പോസിറ്റീവിന്റെ കൂടെ പറയാവോ? അപ്പൊ നമുക്ക് നോക്കാം. പോസിറ്റീവിന്റെ നമുക്ക് നോക്കാം. അത് റൂളുണ്ട്. പോസിറ്റീവ് എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും ഇല്ല, പൊതുവെ എല്ലാം പോസിറ്റീവ് ആണ്. ഈ നോട്ടും നത്തിങ് ഒക്കെ വരുമ്പോൾ മാത്രമേ നെഗറ്റീവ് ആകത്തുള്ളൂ. അല്ലാത്ത കേസിലൊക്കെ ഇപ്പൊ ഷീ ഈസ് ബ്യൂട്ടിഫുൾ അല്ല, പോസിറ്റീവ് തന്നെ എന്താ പറയണ്ടേ, കംപ്ലീറ്റ് ആയിട്ട് ആ ടേമിൽ പോസിറ്റീവ് വേണമെന്നില്ല. നോട്ടും നണ്ണും ഒന്നും വരാതിരുന്നാലൊക്കെ തന്നെ, ഞാൻ നേരത്തെ പറഞ്ഞ വാക്കുകളൊന്നും അവിടെ ഇല്ലെങ്കിൽ തന്നെ അത് പോസിറ്റീവ് ആണ് ആ സ്റ്റേറ്റ്മെന്റ്. ഇപ്പൊ നോക്കിയേ, ഹി ഈസ് എ ബ്രില്യൻ സ്റ്റുഡന്റ്. ഇപ്പൊ എന്താ, ഹി ഈസ് എ ബ്രില്യൻ സ്റ്റുഡന്റ്. ഇവിടെ ഇത് ഏതായിരിക്കും? ഇവിടെ നോട്ടില്ല, നണ്ണില്ല, നത്തിങ് ഇല്ല, സ്കാർസ്ലി ഇല്ല, ബെയർലി ഇല്ല, സെൽഡം ഇല്ല. അപ്പൊ ഇത് ഏതായിരിക്കും? നമ്മൾ നേരത്തെ പഠിച്ചതിന്റെ അതുപോലെ തന്നെയുള്ള ഹീസ് എ ബ്രില്യൻ സ്റ്റുഡന്റ്. വെരി ഗുഡ്, എല്ലാവർക്കും വെരി ഗുഡ്. എന്താണ് ഈസന്റ് ഇറ്റ്? ഇവിടെ നമ്മൾ ഒന്നും നോക്കാനില്ല, നത്തിങ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു ഇതാണ് ഓക്സിലറി. ഈ ഓക്സിലറിയുടെ ഇവിടെ വരുമ്പോഴത്തേക്ക് നോട്ട് ചേർക്കുന്നു. പിന്നെ ഹീ എന്താവുന്നു? ഹീസ് എ ബ്രില്യൻ സ്റ്റുഡന്റ്, ഈസന്റ് ഇറ്റ്, അവിടെ ഹിറ്റായി മാറുന്നു. ഓക്കെ, അതൊരു ഒരു കാര്യം പറഞ്ഞ അല്ലേ എന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അത് ഈസന്റ് ഇറ്റ്. നേരത്തെ അല്ലേ തന്നെ, പക്ഷെ അവിടെ നോട്ട് വന്നുകൊണ്ടാണ് അവിടെ ഈസിറ്റ് എന്നാക്കിയത്. നത്തിങ് വന്നതുകൊണ്ട്. ഇവിടെ നത്തിങ് ഇല്ലാത്തത് കൊണ്ട് എന്താണ് നമുക്കൊന്നും നോക്കാനില്ല. ഇവിടെ കിടക്കുന്ന ഓക്സിലറിനകത്ത് നോട്ടിട്ട് കൊടുത്തതിന് ശേഷം എന്താ നമ്മുടെ ഒബ്ജക്റ്റിന് അവിടെ കൊടുക്കുക. ഹീസ് എ ബ്രില്യൻ സ്റ്റുഡന്റ്, ഈസന്റ് ഇറ്റ്. ഓക്കെ, ഇതാ അതിന്റെ റൂള്. നേരത്തെ ചോദിച്ചില്ലേ, ഈ റൂള് വെച്ചിട്ടാണ് നമ്മൾ ആ ഉത്തരങ്ങളിലോട്ട് എത്തുന്നത്. നിങ്ങൾ കണ്ടോ, ഇതിപ്പം പോസിറ്റീവിന്റെ റൂളാണ്. എന്താ, സബ്ജക്റ്റ് പ്ലസ് പോസിറ്റീവ് ഓക്സിലറി ആണ് അവിടെ ഉള്ളത്. ഹീസ് എ ബ്രില്യൻ സ്റ്റുഡന്റ്. അതിന് നമ്മൾ ഇവിടോട്ട് വന്നപ്പോഴത്തേക്കും എന്താ നെഗറ്റീവ് ഓക്സിലറി ആവും. ഈസെന്റ് ആയി, ഈസെന്റ് ഇറ്റ്. ഇവിടെ എന്താ, ഇവിടെ ഇപ്പൊ നെഗറ്റീവിന്റെ കേസിലാ എന്താ നമ്മൾ ഹീസ് നോട്ട് എന്ന്. അപ്പൊ ഈസ് നോട്ട് മൊത്തം അവിടെ നെഗറ്റീവ് ഓക്സിലറി. ഹീസ് നോട്ട് എ ബ്രില്യൻ സ്റ്റുഡന്റ്. അപ്പൊ എന്ത് വരും? ഈസിറ്റ് എന്ന് വരും. കാര്യം ഇവിടെ നോട്ട് വന്നുകൊണ്ടാണ് എന്ത് ഈസ് ഇറ്റ് എന്ന് വരും. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ വെച്ച് നോക്കിയാൽ മതി. ഇവിടെ ഇത് പറഞ്ഞ സബ്ജക്റ്റ്, ഇത് നമ്മുടെ ഓക്സിലറി, പോസിറ്റീവ് ഓക്സിലറി, പിന്നെ ഇത് നമുക്ക് പ്രെഡിക്കേറ്റ് എന്ന വെർബ് എന്ന് പറഞ്ഞാൽ അതിന്റെ ബാക്കി ഭാഗങ്ങൾ.
ഇവിടെയാണ് മാറ്റം വരുന്നത്. ഈ ഈസ് ടാഗിലോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ പോസിറ്റീവ് ആയതുകൊണ്ട് നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ്. പോസിറ്റീവ് ഓക്സിലറി ആണെങ്കിൽ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് വന്നിട്ട് സബ്ജക്റ്റിനെ ഒബ്ജക്റ്റ് ആക്കി ഇവിടോട്ട് എഴുതുന്നു. പിന്നെന്താണ്, ഇവിടെ ഈസെന്റ് ആയിരുന്നുവെങ്കിൽ ഇവിടെ അല്ലാതെ തന്നെ ഈസ് നോട്ടാണ്, നമ്മൾ ഈസെന്റോ വല്ലോ ആണെന്നുണ്ടെങ്കിൽ ഇപ്പുറത്തോട്ട് വരുമ്പോൾ പോസിറ്റീവ്. അതാണ് റൂള്. ഇവിടെ ഇപ്പൊ ഈസ് നോട്ട് ആയിരുന്നു ഇല്ലെങ്കിൽ ഈസെന്റ് ആയിരുന്നു എങ്കിൽ എന്താണ്, ഇവിടെ ഇത് നെഗറ്റീവ് ഓക്സിലറി സ്റ്റേറ്റ്മെന്റ്. ഇതാണ് സ്റ്റേറ്റ്മെന്റ്. സ്റ്റേറ്റ്മെന്റിന് അപ്പുറമാണ് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് എഴുതുന്നത്. അങ്ങനെയാണ് ക്വസ്റ്റ്യൻ ടാഗിന്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ സ്റ്റേറ്റ്മെന്റിൽ പോസിറ്റീവ് ഓക്സിലറി ആണെങ്കിൽ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് ഇടുക. ഇവിടെ നെഗറ്റീവ് നോട്ടോ അങ്ങനെ വല്ലതും ഒക്കെ ഉണ്ട് നെഗറ്റീവ് ആയിട്ടുള്ള, അതുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ പോസിറ്റീവ് ആയിട്ടുള്ള ടാഗ് ഇടുക. മിക്കവാറും നോട്ടായിരിക്കും വരുന്നില്ലേ. പിന്നെ റെയർ ആയിട്ട് പറഞ്ഞ നത്തിങ്, സെൽഡം, പിന്നെ പറഞ്ഞ സ്കാർസ്ലി, ബെയർലി, റെയർലി ഒക്കെ ചോദിച്ചേക്കാം. അവരും എന്താണ്, അവർ ഈ പറഞ്ഞ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റിനെ നെഗറ്റീവ് ആക്കുന്ന എലമെന്റ്സ് ആണ്. ഇതാണ് അതിന്റെ റൂള്. ഇതാണ് അതിന്റെ ബേസിക് ക്വസ്റ്റ്യൻ ടാഗിന്റെ റൂൾ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ കുറെയൊക്കെ കൊടുത്തിട്ടുണ്ട്, നോക്കിക്കേ. സബ്ജക്റ്റ് ഇവിടെ പോസിറ്റീവ് ഓക്സിലറി, പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആയിട്ടുള്ള, നമ്മൾ പോസിറ്റീവ് ആണെന്ന് ചോദിച്ചില്ല നേരത്തെ, ആ ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ എന്തായിരിക്കും, നെഗറ്റീവ് ടാഗ് ആയിരിക്കും. ആ റൂൾ അനുസരിച്ചുള്ള യു ആർ കമ്മിങ്, ഇതൊരു പോസിറ്റീവ് ആയിട്ടുള്ള, ഇവിടെ നോട്ടോ ഒന്നുമില്ല. അപ്പൊ അവിടെ ടാഗ് എങ്ങനെ വരും, ഓക്സിലറി അതുപോലെ പിടക്ക് ചെയ്ത് അതിന്റെ കൂടെ നോട്ടിന്റെ ഷോർട്ട് ഫോം, ഓക്കെ, എൻ കോമ ടി, അങ്ങനെയാണ് നമ്മൾ എഴുതുന്ന, ഷോർട്ട് ഫോം ആക്കി എഴുതുന്നത്. ആർ ആൻഡ് യു, യു ആർ കമ്മിങ്, ആർ ആൻഡ് യു. യു ആർ കമ്മിങ് കൊടുത്തിട്ട് ഡാഷ് ഇട്ടായിരിക്കും ക്വസ്റ്റ്യൻ നമ്മുടെ എക്സാമിന് ചോദിക്കുക. എന്നിട്ട് ഓപ്ഷൻസും തരും. അപ്പൊ അതിൽ നമ്മൾ ഏത് ഓപ്ഷനാ കറക്റ്റ് ചൂസ് ചെയ്യുന്നത്, ആർ ആൻഡ് യു, അതാണ് ചൂസ് ചെയ്യേണ്ടത്. അടുത്തത് വി ഹാവ് ഫിനിഷ്ഡ്. ഇവിടെ നോട്ടൊന്നും അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ല. അപ്പൊ എന്ത് വരും, ഹാവ് ആൻഡ് വി. ഓക്കെ. യു ഡു ലൈക്ക് കോഫി, അപ്പൊ എന്താ, ഡോണ്ട് യു. പിന്നെ ഇതൊന്ന് നോക്കിയേക്കണേ, യു ലൈക്ക് കോഫി. ചില കേസിൽ ഒരു ഒരു സെന്റൻസ് ഓക്സിലറി വെർബ് പ്രകടമായി കാണണമെന്നില്ല. ഇപ്പൊ ആറ്, ഹാവ്, ഡു, വില്ല്, ഈസ്, ക്യാന്, ആമ്, ഇതൊക്കെയാണ് ഓക്സിലറി എന്ന് പറഞ്ഞത്. ഈസ്, ആമ്, ആറ്, പിന്നെന്താ ഈ പറഞ്ഞ മോഡൽസ് ആയിട്ടുള്ള ക്യാന്, മസ്റ്റ്, വില്ല്, അവരൊക്കെ ഓക്സിലറി, മോഡൽ ഓക്സിലറി എന്നൊക്കെ ഉള്ള രീതിയിൽ കണക്കാക്കുന്നത്. ഇവരെയൊക്കെ നമ്മുടെ വെർബിനെ സഹായിക്കാൻ, വെർബ് എപ്പം നടന്നു, എങ്ങനെ നടന്നു, എന്താണ് സംഭവിച്ചത്, അത് കാണിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ ഓക്സിലറികൾ. ഹെൽപ്പിംഗ് വെർബ് എന്നൊക്കെ നമ്മൾ അവരെ പറയും. ഇതാണ് മെയിൻ വെർബ്. കണ്ടോ, കമ്മിങ്, അതൊക്കെ ഒരു ആക്ഷനാണ്. നമ്മൾ പഠിച്ചിട്ടില്ലേ, ക്രിയ വെർബ് എന്ന് പറയുന്ന ആക്ഷൻ ആണ്. അതാണ് ഈ കിടക്കുന്ന സംഭവങ്ങൾ. ഇവിടെ ഇതിനൊന്ന് സഹായിക്കാൻ യു ആർ കമ്മിങ്, വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ടെൻസിനെ കാണിക്കാനും ഇതെങ്ങനെയാണെന്നൊക്കെ കാണിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഓക്സിലറി. ഈ ഓക്സിലറി നമുക്ക് അത്യാവശ്യമാണ് ടാഗിന്റെ കേസ്. കാര്യം ടാഗിനെ കാണിക്കണമെങ്കിൽ നമുക്ക് ഓക്സിലറി വേണം. പക്ഷെ ഒരു സ്റ്റേറ്റ്മെന്റ് എപ്പോഴും ഇവിടെ നോക്കി, യു ഡു ലൈക്ക് കോഫി, യു ലൈക്ക് കോഫി, ഇത് രണ്ടും ഒരേ അർത്ഥം വരുന്നതാണ്. അപ്പൊ എപ്പോഴും നമ്മൾ യു ഡു ലൈക്ക് കോഫി എന്ന് പറയണമെന്നില്ല. കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത് എങ്ങനെയാ, യു ലൈക്ക് കോഫി, അതാണ് ഒരു സ്റ്റേറ്റ്മെന്റ്. അവിടെ പോസിറ്റീവ്. ഇവിടെ എന്താ സംഭവിച്ചേക്കുന്നത്, ഈ ലൈക്കിന്റെ ഇടയ്ക്ക് സത്യത്തിൽ ഡു ഒളിഞ്ഞിരിപ്പുണ്ട്. ഇപ്പൊ നമ്മൾ യു ലൈക്ക് കോഫി കണ്ടോ, അയ്യോ ഒന്നും ഇല്ലല്ലോ, അന്നേ ലൈക്ക് തന്നെ, യു ലൈക്കൻഡ് കോഫി. ഇപ്പൊ നമ്മൾ യു ലൈക്ക് കോഫി, ലൈക്കൻഡ് യു എന്ന് നമുക്ക് ചോദിക്കാൻ പറ്റത്തില്ല. ഓക്സിലറിക്ക് മാത്രമേ നമുക്ക് ഈ നോട്ട് എൻ കോമ ടി എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഷോർട്ട് ഫോം ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എൻ അപ്പോസ്ട്രോഫി ടി എന്ന് എഴുതിയില്ല. അത് ആഡ് ചെയ്യണമെങ്കിൽ ഓക്സിലറിയുടെ കൂടെ മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ. അല്ലാതെ മെയിൻ വെർബിന്റെ കൂടെ നമുക്ക് വെറുതെ ഇത് ആഡ് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം ഇത് വെർബാണ്, മെയിൻ വെർബുകൾ, അവരുടെ കൂടെ നമുക്ക് അങ്ങനെ ആഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഇങ്ങനെ വരുന്ന കേസിൽ എന്താണ്, യുവും വിയും പിന്നെന്താ ഡേയും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഡു ആയിരിക്കും. ഹീയും ഷീയും ഇറ്റും ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള വെർബിന്റെ ഇടയ്ക്ക് ഒളിഞ്ഞിരിക്കുന്നത് ഡെസ് ആയിരിക്കും. ഇപ്പം ഷീ ലൈക്ക് കോഫി ആണെങ്കിൽ ഇവിടെ ഡെസന്റ് ഷീ എന്ന് വന്നേനെ. ഹീ ലൈക്ക് കോഫി ആയിരുന്നെങ്കിൽ ഇവിടെ ഡെസന്റ് ഹീ എന്ന് വന്നേനെ. ഓക്കെ, അല്ലെങ്കിൽ ഡെസന്റ് ഇറ്റ്, ആ ഒരു രീതിയിൽ വന്നേനെ. ഇറ്റൊന്നും വരത്തില്ലല്ലോ. എന്താ, വി ലൈക്ക് കോഫി ആയിരുന്നെങ്കിലും ഡോണ്ട് വന്നേനെ. കാര്യം ഈ പ്ലൂറൽ ഫോം ഉണ്ടല്ലോ, വി, യു, ദേ, അതിന്റെ ഒക്കെ കൂടെ നമ്മൾ എന്താണ്, ഡു ആയിരിക്കും ഈ മെയിൻ വെർബിന്റെ അകത്ത് ഒളിച്ചിരിക്കുന്നത്. എപ്പോഴും ഇവിടെ ഇങ്ങനെയും പറയാം, ഈ ഒരു സെന്റൻസ് യു ഡു ലൈക്ക് കോഫി എന്നും പറയാം, യു ലൈക്ക് കോഫി എന്നും പറയാം, രണ്ടും ഒന്നാണ്. പക്ഷെ കൂടുതലും പ്രയോഗിക്കുന്ന ഈ ഒരു എളുപ്പ വഴിയായിരിക്കും.
അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഇതിന്റെ ഇടയ്ക്ക് ഇത് ഒളിഞ്ഞിരിപ്പുണ്ട് ഇങ്ങനെ പറയുമ്പോഴും. ഇവിടെ നമുക്ക് ഇയാളെ ആവശ്യമുണ്ട്. എപ്പോഴും ഇങ്ങനെ ക്വസ്റ്റ്യന് മിക്കവാറും ഇങ്ങനൊന്നും തരത്തില്ല. യു ലൈക്ക് കോഫി. അപ്പൊ നമ്മൾ എന്തുവാ ഈ യു ഇവിടെ ആരാന്ന് നോക്കണം. പ്ലൂറൽ സബ്ജക്റ്റ് ആണോ സിംഗുലർ സബ്ജക്റ്റ് ആണോ എന്ന് നോക്കിയിട്ട് നമ്മൾ എന്തെടുക്കണം? ഇവിടെ യുവും വിയും ദേയും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കുന്നത് ഡു ആയിരിക്കും. ഓക്കെ. പിന്നെ ഐയുടെ കേസിലും അങ്ങനെ ഒരു സംഭവം വരുന്നുണ്ട്. ഐക്കും ഇവരെ പോലെ ഐ ഒരാളെ ഉള്ളെങ്കിൽ ഈ ഡെസ്സിനോട് വലിയ താല്പര്യമില്ല. ഐയും ഡൂവിന്റെ എസ് ഉള്ള ആളിനോട് വലിയ ഹീയും ഷീയും ഇറ്റിനുമാണ് ഡെസ്സിനോടൊരു താല്പര്യമുള്ളത്. യുവും വിയും ദേയും ഐക്കും ഡു ആണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെ അവിടെ കൂടെ വരുന്ന മെയിൻ വെർബിന്റെ അകത്ത് ഒളിഞ്ഞിരിക്കുന്നത് ഡു ആയിരിക്കും. അപ്പൊ നമ്മൾ ടാഗ് എഴുതുമ്പോൾ ഈ ഡൂവിനെ എടുത്താലേ നമുക്ക് ടാഗ് എഴുതാൻ പറ്റത്തുള്ളൂ. യു ലൈക്ക് കോഫി ഡോണ്ട് യു. യു ഡു ലൈക്ക് കോഫി ഡോണ്ട് യു. ഡു തന്നാൽ എളുപ്പമാണ്, നമുക്ക് എളുപ്പം അങ്ങ് ഇവിടുത്തെ പോലൊക്കെ ഹാവ് തന്ന് ഹാവൻ്റായി, ആറ് തന്ന് ആറൻ്റായി, ഡൂ തന്ന് ഡോണ്ടായി, കുഴപ്പമില്ല. പക്ഷെ ഇവിടെ അങ്ങനെ ഇല്ലാത്തപ്പോൾ നമ്മൾ എന്തെടുക്കണം? ഇവിടെ അകത്ത് ഒളിഞ്ഞിരിപ്പുണ്ടെന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഇവിടോട്ട് എഴുതുമ്പോൾ ലൈക്കിനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഡൂവിനെ പുറത്തിട്ട് എന്താ പറഞ്ഞ നോട്ടും ഇട്ട് കൊടുത്തിട്ട് വേണം നമുക്ക് എഴുതാൻ. പിന്നെ അടുത്തത് ദേ വിൽ ഹെൽപ്പ്. ഇവിടെ ഇത് മോഡൽ ഓക്സിലറിയാ. മോഡൽ ഓക്സിലറീസ് ആണ് വില്ല്, ക്യാൻ, മസ്റ്റ്. അവർ ഓക്സിലറീസ് തന്നെ. ഇപ്പൊ ഫ്യൂച്ചറിന്റെ കാര്യം കാണിക്കാൻ നമ്മൾ വില്ല് ഉപയോഗിക്കുന്നത്, ഫ്യൂച്ചർ ടെൻസ് കാണിക്കാൻ. അപ്പൊ ദേ വിൽ ഹെൽപ്പ്. അപ്പൊ അവിടെ എന്ത് വരും? വില്ല് ഒന്ന് പഠിച്ചു വെക്കേണ്ടതാണ്. വില്ലിന്റെ കേസിൽ വോണ്ട് ആണ് വരുന്നത്. വില്ലന്റെ എന്നൊരു വാക്കില്ല. അപ്പൊ വോണ്ട് എന്നായിരിക്കും നമ്മൾ എഴുതുന്നത്. ബാക്കിയുള്ളവർക്ക് ഇത്രയും കുഴപ്പമില്ല. ആറിന് ആറന്റ്, ഹാവിന് ഹാവന്റ്, ഡെസ്സിന് ഡെസന്റ്, ഡൂയിന് ഡോണ്ട്, അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും കുഴപ്പമില്ല. പക്ഷെ വില്ലിന് അങ്ങനല്ല. വില്ലന്റെ എന്നല്ല, വോണ്ടെന്നാണ്. ഓക്കെ, വില്ലിന് വോണ്ടെന്നാണ്. പിന്നെ ഐ ക്യാൻ കം. ക്യാൻ ആയതുകൊണ്ട് വീണ്ടും ഒരു എന്നൊന്നും ഇടണ്ട. ഐ കോണ്ട്. ഇതൊക്കെ അറിയാൻ പറ്റും എല്ലാവർക്കും. കോണ്ടായി ഇത് നമ്മുടെ ഓപ്ഷനൊക്കെ വേണേ തെറ്റിക്കാൻ അവരൊരു എന്നും കൂടെ ഒക്കെ ഇട്ട് ചോദിക്കാം. അങ്ങനെ അപ്പൊ നമ്മൾ അതൊന്നും ക്ലിക്ക് ചെയ്യല്. നമുക്ക് അറിയാവുന്നതാണ്, കൺഫ്യൂസ്ഡ് ആകുള്ള. ക്യാൻ്റെ അപ്പുറത്തെ അപ്പോസ്ട്രഫി, അത് കഴിഞ്ഞിട്ട് ടി. വി മസ്റ്റ് ഗോ. മസ്റ്റ് ആൻഡ് വി. ഓക്കെ, അത് ഡിഫിക്കൽട്ട് ആയിട്ടുള്ളതല്ല. അതിന്റെ കൂടെ നോട്ട് ആഡ് ചെയ്താൽ മതി. ക്ലിയർ ആയ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? മാം ഡിഡ് വരുമ്പോ V3 വരുമ്പോ ഡിഡ് വരുവാ? ഡിഡ് വരുന്നതിന് വേറൊരു ഇതുണ്ട്. V3 വരുമ്പോ പാസ്റ്റ് വരുമ്പോ V2 പാസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ യു ആണെങ്കിലും വി ആണെങ്കിലും ഐ ആണെങ്കിലും ഷീ ആണെങ്കിലും ആരാണെങ്കിലും അവിടെ ഡിഡ് ആയിരിക്കും. ഇപ്പം ഹി ഡാൻസ്ഡ് വെൽ. ഡാൻസ്ഡ് വെൽ, അവൻ നല്ലോണം ഡാൻസ് കളിച്ചായിരുന്നു എന്ന് പറയുകയാണെങ്കിൽ ഹി ഡിഡ് ഡാൻസ്ഡ് വെൽ എന്ന് നമ്മൾ പറഞ്ഞില്ല. അതിന് പേര് ഹി ഡാൻസ്ഡ് വെൽ. അവൻ ഡാൻസ് നല്ലോണം കളിച്ചായിരുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഒളിഞ്ഞിരിക്കുന്ന ഡിഡ. യു ഡാൻസ്ഡ് വെൽ, അവിടെയും ഡിഡ. പാസ്റ്റിനെ കാണിക്കുക ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് വെർബ് തന്നിട്ട് എന്താണ് പാസ്റ്റ് ഫോമിൽ ആ മെയിൻ വെർബ് കിടക്കുന്നതെങ്കിൽ അവിടെ ഇപ്പൊ ഏത് സബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിലും ഒളിഞ്ഞിരിക്കുന്ന ഡിഡ. ആ ഡിഡിനെ വേണം നമ്മൾ പുറത്തോട്ടെടുക്കാൻ. അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. പ്രസന്റ് വരുമ്പോഴാണ് ഈ സബ്ജക്ട് യു ആണോ വി ആണോ ഐ ആണോ ദേ ആണോ എന്ന് നോക്കിയിട്ട് നമ്മൾ ഡൂവിനെ പുറത്തെടുത്ത് എഴുതണം. അല്ലെങ്കിൽ ഷീ ഹീ ഇറ്റ് ആണെങ്കിൽ ഡെസ്സിനെ പുറത്തെടുത്തിരുന്നത്. അവരായിരിക്കും ഒളിഞ്ഞിരിക്കുന്നത്. പക്ഷെ ഈ കിടക്കുന്ന ഇപ്പൊ ലൈക്ക്ഡ് ആയിരുന്നെങ്കിൽ, ലൈക്ക്ഡ് ഇ ഡി അവസാനം ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞു പോയി. അവന് കോഫി ഇഷ്ടമായിരുന്നു എങ്കിൽ ഇപ്പൊ അവനാണെങ്കിലും അവളാണെങ്കിലും നിങ്ങളാണെങ്കിലും എന്താണെങ്കിലും അവിടെ ഡിഡ് ആണ് ഒളിഞ്ഞിരിക്കുന്നത്. അപ്പൊ ഡിഡിന് പുറത്തെടുക്കുക. ഡിഡന്റ് യു. യു ലൈക്ക്ഡ് കോഫി, ഡിഡന്റ് യു. ഹി ലൈക്ക്ഡ് കോഫി, ഡിഡന്റ് ഹി. ആ ഒരു രീതിയിലായിരിക്കും വരുന്നത്. ഓക്കെ അല്ലേ? ചെറിയ നിങ്ങക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? ഇച്ചിരി ആ വേർഡ്സ് കുറച്ച് ഈ വെക്കുമ്പോഴത്തേക്ക് സംഭവിക്കുന്നതാ. ഞാൻ വായിച്ചു തരാം. അപ്പൊ ഇത് തന്നെ നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ്. നമ്മൾ നേരത്തെ കണ്ടത് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ നെഗറ്റീവ് ടാഗ്, നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ പോസിറ്റീവ് ടാഗ്. ഓക്കെ, ഇവിടെ നോക്കിയേ. ഇറ്റ് ഈസന്റ് റെയിനിങ്. നേരത്തെ നമ്മൾ കണ്ട തന്നെ. ഇവിടെ ഈസന്റ് കിടക്കുന്നു, നോട്ട് വന്നു, നെഗറ്റീവ് ആണ് സ്റ്റേറ്റ്മെന്റ്. അതുകൊണ്ട് നമ്മൾ പോസിറ്റീവ് ഓക്സിലറി ആയിട്ടുള്ള ഈസ് ഉപയോഗിക്കുന്നു. ഈസ് ഇറ്റ്. വി ഹാവ് നെവർ സീൻ. നെവർ അഗൈൻ നെവർ ഒരു വാക്ക് കേട്ടോ. നെവർ അത് എന്തോ നോട്ട് നെവർ ഇല്ല, ഈ ഇല്ല വേണ്ട ആ ഒരു രീതിയിലൊക്കെ ഉള്ള രീതിയിലുള്ള വാക്കുകൾ സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് ആക്കുവാണ്. വി ഹാവ് നെവർ സീൻ ദാറ്റ്. അത് ഞങ്ങൾ കണ്ടിട്ടില്ലായിരുന്നു. ഹാവ് വി കണ്ടായിരുന്നോ? അത് ഞങ്ങൾ കണ്ടിട്ടില്ലായിരുന്നു, കണ്ടായിരുന്നോ? ആ ഒരു രീതിയിൽ ചോദിക്കുവാണ്.
യു ഡോണ്ട് ലൈക്ക് കോഫി നമ്മൾ നേരത്തെ പറഞ്ഞ ഡു യു. ഓക്കെ, പക്ഷെ ഇവിടെ ലൈക്ക് കോഫി ഇടാത്ത ഇത് ഒളിഞ്ഞിരിക്കത്തുള്ളു. നോട്ട് എഴുതണമെങ്കിൽ ആര് വേണമെന്ന് ഞാൻ പറഞ്ഞത്, ഡു വേണം. അപ്പൊ ഈ നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ ഡോണ്ട് ഉറപ്പായിട്ടും കാണും കേട്ടോ. കാര്യം നമുക്ക് യു ലൈക്കിന്റെ കോഫി എന്നൊരു വാക്കില്ല. അപ്പം യു ഡോണ്ട് ലൈക്ക് കോഫി, കോഫി ഇഷ്ടമല്ല എന്നൊരു സ്റ്റേറ്റ്മെന്റ് എഴുതണമെങ്കിൽ ഡൂവിനെ കാണിച്ചേ പറ്റത്തുള്ളൂ. നോട്ടിന്റെ അപ്പോസ്ട്രോഫി ടി ആ ഒരു ഷോർട്ട് ഫോം ആഡ് ചെയ്യണമെങ്കിൽ ഡു എപ്പോഴും വേണം. അപ്പൊ അത് അങ്ങനത്തെ കാര്യം പറയാൻ വേണ്ടി എന്താ ഡു അവിടെ പ്രകടമായിട്ട് കാണും. നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റിലോട്ട് വരുമ്പോഴത്തേക്ക് ഡോണ്ട് എന്ന് അവിടെ കണ്ടിരിക്കും ഇഷ്ടമല്ലെങ്കിൽ. പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റിലെ ഒളിഞ്ഞിരിക്കാനുള്ള സ്കോപ്പ് ഉള്ളൂ. നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ ഇവിടെ പ്രകടമായിട്ട് കാണും. അപ്പൊ അത് റിസ്ക് ഇല്ല. എന്താണ് നേരിട്ട് അങ്ങ് എഴുതാം, യു ഡോണ്ട് ലൈക്ക് കോഫി. ഇതിൽ നിന്ന് നോട്ട് അങ്ങ് കട്ട് ചെയ്യുക, ഡു എന്ന് എഴുതുക, ഡു യു. ദേ വിൽ നോട്ട് ഹെൽപ്പ്, വിൽ ദേ. ഇവിടെയും തെറ്റിപ്പോവല്ലേ, നമ്മൾ വില്ല് പഠിച്ചപ്പോ വില്ല് നെഗറ്റീവ് ആകുമ്പോഴത്തേക്കും എന്താ നെഗറ്റീവ് ടാഗിൽ വോണ്ടെന്ന് പഠിച്ചു അല്ലേ. ദേ വിൽ നോട്ട് ഹെൽപ്പ്, വോണ്ട് ദേ നിന്നെ ചോദിക്കില്ലേ, കാര്യം വോണ്ട് ഒരു നെഗറ്റീവാ. അപ്പൊ നമ്മുടെ പോസിറ്റീവ് ടാഗിലോട്ട് നമുക്ക് വോണ്ടിനെ എടുക്കാൻ പറ്റില്ല. കാര്യം വോണ്ടിന്റെ അകത്ത് തന്നെ ഉണ്ട് WON''T എന്ന് പറഞ്ഞാൽ നോട്ട് ഒളിഞ്ഞു കിടപ്പുണ്ട്. പോസിറ്റീവ് ടാഗിൽ ഒരിക്കലും നോട്ട് വരില്ല. ഇവിടെ എങ്ങാനും നോട്ട് ഉണ്ടോ, ഇല്ല. അപ്പോഴത്തേക്കും നമുക്ക് ഇവിടെ വിൽ നോട്ട് ഹെൽപ്പ് ആണെങ്കിലും വോണ്ട് ഹെൽപ്പ് ആണെങ്കിലും നമ്മൾ എന്തെഴുതണം, വില്ലെന്ന് എഴുതാവുള്ളൂ പോസിറ്റീവ് ടാഗിൽ. ഇവിടെ എങ്ങാനും നോട്ട് ഉണ്ടെങ്കിൽ ഇത് നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആയി. അതിപ്പോ വോണ്ട് ആണെങ്കിലും ശരി വിൽ നോട്ട് ആണെങ്കിലും ശരി, ഇത് വോണ്ടിന്റെ ഇച്ചിരി വലിയ ഫോം, അതിനെ എക്സ്പാൻഡ് ചെയ്ത ഫോമാണ് വിൽ നോട്ട്. അപ്പൊ ദേ വിൽ നോട്ട് ഹെൽപ്പ്, അപ്പൊ എന്താ വിൽ ദേ വോണ്ട് റിപ്പോർട്ട് അസ്, വിൽ ദേ. കേട്ടോ, ഇതൊക്കെ കൺഫ്യൂസിങ്. നിങ്ങൾ വോണ്ട് കാണുമ്പോൾ ഓർക്കും അല്ലെങ്കിൽ വില്ല് കാണുമ്പോഴത്തേക്ക് ഒരു കൺഫ്യൂഷൻ വരും, വിൽ നോട്ട്. അപ്പൊ അറിയാതെ വോണ്ട് ഒക്കെ എഴുതുന്നു, വില്ല് വോണ്ടെന്നല്ലേ പഠിപ്പിച്ചേ. അങ്ങനല്ല, നോക്കണം. സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് ആണെങ്കിൽ ഇവിടെ പോസിറ്റീവ് വരും. അപ്പൊ നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റിൽ എവിടെങ്കിലും വില്ലോ വോണ്ടോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് ആകുമ്പോൾ വില്ല് മാത്രമേ വരൂ, വോണ്ട് ഈ സൈഡിലോട്ട് വരത്തില്ല. നമുക്ക് ഇവിടെ വായിക്കും ഫില്ല് ചെയ്യാൻ ചോദിക്കുന്നത്, ഇത് ഇവിടെ നിന്നായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. ഇത് തന്നിട്ട് ഡാഷ് ഇട്ട് കണ്ടുപിടിക്കുക, 4 ഓപ്ഷൻ തന്നെ കണ്ടുപിടിക്കുക. വോണ്ടും അവർ ആഡ് ചെയ്യും നമ്മളെ തെറ്റിക്കാൻ. അപ്പൊ നമ്മളത് ചെയ്യരുത്, വില്ല് തന്നെ ചൂസ് ചെയ്യണം. പറഞ്ഞത് മനസ്സിലായോ നിങ്ങൾക്ക്? ഓക്കെ, ആ സ്റ്റേറ്റ്മെന്റ് ഏതാന്ന് നോക്കിയിട്ട് വേണം നമ്മളത് ചൂസ് ചെയ്യാൻ. കുറച്ച് അവിടെ ഇവിടെ കൺഫ്യൂസിങ് ഉണ്ട്, വേറെ ഒന്നുമില്ല. ക്വസ്റ്റ്യൻ സമാധാനത്തോടെ വായിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ദെൻ ഐ ക്യാൻ നെവർ ഡു, നെവർ വന്നുകൊണ്ടാണ് എന്ത് നെഗറ്റീവ് ആയത്. ഐ ക്യാൻ നെവർ ഡു ഇറ്റ് റൈറ്റ്. അപ്പൊ എന്താ ക്യാനേ, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല, പറ്റുമോ എന്നുള്ളതാണ് ചോദിച്ചേക്കുന്നത്. വി മസ്റ്റൻ ടെൽ ഹെർ, നമ്മൾ അവളോട് അത് പറയരുത്. പിന്നെ അത് കഴിയുമ്പോഴത്തേക്കും പറയണം. ഈ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് വെച്ചാൽ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ട് പിന്നെ അതിനെ ചൊല്ലി ഒരു കോൺവെർസേഷൻ മുന്നോട്ട് തുടങ്ങാനോ ഇല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ക്ലാരിഫിക്കേഷനോ വേണ്ടിയിട്ടുള്ള ഒരു ഭാഗമാണ് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. സ്റ്റേറ്റ്മെന്റിനപ്പുറം അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ അവളോട് പറയണ്ടെന്ന് ഉറച്ച് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് തോന്നും അയ്യോ എന്തോ അതിന് പറയണോ, അതിന് വേണ്ടിയിട്ടാണ് എന്ത് മസ്റ്റ് വി എന്ന് ആഡ് ചെയ്തേക്കുന്നത്. ഹി ഷുഡൻ ഡ്രൈവ് സോ ഫാസ്റ്റ്, അവൻ അത്ര സ്പീഡിൽ ഡ്രൈവ് ചെയ്തുകൂടായിരുന്നു അല്ലേ. അവൻ അങ്ങനെ ചെയ്ത് തെറ്റല്ലേ. അപ്പൊ നമുക്ക് ആരും ഇപ്പുറത്തോട്ടൊന്നും പറയുന്നില്ലെങ്കിൽ നമ്മൾ അവരോടൊന്നും ചോദിക്കത്തില്ലേ, അല്ലേ അങ്ങനെ ചെയ്യില്ലായിരുന്നല്ലോ ആണോ എന്നൊക്കെ പറഞ്ഞ ആ ഒരു രീതി ചോദിക്കുമല്ലോ. അതിനാണ് ഈ ക്വസ്റ്റ്യൻ ടാഗ്. അപ്പൊ ഇവിടെ ഷുഡന്റ് ആണ്, ആ നോട്ട് അങ്ങോട്ട് എടുത്ത് മാറ്റുക, പോസിറ്റീവായി. നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ പോസിറ്റീവ് ടാഗ് ആണ്, പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ നെഗറ്റീവ് ടാഗ് ആണ്. അതാണ് ഇതിന്റെ ബേസ്, നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗിന്റെ ബേസ് എന്ന് പറയുന്നത്. ഇവിടെ അടുത്തത് യു വോണ്ട് ബി ലേറ്റ്, വില്ല് വന്നു. യു വിൽ നോട്ട് ബി ലേറ്റ്, എങ്കിലും വില്ല് വരും. ഓക്കെ, യു ആറന്റ് ഇംഗ്ലീഷ്, അല്ലെങ്കിൽ യു ആറന്റ് an ഇംഗ്ലീഷ് പേഴ്സൺ എന്നുള്ള രീതിയിലാണെങ്കിൽ എന്താണ് ആർ യു. ഓക്കെ, ജോൺ വാസ് നോട്ട് ദെയർ, വാസ് ഹി. ഒരാടെ ഇതൊന്നും നോക്കിയേക്കണേ, ഒരാടെ പേരാണ് ജോൺ എന്ന് പറഞ്ഞാണെങ്കിൽ വാസ് ജോൺ എന്ന് നമ്മൾ ചോദിക്കത്തില്ല, ആ ഒരു ജെൻഡർ അനുസരിച്ച് ഹിയോ ഷിയോ ഇട്ട് കൊടുക്കും. ജോൺ വാസ് നോട്ട് ദെയർ, വാസ് ഹി. ഇല്ലെങ്കിൽ ജോൺ വാസ് നോട്ട് ദെയർ, വാസ് ജോൺ എന്ന് ചോദിക്കത്തില്ല, വാസ് ഹി എന്നേ ചോദിക്കത്തില്ല. ഇവിടെ വരുമ്പോഴത്തേക്ക് നമ്മൾ പ്രോണൗൺ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഇവിടെ കൂടുതലും പ്രോണൗൺ ആണ്. അങ്ങനെ ഇതുപോലെ പേരുകളാണെന്നുണ്ടെങ്കിൽ നൗൺ ആണെന്നുണ്ടെങ്കിൽ ഇപ്പുറത്തോട്ട് വരുമ്പോൾ പ്രോണൗൺ ആക്കി നമ്മൾ മാറ്റണം. കാര്യം ഇവിടെ കിടപ്പുണ്ടല്ലോ, പിന്നെയും നമ്മളിവിടെ പേര് പറയേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മൾ ഒരു കഥ തുടങ്ങുവാണെങ്കിലും റാം ലീവ്ഡ് ഇൻ എ വില്ലേജ്, ഹി വാസ് എ ഗുഡ് ബോയ് എന്നല്ലേ പറയത്തുള്ളൂ. പിന്നെയും പിന്നെ റാം റാം എന്ന് പറയോ, ഇല്ലല്ലോ. അത് തന്നെ ഇവിടെ ആദ്യം പേര് കിടക്കുന്നതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോ പ്രോണൗണെ ഉപയോഗിക്കത്തുള്ളൂ. പിന്നെ ഒരു കേസ് ഉണ്ട്, അത് എന്തോ
അതെന്ന് പറയുന്നത് നിങ്ങൾ നോട്ട് ചെയ്തു. ഐ ആം ലേറ്റ്. അപ്പൊ എന്ത് വരും? ഐ ആം ആണെങ്കിൽ ഐ ആം ലേറ്റിനകത്ത് എവിടെങ്കിലും എന്താ പറഞ്ഞ, ഐ ആം ലേറ്റിന്റെ അകത്ത് എവിടെങ്കിലും നിങ്ങൾ നോട്ട് വല്ലതും കണ്ടോ? നോട്ടോ, നെവറോ, സെൽഡമോ? ആറിന്റെ, വെരി ഗുഡ്. ആറിന്റെ അതൊരു എക്സെപ്ഷണൽ കേസാ. അതൊരു റെയർ ആയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ വില്ലും മോണ്ടും ഒക്കെ പോലുള്ള രീതിയില്ല. ഐ ആം ലേറ്റ് അവിടെ എന്താണ് നെഗറ്റീവായിട്ട് ഒന്നുമില്ല, നോട്ടില്ല, നെവറില്ല, സെൽഡമില്ല, ഒന്നുമില്ല. അപ്പൊ അതൊരു പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റാ. അതിന് നമ്മൾ കൊടുക്കേണ്ട നെഗറ്റീവ് ടാഗ് ഏതാ? ആമിന്റെ നെഗറ്റീവ് ടാഗ് ആറന്റ് ആണ്. പക്ഷേ എങ്കിൽ ക്വസ്റ്റ്യനിലെങ്ങാനും ഈ നേരത്തെ നമ്മൾ ഒരെണ്ണം കണ്ടല്ലോ, ഈ പറഞ്ഞ പോലെ യു ആറന്റ് ഇംഗ്ലീഷ്, ഇവിടെ ആറന്റ് കണ്ടെന്നും പറഞ്ഞ് നമ്മൾ ഇവിടെ ആം ഇട്ട് കൊടുക്കരുത്. ആറന്റ് ആണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റിൽ കിടക്കുന്നതെങ്കിൽ ഇവിടെ 6 വരും. ഇവിടെ 6 കിടക്കുന്നതെങ്കിൽ ആറന്റ് വരും. അല്ലാത്ത ആമിന്റെ കേസില്ല. കാര്യം ആമിന് ഒരിക്കലും ആമന്റ് എന്നും പറഞ്ഞൊരു വാക്കില്ല. ഇപ്പൊ വില്ലിന് വില്ലന്റ് എന്ന് പറഞ്ഞൊരു വാക്കില്ലല്ലോ, വോണ്ടല്ലേ കിടക്കുന്നത്. അതുപോലെ ആമിനെ നമുക്ക് നെഗറ്റീവ് ആക്കി കാണിക്കണമെങ്കിൽ ആറന്റ് എന്നേ എഴുതാൻ പറ്റൂ. പക്ഷെ 6 ഇവിടെ കിടക്കുന്നെങ്കിൽ 6 സ്വന്തമായിട്ടൊരു തായി നിലപാടുണ്ട്. യു ആർ ഇംഗ്ലീഷ്, ആറന്റ് യു. യു ആറന്റ് ഇംഗ്ലീഷ്, ആർ യു. 6 6 മാറ്റി എഴുതിയാൽ മതി. നോട്ടിട്ട് പോസിറ്റീവ് ആയിട്ട് കിടക്കുവാണെങ്കിൽ നെഗറ്റീവ് ആക്കുക, നെഗറ്റീവ് ആണ് പോസിറ്റീവ് ആക്കുക. 6 ആമുമായിട്ട് വലിയ ബന്ധമൊന്നും ഇല്ല. ആമിന് സ്വന്തമായിട്ട് നോട്ടിട്ട് നെഗറ്റീവ് ആകാൻ പറ്റത്തില്ല. എന്തുകൊണ്ടോ താല്പര്യമില്ല. അതുകൊണ്ട് മാത്രം ആമും എന്തെടുക്കുവാണ്? ആറിന്റെ കടവെടുത്താണ് നെഗറ്റീവ് ആകുന്നത്. ഓക്കെ, ആമാണ് ഐ ആം ലേറ്റ് എന്ന് കിടക്കുവാണെങ്കിൽ ആമന്റെ എന്ന് വരത്തില്ല, ആറൻഡൈ എന്നേ വരത്തുള്ളൂ. നേരെ മറിച്ച് ഐ ആം നോട്ട് ലേറ്റ് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? ആം ഐ. കേട്ടോ, അതൊരിതാ. അല്ലാതെ ഐ ആം നോട്ട് ലേറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ആറൈ എന്ന് നമ്മൾ പറയത്തില്ല. അത് ആറിന് മാത്രം സ്വന്തമുള്ള കാര്യം. ആമിന് എന്തുകൊണ്ടോ ചോദിച്ചോ. അതൊരു നോട്ട് ചെയ്ത് വെക്കേണ്ട കാര്യമാണ്. ആം എന്താ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് കിടക്കുമ്പോൾ നമ്മൾ നെഗറ്റീവ് ടാഗ് ആക്കാൻ നോക്കുമ്പോൾ നമുക്ക് ആമന്റ് എന്ന് കൊടുക്കാൻ പറ്റില്ല. അതിനെ എങ്ങനെ കൊടുക്കത്തുള്ളൂ? നമ്മൾ ആറന്റ് എന്നേ കൊടുക്കത്തുള്ളൂ. പക്ഷേ എങ്കിൽ സ്റ്റേറ്റ്മെന്റിൽ അത് നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആയി കിടക്കുക. ഐ ആം നോട്ട് ലേറ്റ്, ഐ ആം നോട്ട് ഇന്റലിജന്റ്, ഇല്ലെങ്കിൽ എന്താ ഐ ആം നോട്ട് കൾപ്രിറ്റ് എന്ന് പറഞ്ഞേക്കുക. അപ്പൊ എന്താണ്? മൈ. അവിടെ നമുക്ക് ആ നോട്ട് മാറി, ഇല്ലെങ്കിൽ എന്താ പറഞ്ഞ അപ്പോസ്ട്രഫി ടി ഉണ്ടല്ലോ, അതിന്റെ കൂടെ എന്തുകൊണ്ടോ ആമിന് ചേരാൻ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ടാഗിൽ ഒരിക്കലും ആമന്റ് എന്നൊരു രീതിയിൽ കിടക്കാറില്ല. ആറന്റ് ആയിട്ട് നെഗറ്റീവ് ടാഗ് കിടക്കൂ. ഇല്ലെങ്കിൽ അത് പോസിറ്റീവ് ആയിട്ട് കിടക്കും. പോസിറ്റീവ് ടാഗ് ആയിട്ടായിരിക്കും. നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ ഐ ആം നോട്ട് കൾപ്രിറ്റ് അല്ലെങ്കിൽ ഐ ആം നോട്ട് എ ക്രിമിനൽ എന്ന് പറയുമ്പോൾ ആം ഐ. ഓക്കെ, നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ക്ലിയർ ആയോ? ഇച്ചിരി കൺഫ്യൂസിങ് ആണ് ഈ ആമും ആറും. ഓക്കെ, ആറിന്റെ ദേ വരുന്നത് അപ്പൊ എങ്ങനെയാ മിസ്സേ? ദേന്ന് വരില്ല ഐ വരുമ്പോ? അപ്പൊ ദേ എന്ന് പറഞ്ഞാൽ അപ്പുറത്തും ദേ വരും. ദേ ഇവിടെ അത് പേടിക്കേണ്ട കാര്യമില്ല. അല്ല, ആദ്യമേ ദേ വരുമ്പോഴാണോ ആറിന്റെ ദേന്ന് കൊടുക്കണ്ടേ? ഐ വരുമ്പോഴും ദേ വരത്തില്ലേ ആറിന്റെ ദേന്ന്? ഇല്ല, ഐ ഒരാളല്ലേ ഉള്ളൂ. അപ്പൊ പിന്നെ ദേ എങ്ങനെ വരും? അല്ല, അവിടെ സബ്ജക്റ്റ് ആയിട്ടില്ലെങ്കിൽ നമ്മുടെ ഈ കിടക്കുന്ന ഇവരുമായിട്ട് അതിന് ബന്ധമില്ല. ഞാൻ പറഞ്ഞത് ഇപ്പൊ ദേ ഐയുടെ കൂടെ അല്ലേ ആം വരൂ, ദേയുടെ കൂടെ ആം വരത്തില്ല. അത് ടെൻസിന്റെ ഇതനുസരിച്ച്. അതാണോ ചോദിച്ചത്? അങ്ങനെ വരില്ല. ദേയുടെ കൂടെ ഒരിക്കലും ആം വരില്ല. ദേയുടെ കൂടെ ഈ പറഞ്ഞിട്ടുള്ള ദേ ആർ, ഹാവ് പ്ലൂറലാ. ദേ ഐ സിംഗുലറാ. ഐയുടെ കൂടെ മാത്രമേ ആം വരൂ. അത് നമ്മൾ ടെൻസ് നോക്കുമ്പോൾ മനസ്സിലാവും. ഐ ആം ശ്രുതി എന്നല്ലേ പറയത്തുള്ളൂ. ദേ ആം ശ്രുതി എന്ന് പറയത്തില്ല. ദേ ആർ സ്റ്റുഡൻസ് അങ്ങനെ നമ്മൾ പറയത്തുള്ളൂ. അവർ കുട്ടികളാണ്. ഞാൻ ഒരാളല്ലേ ഉള്ളൂ, ശ്രുതി. അപ്പൊ ഐ ആം ശ്രുതി. ഐയുടെ കൂടെ മാത്രം വരുന്ന ഒരു ഓക്സിലറി ആണ് ഈ ആം എന്ന് പറയുന്നത്. അതുകൊണ്ട് അത് ടെൻഷൻ അടിക്കണ്ട. ദേയുടെ കൂടെ ഒരിക്കലും ആം വരത്തില്ല. അത് നമ്മുടെ റൂൾ അനുസരിച്ച് തെറ്റാണ്. ഇംഗ്ലീഷിന്റെ സ്ട്രക്ചർ റൂൾ അനുസരിച്ച് അങ്ങനെ വരത്തില്ല. അത് ടെൻഷൻ അടിക്കണ്ട. ഐയുടെ കൂടെ മാത്രമേ വരത്തുള്ളൂ. അപ്പൊ അവസാനവും ഐ തന്നെ ആയിരിക്കും വരുന്നത്. ദേയ്ക്ക് അവിടെ വലിയ ദേ വരത്തില്ല. ഓക്കെ അല്ലേ? ഓക്കെ. ഓക്കെ. ഫ്രേസൽ വെർബ് ആണ്. 2-3 നമുക്ക് ഡിസ്കസ്. ഫ്രേസൽ വെർബ് കുറെ ഉണ്ട്. അതിനെ കൊണ്ട് നമുക്ക് കുറച്ച് ഇവിടെ ഡിസ്കസ് ചെയ്തു. ചെറിയൊരു ക്ലാസ് അല്ലേ.
കുറെ ഡിസ്കസ് ചെയ്യാനുള്ള ഒരു സ്കോപ്പ് കുറവാണ്. നമുക്ക് ജസ്റ്റ് ഡിസ്കസ് ചെയ്ത് പോവാം. മെറ്റ് ബൈ ചാൻസ് റീപ്ലേസ് വിത്ത് ഫ്രേസൽ വെർബ് ഏത് വരും? വേറെ എന്തെങ്കിലും ഉണ്ടോ? വെരി ഗുഡ്, വെരി ഗുഡ്. കറക്റ്റ് ആണ് നിങ്ങൾ പറയുന്നത്. കറക്റ്റ് ആണ്, എ ആണ്. കെയിം അക്രോസ്. മെറ്റ് ബൈ ചാൻസ് എന്ന് പറയുമ്പോൾ കെയിം അക്രോസ്. നമുക്ക് വേറെ താഴെ കൊടുത്തേക്കുന്ന മറ്റു ഓപ്ഷനും എന്താ മീൻ ചെയ്തെന്ന് നോക്കാം. മെറ്റ് ബൈ ചാൻസ് എന്ന് വെച്ചാൽ കെയിം അക്രോസ്. പുട്ടപ്പ്. പുട്ടപ്പ് എന്ന് വെച്ചാൽ എന്താണ്? ടു ഇൻക്രീസ്, എന്തെങ്കിലും കൂട്ടിക്കൊണ്ടുവരിക, എന്തെങ്കിലും എന്താ മുന്നോട്ട് വെക്കുക എന്നുള്ള മീനിങ്ങിലൊക്കെ പുട്ടപ്പ് വരും. റേറ്റ് കൂട്ടുക, എലവേറ്റ് ചെയ്യുക. ഇപ്പം നമ്മുടെ സെൻസസ് കൂടി, പുട്ടപ്പ് ചെയ്തു. ഇല്ലെങ്കിൽ എന്താണ്, എന്തെങ്കിലും തോത് കൂടുന്നതിനെയൊക്കെയാണ് നമ്മൾ പുട്ടപ്പ് കൊണ്ട് കാണിക്കുന്നത്. പുട്ടപ്പ് വിത്ത്, ഈ പുട്ടപ്പും കണ്ടിട്ട് ഈ വിത്തിനെ ഇഗ്നോർ ചെയ്ത് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്, മിക്കവാറും വരുന്നതാണ് കേട്ടോ ഈ പുട്ടപ്പ് വിത്ത്. പുട്ടപ്പ് വിത്ത് എന്ന് വെച്ചാൽ ടോളറേറ്റ്, അഡ്ജസ്റ്റ്. ഐ സംഹൗ പുട്ടപ്പ് വിത്ത് ഹിം ഇൻ മൈ ഹോസ്റ്റൽ. ഇല്ലെങ്കിൽ എന്താ, ഞാൻ എന്റെ ഹോസ്റ്റലിൽ എങ്ങനെയോ അവനുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. അഡ്ജസ്റ്റ് ചെയ്യുക, സഹിക്കുക എന്നൊക്കെയുള്ള മീൻ ചെയ്യുന്നതാണ് പുട്ടപ്പ് വിത്ത് കേട്ടോ. എങ്ങനെയും അഡ്ജസ്റ്റ് ചെയ്യുക, ടോളറേറ്റ് ചെയ്യുക, സഹിക്കുക, അങ്ങനെയാണ് പറയുന്നത്. ഇല്ല, ക്ലാസ് റൂമിൽ ഭയങ്കര ബുള്ളിങ് ആയിരുന്നു. ഐ സംഹൗ പുട്ടപ്പ് വിത്ത് ദ സ്റ്റുഡൻസ്. ഇപ്പൊ എന്താണ്, എങ്ങനെയോ ഞാൻ അവരുമായിട്ട് ടോളറേറ്റ് ചെയ്ത്, എങ്ങനെയോ ഞാൻ അവരെ സഹിച്ചു, എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു, അതാണ് പുട്ടപ്പ് വിത്ത് എന്ന് പറയുന്നത്. പിന്നെന്താ, പുട്ട് അക്രോസ്, ടു കമ്മ്യൂണിക്കേറ്റ് ഐഡിയാസ്. നമ്മൾ ഒരു മീറ്റിങ്ങിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്താ, നമ്മുടെ ഐഡിയാസ് നമ്മൾ ഷെയർ ചെയ്യുക, ഇല്ലെങ്കിൽ ഒരു പുതിയ കാര്യം ഒരു സദസ്സിനോടൊക്കെ പറയുക, ഒരു മീറ്റിംഗിൽ പറയുക എന്നൊക്കെ ഉള്ളതാണ് പുട്ട് അക്രോസ്. ഇല്ലെങ്കിൽ മുന്നോട്ട് വെക്കുക എന്നുള്ള രീതിയിൽ, ഇല്ലെങ്കിൽ അതിനെ ഷെയർ ചെയ്യുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ഐഡിയാസ്, അതിനാണ് പുട്ട് അക്രോസ്. പിന്നെ കെയിം അപ്പ്, അതും അഗെയിൻ ഇതിന്റെ തന്നെ വേറൊരു രീതി, മുന്നോട്ട് വന്നു. കെയിം അപ്പ് വിത്ത് എ ന്യൂ ഐഡിയ, ഹി കെയിം അപ്പ് വിത്ത് എ ന്യൂ ഐഡിയ, ഹി കെയിം അപ്പ് വിത്ത് എ ന്യൂ പ്രൊജക്ട്, ഹി കെയിം അപ്പ്, മുന്നോട്ട് വരിക, പ്രൊഡ്യൂസ് ചെയ്യുക. എല്ലാം ഏകദേശം ഒരുപോലെ വരും. ഇത് മൂന്നും അത്യാവശ്യം ഒരുപോലെ വരും, ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. പുട്ടപ്പ് വിത്ത് ഡിഫറെന്റ് ആണ് ടോളറേറ്റ്. കെയിം അക്രോസോ മെറ്റ് ബൈ ചാൻസ്, നമ്മൾ റോഡിൽ കൂടെ ഒക്കെ പോകുമ്പോൾ പെട്ടെന്ന് ആരെങ്കിലും കണ്ടുമുട്ടുന്നതിനാണ് നമ്മൾ ഐ കെയിം അക്രോസ് ഹിം സഡൻലി. അപ്പൊ സഡൻലി ഒക്കെ വന്നാൽ നമുക്ക് ഇത് പെട്ടെന്ന് ഒട്ടും പ്രതീക്ഷിക്കാത്ത, അല്ലെങ്കിൽ ആക്സിഡന്റലി ഐ മെറ്റ് ഹിം എന്നൊക്കെ പറയത്തില്ല, അതാണ് കെയിം അക്രോസ്. നമ്മൾ വിചാരിച്ചില്ല, കുറെ നാളിന് ശേഷമൊക്കെ കാണുന്നതിനൊക്കെയാണ് ഈ കെയിം അക്രോസ് വരുന്നത്. മനഃപൂർവ്വമല്ലാത്ത കാഴ്ചകൾ. അൺഎക്സ്പെക്ടഡ് എന്നുള്ള അർത്ഥം വരുമോ? അത് തന്നെ, അൺഎക്സ്പെക്ടഡ്. അൺഎക്സ്പെക്ടഡ്ലി മീറ്റ് ചെയ്യുക. കെയിം അക്രോസ് എന്ന് പറയുമ്പോഴത്തേക്ക് അൺഎക്സ്പെക്ടഡ്ലി ഒരാളെ മീറ്റ് ചെയ്യുക, അത് തന്നെ. അൺഎക്സ്പെക്ടഡ് ആയിട്ട്, ആക്സിഡന്റ് ആയിട്ടൊക്കെ, മനഃപൂർവ്വമല്ല, ഒരാളെ മീറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കെയിം അക്രോസ്. അൺഎക്സ്പെക്ടഡിന് മാത്രമല്ല, മീറ്റിംഗ് നടക്കുന്നുണ്ട്, കാണുന്നുണ്ട്, ആരെയോ കണ്ടുമുട്ടി, അതും പോയി അവരെ കാണണമെന്ന് വിചാരിച്ചിട്ടല്ല, അറിയാതെ. ഇപ്പൊ അൺഎക്സ്പെക്ടഡ് ആയിട്ട്, ഇല്ലെങ്കിൽ ആക്സിഡന്റലി ആയിട്ട്, സഡൻലി പെട്ടെന്ന് ഒരാളെ കാണുന്നു വിചാരിക്കാതെ, അതൊക്കെയാണ് കെയിം അക്രോസ്. അതുവഴി പോയി എന്നൊക്കെ പറയാം, അതുവഴി അവൻ വഴി നമ്മൾ കടന്നുപോയി, വിചാരിച്ചിരുന്നത്, അതാണ് കെയിം അക്രോസ്. He asked her, do you know me? This can be reported as reported speech. അതിൽ നിന്ന് മിക്കവാറും ക്വസ്റ്റ്യൻസ് വന്ന് കണ്ടിട്ടുണ്ട് കേട്ടോ, റിപ്പോർട്ടഡ് സ്പീച്ച്. ഈ ചെറിയ പനിയുടെ ഇതുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഡിസ്റ്റർബൻസ് വരുന്നത്. അപ്പൊ എന്താണ്, he asked her, do you know me? This can be reported as. ഇതെങ്ങനെ റിപ്പോർട്ട് ചെയ്യാൻ പറ്റും? He asked her if she did knew him. He asked her if she known him. She asked her if she knew him. He asked her if she does knew him. Okay, അപ്പൊ നോക്കാം. He asked her if she knew him. ഇവിടെ സിമ്പിൾ പാസ്റ്റിലാണ് കിടക്കുന്നത്. ഇവിടെ ഡു യു നോ മീ. അപ്പൊ റിപ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്കും എന്താണ്, V1 V2 ആയി മാറും. ഓക്കെ, ഇവിടെ ഡൂയിലാണ് കിടക്കുന്നത്, അപ്പൊ അത് പ്രസന്റില്ല. പ്രസന്റിൽ എന്ന് പറയുമ്പോഴത്തേക്കും പ്രസന്റ് ചെയ്യുന്നത് പാസ്റ്റിലോട്ട് വരും. ഡു യു നോ മീ, വലിയ കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ല. അപ്പൊ എന്താണ്, ഹി ആസ്ക്ഡ് ഹർ. ഈ ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് ഇഫ് ഇവിടെ വന്നത്. ഇഫ് ഈ ഡു മാറിയിട്ട് അവിടെ ഇഫ് ആയി. ഇഫ് അവൻ അവളോട് ചോദിച്ചു, എന്നെ അറിയാമോ. അപ്പൊ അത് മൂന്നാമത് ഒരാൾ വേറൊരാൾ പറയുവാണ്. ഇത് നമ്മൾ ഒരാളോട് ചോദിക്കുമ്പോൾ അത് ഡയലോഗ്, അത് അപ്പോഴത്തെ കാര്യമാണ്.
ഈ സംഭവം വേറൊരാളോട് പറയുമ്പോഴത്തേക്കും എന്താ കഴിഞ്ഞു പോയ കാര്യമായി. അപ്പൊ അതവിടെ V2 ആകും ആക്ഷൻ. ഇതിപ്പോ മൺഡേ ഒരാളോട് ചോദിച്ചു, ഇത് കേട്ടോണ്ടിരുന്ന ഞാൻ വേറെ ഒരാളോട് ചെന്നത് ട്യൂസ്ഡേ പറഞ്ഞു, അപ്പൊ അതിങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഹി ആസ്ക്ഡ് ഹെർ, ഇത് ഇതുപോലെ തന്നെ വരും. ഇഫ് ഷീ, ഈ ഷീ, ഈ യു ആണ് ഇവിടെ ഷീ ആയി മാറിയത്. ഇവിടുത്തെ അവൻ അവളോട് ചോദിച്ചു നിനക്ക് എന്നെ അറിയാം, അവിടെ ഈ നീ ആരാണ്, ഈ ഹെർ ആണ്. അപ്പൊ ഇങ്ങോട്ട് വരുമ്പോ ഷീ ആകും. ഷീ നോ V1 ആണ്. അന്ന് അത് പ്രസന്റ് ആയിരുന്നു അവൻ ചോദിച്ചപ്പോ. ഞാനിത് വേറൊരാളോട് പറയുമ്പോൾ കഴിഞ്ഞു പോയ കാര്യം, അപ്പൊ അത് V2 ആയി. ന്യൂ ഹിം, അവനാണ് അവളോട് ചോദിച്ചത്, ഞാനിത് വേറൊരാളോട് പറയുക, എനിക്കതുകൊണ്ട് അവനാണ്. ഓക്കെ, അപ്പൊ അതെന്താണ്, അത് ഹിം ആയി. ഓക്കെ, നമ്മ മലയാളത്തിൽ പറയുമ്പോൾ ഇന്നലെ പറഞ്ഞാലും ഇന്ന് പറഞ്ഞാലും അവനെ പറയും. പക്ഷെ നമ്മുടെ ഇംഗ്ലീഷിലോട്ട് വരുമ്പോഴത്തേക്കും പ്രസന്റിൽ ഹീയും സബ്ജക്റ്റ് ഹീയും ഒബ്ജക്റ്റിലോട്ട് വരുമ്പോൾ ഹിമ്മും ഒക്കെ ആയി പോകുന്ന കണ്ടീഷനുണ്ട്. കാര്യം തേർഡ് പേഴ്സൺ പറയുമ്പോൾ ഹിമ്മാണ്, ഞാൻ അവന്റെ കാര്യം വേറൊരാളോട് പോയി പറയുക, അപ്പൊ അത് അവൻ ഹിമ്മായി മാറും. ഓക്കെ, അങ്ങനെയാണ് റിപ്പോർട്ടഡിൽ വരുന്നത്. ഹി ആസ്ക്ഡ് ഹെർ ഇഫ് ഷീ ന്യൂ ഹിം. ഓക്കെ, സബ്ജക്റ്റ് ലാസ്റ്റ് ഒബ്ജക്റ്റ് ആയിട്ട് വരും, ഒബ്ജക്റ്റ് സബ്ജക്റ്റും ആകും. ഇവിടുത്തെ ഒബ്ജക്റ്റ് ആയിരുന്നു. ഓക്കെ, ഇഫിന്റെ പ്രയോഗം എന്താണ്? റിപ്പോർട്ടിൽ എപ്പോഴും ഇഫ് വരും? എപ്പോഴും വരത്തില്ല, ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് മാത്രമാണ്. അറിയാമോ, അവിടെ ഒരു ഉറപ്പില്ലാത്ത കാര്യമാണ്, ഒരു ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് മാത്രമാണ് ഇഫ് വന്നത്. ഇല്ലെങ്കിൽ പൊതുവെ ദാറ്റ് ഒക്കെ വരുന്നത്, ചിലപ്പോ ദാറ്റും വരണമെന്നില്ല. ഓക്കെ, അപ്പൊ അതാണ് എന്ത്, അതുകൊണ്ട് മാത്രമാണ് ഇഫ്. അറിയാമോ, അവൾക്ക് നിനക്ക് എന്നെ അറിയാമോ, അവൻ അവളോട് ചോദിച്ചു അവൾക്ക് അവനെ അറിയാമോ എന്നുള്ള രീതി. അതാണ് നമ്മുടെ താഴത്തെ ആൻസർ ആയിട്ട് വന്നേക്കുന്നത്. അപ്പൊ അതെന്താണ്, അതുകൊണ്ട് അറിയാമോ, അതൊരു ക്വസ്റ്റ്യൻ ആണ്, ആ ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് അവിടെ ഇഫ് വന്നത്. അല്ലാതെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നെങ്കിൽ ദാറ്റ് വന്നേനെ. ഇവിടെ ഉറപ്പില്ലാത്ത കാര്യം, അതുകൊണ്ടാണ് ഇഫ് വന്നത്. ഹി ടോൾഡ് മീ ദാറ്റ് ഹി ഡാഷ് ബൈ ദാറ്റ്. ഇതെങ്ങനെ മനസ്സിലാക്കും? ഇതൊരു റിപ്പോർട്ടഡ് സ്പീച്ച് ആണ്, അതിന്റെ ഇടയ്ക്കത്തെ ഒരു ഭാഗമാണ്. അതിനെ എങ്ങനെ കണ്ടുപിടിക്കുക? ഇത് റിപ്പോർട്ടറായി കിടക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്. ഹി ടോൾഡ് മീ ദാറ്റ് ഹി ഡാഷ് ദാറ്റ്. ഇപ്പൊ നമ്മൾ നേരത്തെ ഒരു ഉത്തരം കണ്ടുപിടിച്ചില്ല, ആ ഉത്തരം പോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് മുകളിൽ കിടക്കുന്നത്. ഹി ടോൾഡ് മീ ദാറ്റ് ഹി ഡാഷ് ബൈ ദാറ്റ്. അപ്പൊ എന്ത് വരും? അവിടെ ഉത്തരം കിടപ്പുണ്ടല്ലേ. വാസ് ഡിസപ്പോയിന്റ്. എന്തുകൊണ്ട് വാസ് വന്നു? എന്തുകൊണ്ട് വാസ് വന്നു? അതെ, ഈ ടോൾഡ് എന്താണ്? അതെ, ടോൾഡ് പാസ്റ്റ് ആണ്. ഇത് അവൻ എന്നോട് പറഞ്ഞായിരുന്നു എന്ത്, അവൻ ഡിസപ്പോയിന്റഡ് ആയിപ്പോയി, അവൻ അത് നടന്ന കാര്യം അവൻ എന്നോട് പറഞ്ഞത്. അപ്പൊ അതെന്താ, കഴിഞ്ഞ കാര്യം. അതുകൊണ്ടാണ് ഇവിടെ വാസ് എടുത്തത്. ഈസും ഹാസും ഇതെല്ലാം തന്നെ എന്താണ്, ഈസ് ഡിസപ്പോയിന്റിംഗ് എന്ന് വെച്ചാൽ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുക. അപ്പൊ അതല്ല. അല്ലെങ്കിൽ ഈസ് വന്നാൽ തന്നെ എന്താണ്, ഈ ടോൾഡ് വന്നുകൊണ്ട് അതിന് പ്രസക്തി ഇല്ല. പിന്നെ ഹാസിനും പറ്റത്തില്ല. ഹാസ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്താ, പ്രസന്റിൽ തന്നെ ഉപയോഗിക്കുന്നത്. വാസ് നമ്മൾ സിമ്പിൾ പാസ്റ്റിനാണ് ഉപയോഗിക്കുന്നത്. ഹാസ് ആണെന്നുണ്ടെങ്കിൽ ആ പ്രസന്റ് പെർഫെക്റ്റിനാണ് നമ്മൾ ഹാസ് ഉപയോഗിക്കുന്നത്. ഈസ് സിമ്പിൾ പ്രസന്റിനും, ഈസ് പിന്നെ ING വരുമ്പോൾ പ്രസന്റ് കണ്ടിന്യൂസ്. ഇത് പ്രസന്റുമായിട്ട് യാതൊരു വിധ ബന്ധവുമില്ല, പാസ്റ്റുമായിട്ടുള്ള. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഈസിനെ ഇവരെല്ലാം ഇഗ്നോർ ചെയ്യും, ഇവരെല്ലാം പ്രസന്റുകാരൻ. ഇവിടെ വാസ് മാത്രമേ ഉള്ളൂ ഒരു പാസ്റ്റുകാരൻ. അപ്പൊ എന്താണ്, വാസിനെ എടുക്കുക. ഹി ടോൾഡ് മീ ദാറ്റ് ഹി വാസ് ഡിസപ്പോയിന്റഡ് ബൈ ദാറ്റ്. ഇവിടെ ടോൾഡ് ഉള്ളതുകൊണ്ട്, ടോൾഡ് ടെല്ലിന്റെ V2 ഫോം ആണ്, അതുകൊണ്ട് തന്നെ ഇത് കഴിഞ്ഞ കാര്യമാണ്. ഹി വാസ് ഡിസപ്പോയിന്റഡ് ബൈ ദാറ്റ്. The policeman asked where dash. Where I am going, where I was going, where was I going, where am I going. ഇവിടെയും നമുക്ക് നേരത്തെ ഒരു സംഭവത്തിന്റെ ആവശ്യമുണ്ട്, പ്ലസ് വേറൊരു കാര്യവും കൂടി ഇവിടെ നമുക്ക് അറിയാനുണ്ട്. എന്തായിരിക്കും ഉത്തരം വരുന്നത്? വേർ ആം ഐ ഗോയിങ്, പിന്നെ വേർ വാസ് ഐ ഗോയിങ്. ഓക്കെ, നമുക്ക് ഉത്തരം നോക്കാം. ഇതിൽ മെജോറിറ്റി തന്ന ഉത്തരവല്ല. ഓക്കെ, ഇതൊരു ഇമ്പോർട്ടന്റ് റൂളാണ്, തെറ്റിപ്പോവാൻ വളരെ വളരെ ചാൻസ് ഉള്ളതാണ്. ഇത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. നമ്മളിപ്പോ കണ്ടത് ഒരു ക്വസ്റ്റ്യനാ. ഇയാള് ഇവിടെ ഒരു ക്വസ്റ്റ്യനെ റിപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഒരു പോലീസുകാരൻ ഒരാൾ നടന്നു പോയപ്പോ ചോദിച്ചു നിങ്ങൾ അങ്ങോട്ട് പോകുന്നു. ഇത് കേട്ട് നിന്ന് ഞാൻ വേറൊരാളോട് എന്ന് പറയുക.
അപ്പൊ അത് കഴിഞ്ഞു പോയ കാര്യമോ. അപ്പൊ എന്തായാലും എന്ത് വരില്ല, ആം വരില്ല. ആം എന്താണ്? പ്രസന്റ് ആണ്. ഐയുടെ കൂടെ വരുന്ന പ്രസന്റ് ആണ്. ഐയുടെ കൂടെ ഈസോ ആറോ ചേർക്കത്തില്ല. ഐ ഈ ശ്രുതി എന്ന് പറയത്തില്ല. ഐ ആർ ശ്രുതി എന്നും പറയത്തില്ല. ഐ ആം ശ്രുതി എന്നേ പറയത്തുള്ളൂ. അപ്പൊ ഐയുടെ കൂടെ എപ്പോഴും ആമേ വരത്തുള്ളൂ. ഐക്ക് ആമിനെ തന്നെ വേണം കൂടെ, പ്രസന്റ് ആണെങ്കിൽ മാത്രം. ഓക്കെ, ഇല്ലെങ്കിൽ വാസ. ഓക്കെ, ഐ വാസ് ഗോയിങ്, ഞാൻ പോകുമായിരുന്നു എന്നല്ല, അത് പാസ്റ്റ് കാണിക്കുന്നു. അവിടെ ആം വരത്തില്ല. ആമിനൊരു പാസ്റ്റ് ഫോം ഇല്ല. ഓക്കെ, ഇവിടെ വേറെ ഒരു റിലേറ്റീവ് പ്രൊണൗൺ ആയിട്ടാണോ കൊടുത്തിരിക്കുന്നത്? റിലേറ്റീവ് പ്രോണോൺ അല്ല, അതിന്റെ കാര്യമൊന്നും ഇവിടെ വരുന്നില്ല. ഇവിടെ കണ്ടോ, ആസ്കഡ് കണ്ടോ? നമ്മൾ നേരത്തെ ടോൾഡ് കണ്ടില്ലേ, പാസ്റ്റ് അല്ലായിരുന്നോ? അപ്പൊ എങ്ങനെ വന്നാലും ആം വരത്തില്ല. ഈസോ ആറോ പിന്നെന്താ ആമോ ഹാസോ ഹാവോ ഇവിടെ വരാനുള്ള സ്കോപ്പ് ഇല്ല. കാര്യം ഇവിടെ ആസ്ക്ഡാ കിടക്കുന്നത്. അപ്പൊ പാസ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ വേറിന്റെ അർത്ഥം, വേറിന്റെ മീനിങ് എന്താ വരുന്നത്? ഞാൻ എവിടേക്ക് പോവാണെന്നോ? അല്ല, ഒരു പോലീസുകാരൻ, പോലീസ്മാൻ ആസ്റ്റ് വെയർ, ഞാൻ എവിടേക്ക് പോകുമായിരുന്നു എന്ന് ചോദിച്ചു. അപ്പൊ ഇത് ഞാൻ പിന്നെ ഒരാളോട് പറയുക. അയാള് ചോദിക്കുമ്പോൾ ഇത് സത്യത്തിൽ നമ്മൾ കഥയൊക്കെ പഠിക്കുമ്പോൾ നമ്മുടെ ഡബിൾ കോട്ടിന്റെ അകത്ത് എഴുതത്തില്ലേ, ഒരു പോലീസുകാരൻ ജീപ്പിൽ വരുന്നു, ഒരാൾ നടന്നു പോകുന്നു, അപ്പത്തേക്ക് എന്താ, എവിടോട്ട് പോവാ, താൻ എവിടോട്ട് പോവാടോ എന്ന് ചോദിക്കുവാണെങ്കിൽ അത് വേറെ. പക്ഷെ അത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിനൊരു കുഞ്ഞു മാറ്റം വരും. അതാണ് നമ്മൾ പഠിക്കേണ്ടത്. അതാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ടാണ് എന്ത് വാസ് ഐ, അല്ലെ ഐ വാസ് ഗോയിങ് എന്ന്. ഞാൻ എവിടോട്ട് പോകുന്നതാ, എവിടോട്ട് പോകുന്നു. പക്ഷെ ഞാനത് വേറൊരാളോട് ചെന്ന് പറയുമ്പോ അങ്ങനാണോ? എന്നോട് ചോദിച്ചു ഞാൻ എവിടോട്ട് പോകുന്നു എന്നുള്ള രീതിയിൽ. മലയാളത്തിൽ വരുമ്പോ നമുക്ക് ബുദ്ധിമുട്ടാവും. കാര്യം മലയാളത്തിൽ നമ്മളെല്ലാം ഒരുപോലെ പറയുന്നത്. പക്ഷെ ഇംഗ്ലീഷിലോട്ട് വരുമ്പോഴത്തേക്കും ഈ പറഞ്ഞ റൂൾസ് കാരണം ചേഞ്ച് വരും. മലയാളത്തിൽ നമ്മൾ ഈ പറഞ്ഞ ഞാൻ വേറൊരാളോട് പോയി പറയുമ്പോഴും അങ്ങനെ തന്നെ വരത്തുള്ളൂ. പക്ഷെ ഇംഗ്ലീഷിൽ വരുമ്പോഴത്തേക്കാണ് ഈ റൂൾ കാരണം ചേഞ്ച് വരുന്നത്. ഞാൻ എങ്ങോട്ട് പോകുന്നെന്ന് അയാൾ ചോദിച്ചെന്നോട് എന്നായിരിക്കും നമ്മൾ മലയാളത്തിൽ പറയുന്നത്. ഇത് തന്നെ താൻ എങ്ങോട്ട് പോണടോ, ആ ഒരു ചെറിയ വ്യത്യാസം ഇല്ലേ, അത് തന്നെ. ഞാൻ എങ്ങോട്ട് പോകുന്നെന്ന് ചോദിച്ചു, അവിടെ അയാൾ ചോദിക്കുമ്പോ താൻ എങ്ങോട്ട് പോണടോ, ഞാനത് പറയുമ്പോ ഞാൻ എങ്ങോട്ട് പോണെന്ന് ചോദിച്ചു. ആ ഒരു ഡിഫറൻസ് ഇവിടെ കണ്ടു. അതുകൊണ്ടാണ് ഇവിടെ ഐ വാസ് ഗോയിങ്. ഇപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ മാർക്കിൽ എൻഡ് ചെയ്യുന്ന ഒരു ഇതാണെന്നിരിക്കട്ടെ. ഓക്കെ, അപ്പൊ അവിടെ എന്താണ്, ഓക്സിലറി വെർബ് പ്ലസ് സബ്ജക്റ്റ് ആയിരിക്കും വരുന്നത്. ഇതിപ്പോ ക്വസ്റ്റ്യൻ മാർക്കിൽ എൻഡ് ചെയ്യുമായിരുന്നു എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വരും, വാസ് ഐ വരും. ഓക്സിലറി വെർബ് ഈ വാസ് ആം ഒക്കെയാണ് ഓക്സിലറി വെർബ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ടായിരിക്കും സബ്ജക്റ്റ് വരുന്നത്. ക്വസ്റ്റ്യൻ മാർക്കിൽ എൻഡ് ചെയ്യുവാണ്. നേരെ കുറച്ച് ഫുൾ സ്റ്റോപ്പ് ഇതിന്റെ എന്താ പറയണ്ടേ, പോലീസുകാരൻ ചോദിക്കുന്നത് എന്തുമായിരിക്കും, ഇല്ലെങ്കിൽ വേർ ആർ യു ഗോയിങ് എന്നുള്ള രീതിയിലായിരിക്കും. വേർ ആർ യു ഗോയിങ് എന്നുള്ള രീതിയിൽ ചോദിക്കുമ്പോഴത്തേക്കും ഇത് പോലീസ്മാൻ ആസ്ഡ് എന്നിട്ട് അതിന് കോമ ഇട്ടിട്ട് ചോദിക്കുക. അയാൾ അന്ന് ചോദിച്ചെന്ത് വേറെ. നമ്മൾ ആദ്യം ഒരു ഡു യു നോ കണ്ടില്ലേ, നോ, അത് തിരിച്ചു വന്നപ്പോ ന്യൂ ആയില്ലേ റിപ്പോർട്ട് ചെയ്തപ്പം. കാര്യം ഇത് കഴിഞ്ഞു പോയ കാര്യം പറയുക. അപ്പൊ ഇവിടെ എന്താണ്, പോലീസുകാരൻ ചോദിക്കുവാണ് വേർ ആർ യു ഗോയിങ്. അവിടെ വേർ ആർ യു ഗോയിങ്. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് എഴുതണമെങ്കിൽ എന്താണ് പറഞ്ഞേക്കുന്നത്, ആദ്യം ഓക്സിലറി വേർ ഇവിടെ കിടന്നോട്ടെ, അത് കഴിഞ്ഞ് ആർ യു സബ്ജക്റ്റ് ഗോയിങ്. ഇങ്ങനെ ആയിരിക്കും അയാൾ ചോദിച്ചത്. ഇത് കഴിഞ്ഞു. ഇനി ഞാനിത് റിപ്പോർട്ട് ചെയ്യുമ്പോ എന്താ, കഴിഞ്ഞു പോയ കാര്യമാ. അപ്പൊ അതിന് ഒരു ക്വസ്റ്റ്യനെ റിപ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്കും, ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്ത് വരും, തിരിഞ്ഞു വരും. അപ്പൊ ഞാനിങ്ങനെ എന്റെ കൂട്ടുകാരനോടോ അല്ലെ കൂട്ടുകാരോട് പറയാണ്, ദ പോലീസ്മാൻ ആസ്ക് മീ, അയാൾ എന്നോട് ചോദിച്ചു എന്ത്, വെയർ ഐ വാസ് ഗോയിങ്. വെയർ ഉണ്ടോ, സബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി. എന്നിട്ട് ഇവിടെ എന്താ, ഫുൾ സ്റ്റോപ്പ് കുത്തിയാണ് നമ്മൾ നിർത്തുന്നത്. ഇതൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു അയാൾ ചോദിച്ചപ്പം. പക്ഷെ ഞാനിത് എന്റെ കൂട്ടുകാരനോട് പറയുമ്പോ അവനോട് ക്വസ്റ്റ്യൻ ചോദിക്കുമല്ല, ഈ ഒരു ചോദ്യമാണ് അയാൾ എന്നോട് ചോദിച്ചതെന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ അങ്ങനെ പറയുമ്പോഴത്തേക്കും എന്താ, അവനോട് ഞാൻ ചോദ്യം ചോദിക്കാത്തത് കൊണ്ട് അതൊരു ചോദ്യചിഹ്നം അല്ല, അതൊരു ഫുൾ സ്റ്റോപ്പ് എൻഡ് ചെയ്യുക. അത്യാവശ്യം നിങ്ങൾക്ക് അത് മനസ്സിലായോ? ഇതാണ് അതിന്റെ ഒരു ബേസിക് റൂള്. ഇതിപ്പം നമ്മൾ ഇവിടെ ഇത്ര മാത്രം ഫില്ല് ചെയ്താൽ മതി. അതുകൊണ്ടാണ് ഇങ്ങനെ കൊടുത്തേക്കുന്നത്. അല്ലാതെ ചിലപ്പോ നമുക്ക് കേട്ടിട്ടുകാർ ചോദിക്കാം, എ പോലീസ്മാൻ ആസ്ക്ഡ് ടു എ പേഴ്സൺ എന്നിട്ടൊരു കോമ ഇട്ടിട്ട് എന്തോ ഡബിൾ ഇൻവെർട്ടറിന്റെ അടുത്ത് ചോദിക്കാം വേർ ആർ യു ഗോയിങ്. അപ്പൊ അതെന്താ, അതൊരു ഡയലോഗാ.
ഈ ഡയലോഗ് പറയാം റിപ്പോർട്ട് ദിസ് ഡയലോഗ്, ഇല്ലെങ്കിൽ ഇതിനെ ഒന്ന് റിപ്പോർട്ട് ചെയ്യുക എന്ന് നമ്മളോട് ചോദിച്ചു. എന്നിട്ട് കുറച്ച് ഓപ്ഷനും തന്നു. അപ്പൊ നമ്മൾ എന്തായിരിക്കും ഇത് മൊത്തം ഇങ്ങനെ പോലീസ്മാൻ ആസ്ഡ് വെയർ ഐ ആം ഗോയിങ്, ദ പോലീസ്മാൻ ആസ്ഡ് വെയർ ഐ വാസ് ഗോയിങ്, ദ പോലീസ്മാൻ ആസ്ഡ് വെയർ വാസ് ഐ ഗോയിങ്, ദ പോലീസ്മാൻ ആസ്ഡ് വെയർ ആം ഐ ഗോയിങ് എന്ന് ചോദിക്കും. അപ്പൊ ഇവിടെ ഇതൊരു ചോദ്യ ചിഹ്നത്തിലുള്ള ഇതാണ്, വെയർ ആർ യു ഗോയിങ്, നീ അങ്ങോട്ട് പോവാടാ എന്ന് അയാൾ മൺഡേ ചോദിച്ചു. ഞാൻ ട്യൂസ്ഡേ എന്റെ ഫ്രണ്ടിനെ കണ്ടപ്പോ പറയുവാണ്, എടാ അയാൾ എന്നോട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു. അപ്പൊ അത് എന്റെ കൂട്ടുകാരനോട് ചോദ്യം അല്ലല്ലോ, അവനോടൊരു കാര്യമല്ലേ പറയുന്നത്, അതൊരു സ്റ്റേറ്റ്മെന്റ് അല്ലേ ഇങ്ങനെ നടന്നത്. അപ്പോഴത്തേക്ക് ഞാൻ എന്തെടുക്കണം, ഈ കിടക്കുന്ന ക്വസ്റ്റ്യൻ ആവുമ്പോ സാധാരണ ഒരു ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് യുവർ നെയിം, വാട്ട് ഈസ് യുവർ നെയിം, വാട്ട് ഈസ് ഓക്സിലറി വെർബ് യുവർ, യു അവിടുത്തെ സബ്ജക്ട് യുവർ നെയിം. ഇത് റിപ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്കും എന്താണ്, വാട്ട് മൈ നെയിം ഈസ് എന്നുള്ള രീതിയിൽ വരും. ഓക്കെ, അവിടെ സബ്ജക്റ്റ് ആദ്യം വരും, പിന്നെ വെർബ് ഇവിടെയും വരും. ഓക്കെ, വാട്ട് മൈ നെയിം ഈസ്, നെയിം ഒരു വെർബ് അല്ല, അതൊരു ഇത് നൗൺ ആണ്. അതുകൊണ്ടാണ് അതിന് അവിടെ സബ്ജക്റ്റിന്റെ അവിടെ വാട്ട് മൈ നെയിം ഈസ് എന്നുള്ള രീതിയിൽ വന്നേക്കുന്നത്. ഓക്കെ, സോ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അങ്ങനെ വരും. ഇവിടെ അത് തന്നെ, ഐ വാസ് ഗോയിങ്. ഓക്കെ, കുറച്ച് കൺഫ്യൂസിങ് ആണ്. ക്വസ്റ്റ്യന് വരുമ്പോഴത്തേക്കും ഇത് ക്വസ്റ്റ്യൻ ആയിരുന്നപ്പോ ഇത് ക്വസ്റ്റ്യന് വരുമ്പോ വേർ ആർ യു ഗോയിങ് പ്രസന്റ് ആയിരുന്നു. തിരിച്ചു വന്നപ്പോഴത്തേക്കും എന്താണ്, ഐ വാസ് ഗോയിങ്. അത് നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ സബ്ജക്റ്റ് ആദ്യം വന്നു ഐ, ഓക്സിലറി വാസ്, പിന്നെ വെർബ് ഗോയിങ്. ക്ലിയർ ആയി? ഇച്ചിരി കൺഫ്യൂസിങ് ആണത്. ഞാൻ ഒന്നുകൂടെ പറയാം. ഇതിപ്പോ ക്വസ്റ്റ്യൻ ഇതല്ലാന്നിരിക്കട്ടെ, ക്വസ്റ്റ്യൻ കിടക്കുവാണ്. പോലീസ്മാൻ ആസ്ഡ് വെയർ ആർ യു ഗോയിങ്. തിങ്കളാഴ്ച ഞാൻ അതിൽ നടന്നു പോയി പോലീസ്മാനോട് ചോദിച്ചു എവിടെ പോകുന്നു. ഇത് ട്യൂസ്ഡേ ഞാൻ ഫ്രണ്ടിനെ കണ്ടപ്പോ അവനോട് പറയുവാണ്, അത് കഴിഞ്ഞു പോയി, ഇന്നലത്തെ കാര്യമല്ലേ. അത് പോലീസ്മാൻ ആസ്ഡ് മീ, ഇല്ലെങ്കിൽ ആസ്ക് ചെയ്തു, വെയർ ഐ വാസ് ഗോയിങ്, ഞാൻ എങ്ങോട്ട് പോകുമായിരുന്നു എന്ന് അയാൾ എന്നോട് ചോദിച്ചു എന്നൊരു കാര്യമാണ് ഞാൻ അവനോട് പറയുന്നത്. പക്ഷെ അയാൾ എന്നോട് ചോദിച്ചത് ഒരു ചോദ്യമാണ്. ചോദ്യം ആകുമ്പോഴത്തേക്കും എപ്പോഴും എങ്ങനെ, വെയർ ആർ, വെയർ കഴിഞ്ഞിട്ട് ഓക്സിലറി കഴിഞ്ഞിട്ട് സബ്ജക്റ്റ്, അങ്ങനാണ് വരുന്നത്. ഓക്സിലറി കഴിഞ്ഞിട്ട് സബ്ജക്റ്റ്. പക്ഷെ അത് റിപ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്കോ സബ്ജക്റ്റ് കണ്ടോ, ഐ വാസ് ഗോയിങ്, വെയർ ഐ ഓക്സിലറി വാസ് ഗോയിങ്, ഗോയിങ് അവിടെ തന്നെ കിടന്നോട്ടെ, വിഷയമില്ല. പക്ഷെ അല്ലാതെ ഓക്സിലറി സബ്ജക്റ്റും അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. ക്വസ്റ്റ്യന് വരുമ്പോൾ ഓക്സിലറി പ്ലസ് സബ്ജക്റ്റ് ആയിട്ടായിരിക്കും കിടക്കുന്നത്, അത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ സബ്ജക്ട് പ്ലസ് ഓക്സിലറി ആകും. പിന്നെന്താണ്, ഇതും മാറും. ഇവിടെ ആറായിരുന്നു, യു ആയിരുന്നോണ്ട് അവിടെ 6 വന്നു കേട്ടോ. ഇനി ഐയുടെ കാര്യം ചോദിക്കില്ല. കാര്യം എന്താന്ന് വെച്ചാ അയാൾ എന്നോട് ചോദിക്കുമ്പോ താൻ എങ്ങോട്ട് പോകണോ, ആ താനല്ലേ. ഇപ്പൊ യു അതിന്റെ കൂടെ 6 വരത്തുള്ളൂ, ആം വരത്തില്ല. പക്ഷെ ഞാൻ കൂട്ടുകാരനോട് പറയുമ്പോ അയാൾ എന്നോട് ചോദിച്ചില്ല ഞാൻ എങ്ങോട്ട് പോകുന്നു. അപ്പൊ ഞാൻ പറയുമ്പോ എന്ത് വരും, ആം വരണം. പക്ഷെ ഇത് കഴിഞ്ഞു പോയത് കൊണ്ട് വാസ് ഇടും. കാര്യം ആമിന് പാസ്റ്റ് ഫോം ഇല്ല. ഐക്ക് പ്രസന്റ് മാത്രമേ ആം കൂടെ വേണമെന്നുള്ളൂ. ഇല്ലെങ്കിൽ നമ്മുടെ ഹീയും ഷീനെയൊക്കെ പോലൊക്കെ തന്നെ വാസ് മതി. പ്രസന്റ് നിൽക്കുമ്പോൾ മാത്രം ആം കൂടെ വേണം എന്നുള്ളൂ. നമ്മൾ പേരെന്നും നമ്മുടെ പേര് അങ്ങനല്ലേ പ്രസന്റ്. അതുകൊണ്ട് ഐ ആം ശ്രുതി എന്ന് എപ്പോഴും പറയുന്ന കാര്യം എന്താ, എന്നും എന്റെ പേര് അതാ, ഇന്നും നാളെയും ഒക്കെ അത് തന്നെ. പക്ഷെ ഐ ആം ഗോയിങ്, ഞാൻ പൊക്കോണ്ടിരിക്കുവാണ്. ഇത് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ ഐ ഹാവ് ഗോൺ, അല്ലെ ഐ ഹാഡ് ഗോൺ, ഞാൻ പോയായിരുന്നു എന്നായിരിക്കും നമ്മൾ പറയുന്നത്. ഓക്കെ, ഇല്ലെങ്കിൽ ആ സമയം ഐ വാസ് ഗോയിങ്, യെസ്റ്റർഡേ ഐ വാസ് ഗോയിങ് ടു ഹോസ്പിറ്റൽ, ഈ സമയത്ത് ഞാൻ പോയിക്കൊണ്ടിരിക്കുവായിരുന്നു ഇന്നലെ, അതുകൊണ്ട് അവിടെ വാസ് വന്നു. ഇത് ടെൻസിന്റെ ഒരു കളിയാ. നിങ്ങക്ക് ക്ലിയർ ആയോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കൂ, നമുക്ക് ക്ലാരിഫൈ ചെയ്യാൻ നോക്കാം. ഞാൻ ഒരു കാര്യം പറയാം, അതും കൂടെ നിങ്ങൾ എഴുതിയെടുത്തോ. മേ ബി അതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരുന്നത്. ഐ, ഹീ, ഷീ പ്രസന്റ് ഇന്ന് നടക്കുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ നമ്മൾ സിമ്പിൾ പ്രസന്റിൽ ഐയുടെ കൂടെ ആം, ഹീയും ഷീയും ഇറ്റിന്റെയും കൂടെ ഈസ് ആയിരിക്കും ആഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി യു, വി, ദേ
ഇവര് പ്ലൂറലാണ്. യു പ്ലൂറൽ അങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ, നീ എന്നുള്ളതിനെല്ലാം നമ്മൾ യു ആ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് യുവിന്റെ കൂടെ പ്ലൂറൽ യു, വി, ദേ, അതിന്റെ കൂടെ പ്രസന്റിൽ ഇപ്പം നടക്കുന്ന കാര്യമാണെങ്കിൽ, ഇല്ലെങ്കിൽ ഇന്ന് തന്നെ നടന്നിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ അതിന്റെ കൂടെ നമ്മൾ എന്താ ആറ് ആഡ് ചെയ്യും. ഓക്കെ, ഇതെല്ലാം പ്രസന്റിൽ കിടക്കുക, ഇന്ന് നടന്ന വർത്തമാന കാലത്ത് നടന്ന കാര്യങ്ങളാണ്. ഇനി ഇത് പാസ്റ്റിലോട്ട് വരുക, ഇത് കഴിഞ്ഞു. ഇപ്പൊ ഈ പറഞ്ഞ ആസ്ക്ഡ്, ടോൾഡ് ഇവരുടെയൊക്കെ കൂടെ നമുക്ക് ചേർക്കേണ്ട കഴിഞ്ഞു പോയ കാര്യങ്ങളാ. അപ്പൊ അതിന്റെ കൂടെ എങ്ങനെ അവിടെ വരുമ്പത്തേക്കും ആമിനൊരു പാസ്റ്റ് ഫോം ഇല്ല. അതുകൊണ്ട് തന്നെ ഐ, ഹീ, ഷീ, ഇറ്റ് ഇതിന്റെ എല്ലാത്തിന്റെയും കൂടെ സിമ്പിൾ പാസ്റ്റിൽ നമ്മൾ പാസ് ആയിരിക്കും ചേർക്കുന്നത്. WAS പാസ് ആയിരിക്കും ചേർക്കുന്നത്. അവിടെ രണ്ട് ഓപ്ഷനേ ഉള്ളൂ നമുക്ക് സിമ്പിൾ പാസ്റ്റില്, പാസും വെയറും. പറഞ്ഞ ഐ, പിന്നെന്താ ഹീ, ഷീ, ഇറ്റ് ഇവരുടെ കൂടെ നമ്മൾ വാസ് ചേർത്തു. ഇനി അടുത്ത യു, വി, ദേ അവർക്ക് നമ്മൾ പ്രസന്റിൽ ആറിട്ട് കൊടുത്തവരാ. അവര് പാസ്റ്റിലോട്ട് വരുമ്പോ വെയർ ഇടും, WERE വെയർ. എന്ന് വെച്ചാൽ ഒരിക്കലും നേരത്തെ പറഞ്ഞ പോലെ ഐയുടെ കൂടെ പ്രസന്റിൽ ആമേ വരൂ, ഇല്ലെങ്കിൽ ഐയുടെ കൂടെ പാസ്റ്റില് വാസ് ആയിരിക്കും വരുന്നത്. ഓക്കെ, ഹാവും ഹാവിടെ നമുക്ക് ഇച്ചിരി കഴിഞ്ഞ് നോക്കാം. ഇപ്പം ഇത് ബേസ് ആയിട്ടുള്ള സിമ്പിൾ പ്രസന്റ് സിമ്പിൾ പാസ്റ്റിന്റെയും കാര്യം പറയുന്നത്. പിന്നുള്ളത് എന്താ ഈ പറഞ്ഞിട്ടുള്ള ഈസും ആറും. ഐക്ക് മാത്രമേ ഉള്ളൂ അവിടെ ഒരു ആം വേണം എന്നൊരു നിർബന്ധം പ്രസന്റില്. പാസ്റ്റിലോട്ട് വരുമ്പോ ഐക്ക് ആ നിർബന്ധമൊക്കെ പോവും, വാസ് തന്നെ മതി. ഒറ്റ ആളാ ഐ എന്ന് വെച്ചാൽ ഒറ്റ. ഹി ഒരു അവൻ ഒരാള്, ഷീ ഒരു പെൺകുട്ടി അവൾ, പിന്നെന്താണ് ഇറ്റ് അത് ഒന്നാവാം. അപ്പൊ അതിനെന്താണ് അതെന്നൊക്കെ പറയുമ്പോ ഒരു വസ്തുവിനെ അല്ലേ. അപ്പൊ അതെന്താണ് അതിന്റെയൊക്കെ കൂടെ നമ്മള് പ്രസന്റില് ഈസ്, ഐയുടെ കൂടെ മാത്രം ആം, പാസ്റ്റിലോട്ട് വരുമ്പത്തേക്കും വാസ് ഉപയോഗിക്കും. ഓക്കെ, ഐ വാസ് എന്ന് വരാം, ഐ ആം എന്ന് വരാം. ഐ വാസ് എപ്പോഴാ പാസ്റ്റ് ആണെങ്കിൽ മാത്രമേ വരത്തുള്ളൂ. കഴിഞ്ഞു പോയ കാര്യമാണെങ്കിൽ മാത്രമേ നമ്മൾ ഐ വാസ് ഗോയിങ് ടു ന്യൂഡൽഹി യെസ്റ്റർഡേ, ഞാൻ ഇന്നലെ ന്യൂഡൽഹിയിലോട്ട് പൊക്കൊണ്ടിരിക്കുവായിരുന്നു. ഐ ആം ഗോയിങ് ടു ന്യൂഡൽഹി ടുഡേ, അല്ലെങ്കിൽ ഐ ആം ഗോയിങ് ടു ന്യൂഡൽഹി എന്ന് ഞാൻ ഇപ്പൊ പറയുമ്പോ എന്താണ് ഞാൻ പൊക്കൊണ്ടിരിക്കുക, അതുകൊണ്ടാണ് ആം ആഡ് ചെയ്തത്. ഷീ ഈസ് ഡാൻസിങ് വെൽ, അവൾ നല്ലോണം കളിക്കുന്നു. ഷീ വാസ് ഡാൻസിങ് വെൽ, ഇന്നത്തെ ഏതെങ്കിലും പ്രോഗ്രാം അവൾ നല്ലോണം കളിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, എന്താ ഹീസ് എന്താ പ്ലേയിങ് നൈസ്ലി, അവൻ ഇപ്പൊ നല്ലോണം കളിക്കുന്നു അല്ലെ എന്തെങ്കിലും. ഓക്കെ, പിന്നെന്താണ് ഹി വാസ് പ്ലേയിങ് നൈസ്ലി, അവൻ ഇന്നലത്തെ മാച്ചിൽ അല്ലെങ്കിൽ യെസ്റ്റർഡേ ഇൻ ദ മാച്ച് എന്ന് പറയുമ്പോഴത്തേക്കും യെസ്റ്റർഡേ അവൻ നല്ലോണം കളിക്കുന്നു. ഈ വാസ് യൂസ് മനസ്സിലാക്കി നമുക്ക് സെന്റൻസ് രീതിയിൽ മനസ്സിലായി. യെസ്റ്റർഡേ ഒക്കെ വരുവാണെങ്കിൽ എന്താ കഴിഞ്ഞു പോയ കാര്യമാണ്. ഓക്കെ, അപ്പൊ അത് അങ്ങനെ ആയിരിക്കും വരുന്നത്. ക്ലിയർ ആയേ? പിന്നെ ഇപ്പം എന്താ വിയുടെ കൂടെ ഒന്നും ഒരിക്കലും നേരത്തെ പറഞ്ഞല്ലോ, വിയുടെ കൂടെ ഒന്നും ഒരിക്കലും ഈസ് വരത്തില്ല, ആറേ വരത്തുള്ളൂ. ഇനി പാസ്റ്റിലാണെങ്കിലോ വെയർ ആയിരിക്കും വരുന്നത്. വി ആർ ഫ്രണ്ട്സ്. ഇനി വഴക്കിട്ടു പിരിഞ്ഞു കുറെ വർഷം കഴിയുമ്പോ എന്ത് പറയും? വി വെയർ ഫ്രണ്ട്സ്, ഞങ്ങൾ കൂട്ടുകാരായിരുന്നു, ഇപ്പൊ അല്ല. ഓക്കെ, പിന്നെന്താ യു ആർ മൈ ഫ്രണ്ട്, നീ എന്റെ സുഹൃത്താണ്. ഇനി അവിടെ വഴക്കിട്ടു പിരിഞ്ഞു കുറെ വർഷം കഴിയുമ്പോഴത്തേക്കും വേറെ ആളോട് പറയാം, അല്ലെങ്കിൽ കാണുമ്പോൾ പറയാം യു വെയർ മൈ ഫ്രണ്ട്, നീ എന്റെ കൂട്ടുകാരനായിരുന്നു പക്ഷെ ഇപ്പോൾ അല്ല. ഓക്കെ, പിന്നെന്താണ് ഈ പറഞ്ഞല്ലോ ദേ ആർ ഫ്രണ്ട്സ്. ഇപ്പൊ നമ്മുടെ സ്റ്റുഡൻസ് പോവാണ്, അപ്പൊ നമ്മൾ പറയാം ദേ ആർ ഫ്രണ്ട്സ്, അവര് കൂട്ടുകാരാണ്. ഇനി അവരും പിരിഞ്ഞു, അപ്പൊ നമ്മൾ എന്ത് പറയും? ദേ വെയർ ഫ്രണ്ട്സ്, അവർ ആയിരുന്നു. അവർ ദേയുടെ കൂടെയും യുവിന്റെ കൂടെയും വിന്റെ കൂടെയും എന്തുവാ വാസ് വരത്തില്ല, പാസ്റ്റില് വേറെ വരത്തുള്ളൂ, പ്രസന്റിലോ ആറേ വരത്തുള്ളൂ. ഓക്കെ, അങ്ങനെ നമുക്ക് അതാണ് ഇംഗ്ലീഷിന്റെ റൂള്, അങ്ങനെ നമ്മൾ എഴുതത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മുടെ ഈ പറഞ്ഞ ടെൻസ് നമുക്ക് വളരെ ആവശ്യമുണ്ട് റിപ്പോർട്ടഡ് സ്പീച്ചിൽ. ടെൻസ് പക്ഷെ കുറെ ഉണ്ട്, അത് ഭയങ്കര കുറെ റൂൾസ് വരുന്ന ഒരു ഏരിയ ആണ്. ഒരു ദിവസം കൊണ്ട് നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ അങ്ങനെ പറ്റത്തില്ല, എങ്കിലും നമുക്ക് നോക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻസ് ടെൻസിന്റെയും വരുന്നുണ്ട്, നമുക്കപ്പൊ പറ്റുന്ന പോലെ ഡിസ്കസ്. ഇതൊരു ബേസ് കാര്യം കേട്ടോ, ഇത് നമുക്ക് ഈ പറഞ്ഞ പോലെ PSCയിലും ഒക്കെ ആവശ്യമുള്ളതാ ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുള്ള സംഭവം എന്ന് പറയുന്നത്. നമുക്ക് എന്നാലേ ഒരു സെന്റൻസ് ഫ്രെയിം ആസ് ടീച്ചേഴ്സ് നമുക്ക് ചിലപ്പോൾ പിള്ളേർക്ക് നോട്ട് കൊടുക്കേണ്ടിയൊക്കെ വരുമ്പോ ഇത് നമ്മൾ അത്യാവശ്യം ശ്രദ്ധിക്കേണ്ട കാര്യം. വെച്ചാൽ കാലത്തിന് കളി, ഇപ്പൊ നടന്നയാണോ പിന്നെ നടന്നയാണോ, ഇനി നടക്കാൻ പോണ കാര്യത്തിനോ വില്ലും ഷാലും ഒക്കെ ആയിരിക്കും. ദേ വിൽ ഡു ഇറ്റ്, അവർ ചെയ്യും ടീച്ചറെ നമ്മൾ പറയുമ്പോഴത്തേക്ക് ദേ വിൽ ഡു ഇറ്റ് മിസ്, അവരെ ചെയ്യും എന്നുള്ള രീതിയിൽ പറയും.
ഇല്ലെങ്കിൽ എന്താ ദേ ഷാൽ ഡു ഇറ്റ്, അവർ ചെയ്യാം. പക്ഷെ വില്ലും ഷാല് കുറച്ചും കൂടെ ഒരു ഡൗട്ട്ഫുൾ ആണ്. വില്ല് കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് അവരത് ചെയ്തിരിക്കും, അവരത് ചെയ്യും എന്നുള്ള രീതി. നമ്മൾ ചെയ്തില്ല, ചെയ്യാൻ പോണേ ഉള്ളൂ, നമ്മൾ അവരത് ചെയ്യും എന്ന് പറയുന്നതാണ് ഫ്യൂച്ചർ, നടക്കാൻ പോണ കാര്യം. അതുകൊണ്ട് വില്ല് ആഡ് ചെയ്യും. ഓക്കെ, വില്ലിന് ഈ പറഞ്ഞ ഐ വിൽ ഡു ഇറ്റ്, ഹി വിൽ ഡു ഇറ്റ്, ഷീ വിൽ ഡു ഇറ്റ്, യു വിൽ ഡു ഇറ്റ്, വി വിൽ ഡു ഇറ്റ്, ദേ വിൽ ഡു ഇറ്റ്. വില്ലിന് അങ്ങനെ പ്രശ്നമൊന്നുമില്ല, എല്ലാവരുടെയും കൂടെ പൊക്കോളും. ഓക്കെ, അവിടെ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ അത് ഇതെന്നും പറഞ്ഞ് മാറ്റി മാറ്റി പഠിക്കേണ്ട ആവശ്യമില്ല. ചിലവർക്ക് അങ്ങനത്തെ റൂളാണ്, സിൻടാക്സ് അങ്ങനെയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. സിൻടാക്സ് ഓക്കെ. ഇംഗ്ലീഷിലെ സ്ട്രക്ചർ അത് അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അപ്പൊ എന്താ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ഈ പറഞ്ഞ പോലെ വേർ ആർ യു ഗോയിങ് എന്നായിരിക്കും. അപ്പൊ അയാളെ താനെന്നുള്ള രീതി, ആ യു അതുകൊണ്ടാണ് അവിടെ ആറ് വന്നത്. പക്ഷെ നമ്മൾ പറയുമ്പം ഞാൻ എന്നോട് ചോദിച്ചടാ, എന്നോട്, അപ്പൊ എന്താ ഐ വാസ് ഗോയിങ്, ഞാൻ എങ്ങോട്ട് പോകണം എന്ന് അയാൾ എന്നോട് ചോദിച്ചു എന്ന് പറയുമ്പോഴത്തേക്കും വേർ ഐ വാസ്. പിന്നെ ഇവിടുത്തെ ഒരു ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്, ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഓക്സിലറി കഴിഞ്ഞിട്ട് വാട്ട് ഈസ് യുവർ നെയിം, ഈസ് കഴിഞ്ഞിട്ടേ യു ഇല്ല യുവർ വരുന്നുള്ളൂ. പക്ഷെ ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കും തിരിച്ച് he asked me, ഇല്ല ഒരാൾ ചോദിച്ചു, അല്ലെങ്കിൽ ടീച്ചർ ആസ്ഡ് ദ സ്റ്റുഡന്റ് വാട്ട് ഈസ് യുവർ നെയിം. അപ്പൊ സ്റ്റുഡന്റ് ഇത് വേറെ ഒരാളോട് പറയാണ്, ദ സ്റ്റുഡന്റ് എന്തോ സെഡ് ദാറ്റ്, എന്താ ഇല്ലേ, സ്റ്റുഡന്റ് സെഡ് ടു ഹിസ് ഫ്രണ്ട് ദാറ്റ് ടീച്ചർ ആസ്ഡ് ഹിം വാട്ട് ഹിസ് നെയിം വാസ്. വാട്ട് ഹിസ് നെയിം വാസ്, അവിടെ ഹിസ് ഇല്ലെങ്കിൽ ആ ഒരു എന്ത് വരും, ആദ്യം വരും. ഇല്ലെങ്കിൽ വാട്ട്, ഇല്ല ഞാൻ പറയുമ്പോൾ വാട്ട് മൈ നെയിം ഈസ്, വാട്ട് നെയിം ഈസ്. നെയിം പിന്നെ ഒരിക്കലും മാറുന്നില്ല, അതുകൊണ്ട് അവിടെ വാസ് വരത്തില്ല. ഞാൻ മൂന്നാമതൊരാളോട് ഇല്ല പറഞ്ഞ എന്റെ കാര്യമല്ല, എന്നിട്ട് ഞാൻ കേട്ട് നിന്നിട്ട് വേറൊരാളോട് പറയുമ്പോഴാണ് അവിടെ വാസ് വരുന്നത്. ഞാൻ തന്നെയാണ് പറയുന്നതെങ്കിൽ ഈസ് ആയിരിക്കും. എന്റെ പേര് എന്തുവാന്ന് അവരെന്നോട് ചോദിച്ചു. പക്ഷെ അത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഇവിടെ മൈ നെയിം ഈസ് എന്നുള്ള രീതി വരും. ഓക്കെ, കാര്യം നെയിം എപ്പോഴും അങ്ങനെ തന്നെ നിൽക്കും, അത് പ്രസന്റിലുള്ള കാര്യം മാറുന്നില്ല, നമ്മുടെ പേര് അത് തന്നെയല്ലേ, അതൊരിക്കലും ഈ പറഞ്ഞ പാസ്റ്റ് കയറി വരത്തില്ല, അതുകൊണ്ട് അവിടെ ഈസ് തന്നെ വരും. പക്ഷെ ഇവിടെ വാസ് വന്നത് ഞാൻ പോയി കഴിഞ്ഞ കാര്യം, അല്ലെ ഞാൻ പോകുന്ന സമയത്ത് അയാൾ ചോദിച്ചു, അത് കഴിഞ്ഞൊരു കാര്യം, അതുകൊണ്ടാണ് അവിടെ വാസ് വന്നത്. പിന്നെ ഇതാണ് സംഭവം, ക്വസ്റ്റ്യൻ മാർക്കിൽ എൻഡ് ചെയ്യുവാണെങ്കിൽ ആദ്യം ഓക്സിലറി പ്ലസ് സബ്ജക്ട്, ഫുൾ സ്റ്റോപ്പിൽ ആ ക്വസ്റ്റ്യൻ മാർക്കിൽ നടന്ന കാര്യത്തിൽ നമുക്ക് റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ സബ്ജക്ട് പ്ലസ് ഓക്സിലറി. ഇച്ചിരി പാടായത് ഒന്ന് നിങ്ങൾക്ക് ഈ PPT ഒക്കെ സാറ് ഷെയർ ചെയ്യും, അപ്പൊ ഈ പറഞ്ഞ റൂളും വെച്ചൊന്ന് നോക്കിയാൽ മതി, നമ്മുടെ ക്വസ്റ്റ്യനും വെച്ചിട്ടൊന്ന് നോക്കിയാൽ മതി. അത്യാവശ്യം ക്ലിയർ ആയില്ലേ നിങ്ങക്ക്? ഓക്കെ, അതുപോലുള്ള എൻക്വയറി ചെയ്യാന്ന് വെച്ചാലും ചോദ്യം അല്ലെങ്കിൽ അന്വേഷിച്ചു, ദ മാൻ എൻക്വയർഡ് വെയർ, നേരത്തെ പോലെ തന്നെ നമ്മള് ക്വസ്റ്റ്യൻ, ഒരാള് വന്ന്, ഇപ്പൊ ഞാൻ എൻക്വയറി ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യുക, അപ്പൊ ഒരാൾ വന്ന് എന്നോട് ചോദിച്ചു, ഞാൻ ഈ കാര്യം എന്റെ ഫ്രണ്ടിനോട് പറയുക, അതാണ് റിപ്പോർട്ട് ചെയ്യാന്ന് പറയുന്നത്. അപ്പൊ റിപ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്കും എന്താണ്, നടന്നൊരു കാര്യം റിപ്പോർട്ട് ചെയ്യുന്നു, ഡയലോഗ് പറയല് റിപ്പോർട്ട് ചെയ്യുക. അപ്പത്തേക്കും എന്താണ് റൂള്, റിപ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്കും സബ്ജക്ട് പ്ലസ് ഓക്സിലറി ആണ്. അപ്പൊ എങ്ങനെയാണ്, ചോദിച്ച് കഴിഞ്ഞ കാര്യമാണ്, അപ്പൊ എന്ത് വരും, സബ്ജക്ട് പ്ലസ് ഓക്സിലറി. നിങ്ങൾ പറയുമ്പോൾ അത് ഓക്സിലറി പ്ലസ് സബ്ജക്റ്റ് ആയിപ്പോ, നമ്മൾ കണ്ടായിരുന്നു ഫുൾ സ്റ്റോപ്പിൽ എൻഡ് ചെയ്യണം റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരു ക്വസ്റ്റിന്. അപ്പൊ എന്താണ് സബ്ജക്ട് പ്ലസ് ഓക്സിലറി. വെരി ഗുഡ്, വെയർ ദ ഓഫീസ് വാസ്, അത് തന്നെ സി. ഓക്കെ, വെയർ ദ ഓഫീസ് വാസ്, വെയർ ദ ഓഫീസ് വാസ്. നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഓഫീസ് എവിടെയാണെന്നുള്ള കാര്യം അവൻ എന്നോട് അന്വേഷിച്ചു, എനിക്കറിയാം ഓഫീസ് എവിടെയാണെന്ന്, ഞാൻ പറയുന്ന എന്റെ കൂട്ടുകാരനും അറിയാം. അപ്പൊ ഇതാണ് ഈ ചോദ്യമാണ് ചോദിച്ചത് എന്നുള്ള രീതിയിലാണ് ഞാൻ പറയുന്നത്. അപ്പൊ നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ എല്ലാം ഒരുപോലെ, ഇംഗ്ലീഷിൽ പറയുമ്പോഴേ ഈ വിഷയം മാറുന്നുള്ളൂ. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതായിരിക്കും, വേർ ഈസ് ദ ഓഫീസ് എന്നായിരിക്കും അയാൾ ചോദിച്ചത്. അതിനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ വെയർ ദ ഓഫീസ് വാസ് എന്ന് വരും. കാര്യം അയാൾ ചോദിക്കുമ്പോൾ ഈ ഓഫീസ് എവിടാ, അയാൾ അപ്പൊ അത് ചോദിക്കുക, അപ്പൊ അയാൾക്ക് വേണം, അതുകൊണ്ടാണ് ഈ ഓഫീസ് എവിടാന്ന് ചോദിച്ചത്. എനിക്ക് എല്ലാം അറിയാം, ഞാൻ എന്റെ ഫ്രണ്ടിനോട് പറയുമ്പോഴത്തേക്കും എന്താണ് പറയുന്നത്, ആ ഓഫീസ് എവിടാന്നുള്ള കാര്യം മലയാളത്തിൽ പറയുമ്പോൾ ഒന്ന് തന്നെയാണ്. ഓക്കെ, നമ്മുടെ ഇംഗ്ലീഷിലോട്ട് വരുമ്പോൾ കഴിഞ്ഞു പോയത് കൊണ്ട് അവിടെ വാസ് വരും, സബ്ജക്ട് പ്ലസ് ഓക്സിലറി. ക്വസ്റ്റ്യനിലാണെങ്കിൽ ഓക്സിലറി പ്ലസ് സബ്ജക്ട്, പക്ഷെ ഈസ് ആയിരിക്കും. റിപ്പോർട്ട് ചെയ്യുമ്പോൾ ടെൻസ് മാറി, ഈസ് വാസ് ആകും.
റിപ്പോർട്ട് ചെയ്യുമ്പോൾ മാത്രം. ഇനി അടുത്തത്, ഹി ഡാഷ് സിൻസ് 2020 ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ കോമ്പറ്റീഷൻ. ഇത് വേറൊരു ഏരിയ ആണ്, റിപ്പോർട്ടർ സ്പീച്ച് അല്ല, ടെൻസി എന്നൊക്കെ വരുന്നേ. ഈ ഡാഷ് സിൻസ് 2020 തൊട്ട് എന്താണ് അവൻ, നമ്മൾ ഓപ്ഷനിൽ എന്താ പ്രിപ്പയർ കിടക്കുന്നത്, പ്രിപ്പയർ ചെയ്യുവാണ് ഇല്ല കോമ്പറ്റീഷന് വേണ്ടി. അപ്പൊ എന്താ എന്താണ് ഹി ഹാസ് ബീൻ. ഓക്കെ, ഹി ഹാസ് ബീൻ. ഇതെന്താ സംഭവം? ഹാസ് ബീൻ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയാം. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലാണ് നമ്മൾ പറയുന്നത്. എന്താണ്, അവൻ പണ്ടെങ്കോ തുടങ്ങിയതാണ്, ഇപ്പോഴും അത് നടന്നുകൊണ്ടിരിക്കുക. ഓക്കെ, അത് പ്രസന്റ് ആണ്, പക്ഷെ പണ്ട് തുടങ്ങി ഇപ്പോഴും അവനെ തുടർന്ന്. ഹി ഹാസ് ബീൻ പ്രിപ്പയറിങ്. അവൻ 2020 തൊട്ടേ ഇന്ന് ഇപ്പൊ അവനിപ്പോ നമ്മൾ വിചാരിച്ചോ എന്തെങ്കിലും ഓട്ട മത്സരമോ മറ്റോ ആണ്, അപ്പൊ അവൻ ഓടിക്കൊണ്ടിരിക്കുമ്പോ ഒരു കാണികളിൽ നിന്ന് നമ്മൾ അവൻ 2020 തൊട്ടേ അവനെ പ്രാക്ടീസ് ചെയ്തതിന്റെ അവനെ കാണാനുള്ളത് എന്ന് നമ്മൾ പറയത്തില്ലേ. അപ്പൊ അതെന്താണ്, ഹാസ് ബീൻ പ്രിപ്പയറിങ്. ഇന്നും അത് പണ്ടെങ്ങോ തുടങ്ങി ഇന്നും അത് തുടർന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് അത് ഒരിക്കലും പാസ്റ്റ് ആയി പോയില്ല. പണ്ട് തുടങ്ങിയിട്ട് ഇപ്പോഴും അത് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക, കണ്ടിന്യൂ ചെയ്യുക. അതുകൊണ്ട് നമ്മൾ അതിനെ എന്തെന്ന് പറയും, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അവനായതുകൊണ്ടാണ് ഇവിടെ ഹാസ് വന്നത്. യുവോ വിയോ ദേയോ ആയിരുന്നെങ്കിൽ ഹാവ് വന്നേനെ. കുറച്ചു പേര് ഓടുക, അല്ല അവരുടെ ഒരു ടീം എന്തെങ്കിലും ഡിബേറ്റോ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ദേ ഹാവ് ബീൻ പ്രിപ്പയറിംഗ് എന്ന് വന്നേനെ. അപ്പൊ അത് റൂളാണ്, നമ്മുടെ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്നുള്ള റൂളാണ്. ഹിയോ ഷിയോ ആണെങ്കിൽ ഹാസ്, അതിന്റെ ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ING. ING വരുമ്പോ എപ്പോഴും V1 ഉപയോഗിക്കത്തുള്ളൂ, അല്ല വാക്ക്ഡ് ING എന്ന് നമ്മൾ എഴുതത്തില്ല, വാക്ക് പ്ലസ് ING എന്ന് എഴുതത്തുള്ളൂ. V1 കൂടെ മാത്രമേ നമ്മൾ ഇനി പ്രസന്റ് കണ്ടിന്യൂസ് ആണെങ്കിലും പാസ്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിലും പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിലും പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ ഏതാണ് ഈ കണ്ടിന്യൂസ് എന്ന് വെച്ചാൽ വേറൊന്നും ഇല്ല, നടന്നുകൊണ്ടേ ഇരിക്കുന്നു. അത് കാണിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ING. തുടർന്നുകൊണ്ടേ ഇരിക്കുന്നു, ആ പ്രവൃത്തി തുടർന്നുകൊണ്ടേ ഇരിക്കുന്നു. അത് പണ്ടായിരിക്കും തുടർന്നുകൊണ്ടിരിക്കുന്നത്, പാസ്റ്റ് പണ്ട് അന്ന് ആ ദിവസം മൊത്തം അവര് റൗണ്ട് അടിച്ചുകൊണ്ടിരിക്കുവായിരുന്നു നമ്മൾ വരുമ്പോ സർക്ലിംഗ് എന്ന് പറയാം. അപ്പൊ എന്താണ് ING അവിടെ വരുന്നുണ്ട്. പിന്നെ ഇവിടെ പ്രസന്റ് ആണ്, ഇപ്പോഴും ഇന്നിപ്പോ ഇന്നും ഒരു ആ പ്രിപ്പറേഷന്റെ അവരുടെ റിസൾട്ട് അവർ ആ ചെയ്യുന്ന കാര്യം പ്രിപ്പയർ ചെയ്ത കാര്യം തുടർന്നുണ്ടെങ്കിൽ അവര് നാളത്തെ പരീക്ഷയ്ക്ക് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ അവര് 2020 തൊട്ട് അവർ പഠിക്കാൻ തുടങ്ങി, അവർ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി ഈ എക്സാമിന് വേണ്ടി എന്ന് നമ്മൾ പറയത്തില്ലേ. അപ്പൊ എന്താ, അവരായിരുന്നുവെങ്കിൽ ഹാവ് വന്നേനെ. അപ്പൊ ഇവർ അവനാണ്, അപ്പൊ ഹി ഹാസ് ബീൻ പ്രിപ്പയറിങ്. ഓക്കെ, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിന്റെ റൂളാണ് എന്താണ്, ഹാസ് ഓർ ഹാവ്. അത് നമ്മൾ സബ്ജക്ട് ഏതാന്ന് നോക്കി ഇട്ട് കൊടുക്കുക, പ്ലസ് ബീന് പ്ലസ് V1 പ്ലസ് ING. അടുത്തത്, നൈദർ സീന നോർ റീന ഡാഷ് വെൽ. എന്ത് വരും? എന്താണ് സ്വിംസ് വെൽ. സ്വിംസ് എന്തിനെ കാണിക്കുന്നു? ഇതും ഒരു പോയിന്റ് ആണ്, ബേസ് ആയിട്ട് നമുക്ക് അറിയത്തില്ലെങ്കിൽ അതും എഴുതി വെച്ചേക്കുക. നോക്കട്ടെ നെക്സ്റ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ. ഉണ്ട്, നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ എന്താണ് വരുന്നത്? നൈദർ സീന നോർ റീന. ഈ നൈദറും ഐദറും ഒക്കെ വരുമ്പോഴെന്ന് വെച്ചാൽ എന്താ, സീനയും അതുപോലെ തന്നെ റീനയും രണ്ടുപേരും എന്ത് ചെയ്തില്ല, നല്ലോണം സ്വിം ചെയ്തില്ല. സ്വിംസ് എന്ന് വെച്ചാൽ സിംഗുലർ ആണ് കേട്ടോ. നമ്മള് വെർബിലോട്ട് വരുമ്പോ S ചേർത്താൽ സിംഗുലർ ആണ്. നേരെ മറിച്ച് നൗണിലോട്ടാണ് ആപ്പിൾസ് ആർ സ്വീറ്റ് എന്നേ വരത്തുള്ളൂ. ആപ്പിൾ ഈ സ്വീറ്റ്, ആപ്പിള് സ്വീറ്റ് ആയിട്ടുണ്ട്, ഒരു ആപ്പിൾ ആയിരിക്കുന്നെങ്കിൽ ആപ്പിൾസ് ആർ സ്വീറ്റ് എന്ന് പറയും. പക്ഷേ അവിടെ അത് നൗണാ, എന്ന് വെച്ചാൽ നമ്മുടെ കർത്താവ് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, ഇവിടെ സീനയും റീനയും ആണ്. അപ്പൊ രണ്ട് സബ്ജക്റ്റുകൾ വന്നു കഴിഞ്ഞാൽ രണ്ടിനും ഈക്വൽ ഇമ്പോർട്ടൻസും ഉണ്ട്. പക്ഷേ നമ്മൾ എന്താ, നൈദർ സീന നോർ റീന എന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെടുക്കും, ഈ പറഞ്ഞിട്ടുള്ള ഇവരുടെ നോക്കും. ഇവിടെ എങ്ങനെയാണ്, ഈ പറഞ്ഞിട്ടുള്ള സിംഗുലർ ആയിരിക്കും. ഇവിടെ ഒന്നിലെ സീന ഇല്ലെങ്കിൽ ഐദർ വന്നാൽ കുറച്ചുകൂടെ ക്ലിയർ ആവും. എന്താണ്, ഒന്നിലെ സീന ഇല്ലെങ്കിൽ റീന, രണ്ടുപേരും ഇവിടെ രണ്ടുപേരും ചെയ്യാത്തതുകൊണ്ട് തന്നെ എന്താ, നൈദർ സീന നോർ റീന, രണ്ടുപേരും നല്ലോണം സ്വിം ചെയ്തില്ല. ഇവിടെ സ്വിംസ് എന്ന് പറയുന്ന സംഭവം, സ്വിംസ് എന്ന് അവിടെ S ഇട്ടത് സിംഗുലറിനെ കാണിക്കാനാണ്. വെർബുകളുടെ കൂടെ S വന്ന
സിംഗുലർ എന്നാണ് അതിന്റെ അർത്ഥം. അല്ലെങ്കിൽ അത് സിംഗുലറിന്റെ കൂടാണ് നമ്മൾ സിംഗുലറിനാണ് അവിടെ ഇമ്പോർട്ടൻസ് കൊടുത്തേക്കുന്നത്. നേരെ മറിച്ച് സ്വിം വന്ന എന്താണ് പ്ലൂറൽ എന്നാണ് അർത്ഥം. വെർബുകളുടെ കൂടെ എസ്, നൗണിന്റെ കൂടെ എസ് വന്നത് പ്ലൂറലാണ്. പക്ഷെ വെർബിന്റെ കൂടെ ആ ഒരു പ്ലൂറൽ ആയിട്ട് വരണമെങ്കിൽ എസ് വരരുത്. എസ് വന്നാൽ അത് സിംഗുലർ ആണ്. വെർബിന്റെ ഒരു പ്രത്യേകത അങ്ങനെ. സ്വിം എന്ന് പറഞ്ഞ ഒരു ആക്ഷൻ അല്ലേ, ഇപ്പൊ അത് തുടരുന്നില്ല, അതുകൊണ്ട് ING വരുന്നില്ല, കഴിഞ്ഞിട്ടുമില്ല, അതുകൊണ്ട് EDയും വരുന്നില്ല. അപ്പൊ എന്താണ് നടന്നുകൊണ്ടിരിക്കുക. ഓക്കെ, അതുകൊണ്ട് തന്നെ എന്താ അവിടെ സ്വിംസ് വരും. രണ്ടാമത്തെ നമ്മുടെ സബ്ജക്റ്റ് നോക്കുക, ഒറ്റ ഒരാളാ, അതുകൊണ്ട് തന്നെ നമ്മൾ എന്തെടുത്തു, സിംഗുലർ ആയിട്ടുള്ള എസ്. സിംഗുലർ ആണെങ്കിൽ വെർബിന്റെ കൂടെ എസ് ഇടണം. ഓക്കെ, സിംഗുലർ നൗൺ ആണെങ്കിൽ വെർബിന്റെ കൂടെ എസ് ഇടണം. പ്ലൂറൽ നൗൺ ആണെങ്കിൽ വെർബിന്റെ കൂടെ എസ് ഇടണ്ട. നൗണ് പക്ഷെ പ്ലൂറൽ ആകുമ്പോൾ നൗണിന്റെ കൂടെ ആപ്പിൾസ്, കുറെ ആപ്പിൾസ്. ഓക്കെ, അതിന്റെ കൂടെ വരുന്നത് മിക്കവാറും എന്താണ്, ആപ്പിൾസ് ആ സ്വീറ്റ് എന്നുള്ള രീതിയിലായിരിക്കും. കുറച്ച് കൺഫ്യൂസിങ്, നമുക്ക് ഇനി നോക്കുമ്പോഴത്തേക്കും മനസ്സിലാവും. ഓക്കെ, ഇതിന്റെ മീനിങ് ഒന്ന് പറഞ്ഞു തരുമോ? ഈ നൈദർ നോറ്, ഐദർ നോറ്, അതേപോലെ ആസിഫ്, ആസ്വല്ലാസ് ഒക്കെ ഉണ്ടല്ലോ, അതിന്റെ ഉപയോഗവും അതിന്റെ കോമൺ ആയിട്ടുള്ള ഒരു നിയമം എന്ന് പറഞ്ഞു തന്നാൽ എളുപ്പം മനസ്സിലാക്കാൻ പറ്റും. അതെന്ന് പറയുന്നത് നമ്മളത് കൺജങ്ഷൻസ് ആണ് ഇവരെല്ലാം. ഐദർ സിമെന്റ് ചെയ്യാൻ വേണ്ടി, ഇപ്പൊ സീനയും ഇപ്പൊ സീനയും അതുപോലെ തന്നെ എന്താ റീനയും നല്ലോണം സ്വിം ചെയ്തില്ല. സീനയും ഒട്ട് ചെയ്തില്ല, റീനയും ചെയ്തില്ല എന്നുള്ള രീതിയിൽ നമ്മൾ പറയുമ്പോഴാണ്, സീനയും റീനയും ചെയ്തില്ല, സീന ആൻഡ് റീന എന്തോ ഡിഡൺ സ്വിംഡ് വെള്ളം നമുക്കത് എഴുതാം, അങ്ങനെ എഴുതാൻ ഒരു ചോയ്സ് ഉണ്ട്. ഇല്ലെങ്കിൽ എന്താ, പക്ഷെ നമ്മൾ അങ്ങനെ എഴുതാതെ ഇതിനെ നൈദറും നോറും യൂസ് ചെയ്തതെന്ന് വെച്ചാൽ കൺജങ്ഷൻ എന്ന് പറയും, സിമെന്റിങ്. അപ്പൊ നമുക്ക് അതിനെ സിമ്പിൾ ആക്കി എങ്ങനെ എഴുതാം എന്നുള്ള രീതിയിൽ ആണ് നമ്മൾ ഇതിനെ യൂസ് ചെയ്തേക്കുന്നത്. ഇനിയും സ്പ്ലിറ്റ് ചെയ്ത് അതുപോലെ എഴുതാം. പക്ഷെ ഇവര് നെഗറ്റീവ് സെന്റൻസ് ആണോ? അതെ, ഇത് നെഗറ്റീവ് ആണ്. അവിടെ നൈദറും നോറും എല്ലാം വന്നല്ലോ, അതുകൊണ്ട് ഇത് നെഗറ്റീവ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഷുവർ ആയിട്ടും. പക്ഷെ ഇത് വെച്ചുകൊണ്ട് ഞാൻ ചോദിക്കണേ, ഇത് വെച്ചുകൊണ്ട് ഇപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗിൽ ഇങ്ങനെ വരുമോ, ഇപ്പൊ സെൽഡം റയർലി വന്ന പോലെ നൈദർ നെഗറ്റീവ് സെന്റൻസ് ആയിട്ട് ക്വസ്റ്റ്യൻ ടാഗിലേക്ക് വരുമോ? ഞാൻ അതിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. വരാം, നൈദറും വരാം, പക്ഷെ അധികം കണ്ടു വന്നിട്ടില്ല അങ്ങനെ. ആ കാര്യം സ്റ്റേറ്റ്മെന്റ് പിന്നെ ഓക്സിലറിനെ ഒക്കെ കണ്ടുപിടിക്കാൻ ഡിഫിക്കൽട്ട് ആയിരിക്കും, അതുകൊണ്ട് അധികം വന്നിട്ടില്ല. പക്ഷെ ഇവിടെ ഇപ്പൊ ഓക്സിലറി ഉണ്ട്, സ്വിംസ് അവിടെ കിടക്കുക, സ്വിംസിന്റെ താരം ഒളിഞ്ഞിരിപ്പുണ്ട്, ഡെസ് ഒളിഞ്ഞിരിപ്പുണ്ട്. സ്വിംസിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത സ്വിംസ് ആണല്ലോ നമ്മുടെ ഉത്തരം. ഞാൻ സ്പ്ലിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഡെസ് സ്വിം എന്ന് വരും. ആ എസ് ഡെസ് അവിടെ ഒളിഞ്ഞിരിക്കുന്നത്, എസ് മാത്രമേ അവിടെ കാണിക്കുന്നുള്ളൂ. അപ്പൊ ഡെസ് പ്ലസ് സ്വിം എന്ന് വരും. സ്വിം ആണ് ബേസ് ഫോം. നമ്മൾ നീന്തലിന് ചുമ്മാ പറയുന്ന സ്വിം എന്നുള്ള രീതിയിൽ, അതാണ് V1. അതിന്റെ കൂടെ ഡെസ്സും കൂടെ അകത്തോട്ട് കയറുമ്പോഴാണ് സ്വിംസ് എന്ന് വരുന്നത്. ഓക്കെ, ഇവിടെ റീന, ആ റീന നമ്മൾ നോക്കിയാൽ മതി. രണ്ടാമത് കിടക്കുന്ന നമ്മുടെ എന്താ പറയുക സബ്ജക്റ്റ്, അത് സിംഗുലർ ആയതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ എന്ത് കൊടുത്തു, സ്വിംസ് എന്ന് കൊടുത്തു. ഇപ്പൊ ടാഗ് വരുവാണെന്നുണ്ടെങ്കിൽ എന്ത് വരും, ഇപ്പൊ നൈദർ സീന നോർ റീന സ്വിംസ് വരും. ഇവർ രണ്ടുപേരും നല്ലോണം നീന്തത്തില്ല. മലയാളത്തിൽ പറയുമ്പോൾ ഓക്കെ ആയിരിക്കും, ആ ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. പക്ഷെ ഇംഗ്ലീഷ് ഇതുപോലെ കൺജങ്ഷൻ യൂസ് ചെയ്യാൻ, കോമ്പൗണ്ട് സെന്റൻസ് ആക്കാൻ, സിമ്പിൾ ആക്കാന്നൊക്കെ ഉള്ള ചോയ്സ് ഉണ്ട്. അപ്പൊ ക്വസ്റ്റിന് ഇപ്പൊ നൈദർ സീന നോർ റീന സ്വിംസ് വെൽത്ത് എന്ന് വന്നാൽ ടാഗിൽ വരും എന്ത്, ഡെസ് ദേ എന്നായിരിക്കും വരുന്നത്. കാര്യം ഇവിടെ രണ്ടുപേരുടെ രണ്ട് സബ്ജക്ട് വന്നിട്ടുണ്ട്, അപ്പൊ ഡെസ് ദേ എന്ന് അവിടെ വരും. ഓക്കെ, കാര്യം എന്താ, സ്വിമ്മിന്റെ അകത്ത് ഒളിഞ്ഞിരിക്കുക ഡെസ്, നോട്ട് വരത്തില്ല, കാര്യം ഇവിടെ നോറ് കിടപ്പുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഡെസന്റ് ദേ എന്ന് പറയത്തില്ല, അവര് നീന്തത്തില്ലെന്നാ പറഞ്ഞേക്കുന്നത്. അപ്പം പിന്നെ നമ്മൾ അത് കഴിഞ്ഞ് ഒരു ഡൗട്ട് ചോദിക്കും, ഇനി നീന്തുവോ, അതിനാണ് നമ്മൾ എന്ത് നീന്തു ഇനി ഇങ്ങനെ ചെയ്യുവോ, അപ്പൊ നമ്മൾ ചോദിക്കുന്നത് ഡെസ് ദേ എന്നായിരിക്കും ചോദിക്കുന്നത്. ടാഗ് ആണെങ്കിൽ ഡെസ് ദേ എന്ന് വരും. ഓക്കെ, ക്ലിയർ ആണോ? ഇച്ചിരി കോംപ്ലിക്കേഷൻസ് ഉണ്ട്, ഒരു ദിവസത്തിലൊന്നും ഇച്ചിരി പാടാണിത് എടുത്തു തീർക്കാൻ, കാര്യം വലിയ വാസ്റ്റ് ടോപ്പിക്കാണ്. ഇത് കഴിയുമ്പോൾ ഓക്കെ, നമുക്ക് സ്വിംസ്. ഓക്കെ, നെക്സ്റ്റ്, ദ നമ്പർ ഓഫ് സോൾജിയേഴ്സ് കിൽഡ് ഇൻ ദ വാർ ഡാഷ് നോട്ട് ലാർജ്. ഇതെന്താണ്, ഒന്ന് സൂക്ഷിച്ചു നോക്കി, ഇവിടെ എവിടെങ്കിലും പ്രസന്റോ പാസ്റ്റോ നിങ്ങൾക്ക് എന്തെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ? The number of soldiers killed in the war.
ഉം. എന്താണ്? പാസ്റ്റ് ആണ്. അതെ, കറക്റ്റ് ആണ്. പാസ്റ്റ് ആണ്. വാസ്. ഓക്കെ, എന്തുകൊണ്ട് വാസ് വന്നു? ദ നമ്പർ ഓഫ് സോൾജിയേഴ്സ് എന്നാ പറഞ്ഞത്. നമ്പർ ഓഫ് എന്നുള്ള ദ നമ്പർ ഓഫ് വന്നാൽ അവിടെ നമ്മള് എന്താണ് സിംഗുലറിന്റെ കൂടെയുള്ള വെർബുകൾ ആയിട്ടുള്ള വാസല്ലേ നമ്മൾ ഐയുടെയും പിന്നെന്താ ഹീയും ഷീയും ഇറ്റിന്റെയും കൂടെ ഒക്കെ ഉപയോഗിക്കുന്ന വാസല്ലേ, അവര് സിംഗുലർ അല്ലേ. അപ്പൊ ഇവിടെ കാര്യം വേറൊന്നുമല്ല, അതൊരു റൂളാണ്. ദ നമ്പർ ഓഫ് സോൾജിയേഴ്സ് കുറെ ഉണ്ട്. അത് കണ്ടപ്പോ നമ്മൾ ഓർത്ത് എന്താ വേർ വരുമെന്ന്, പക്ഷെ അല്ല. കിൽഡ് വന്നുകൊണ്ട് എന്താ പാസ്റ്റ് ക്ലിയർ ആയി. അതുകൊണ്ട് ഈസും ആറും നമ്മൾ അങ്ങനെ രണ്ട് ഓപ്ഷൻ നമ്മൾ എലിമിനേറ്റ് ചെയ്തു. പിന്നുള്ള രണ്ടൊരു ഓപ്ഷൻ ആണ് എന്ത്, വാസും വേറും. ഒരു റൂളാണ് ദ നമ്പർ ഓഫ് സോൾജിയേഴ്സ്. ദ നമ്പർ ഓഫ് സോൾജിയേഴ്സ് എന്ന് പറയുന്ന ഒരു റൂൾ ഉണ്ട്. അങ്ങനെ ദ നമ്പർ എന്ന് വന്നാൽ അവിടെ നമ്മൾ സിംഗുലർ ആണ് ഉപയോഗിക്കുന്നത്. ദ നമ്പർ എന്ന് വന്നാൽ ഇനി എ നമ്പർ ആണെന്നുണ്ടെങ്കിൽ പ്ലൂറൽ ആയിരിക്കും. എ നമ്പർ ഓഫ് സോൾജിയേഴ്സ് കിൽഡ് ഇൻ ദ വാർ വേർ നോട്ട് ലാർജ്. വേർ നോട്ട് ലാർജ്. എ നമ്പർ ആയിരുന്നെങ്കിൽ അവിടെ വേറെ വന്നേനെ. ദ നമ്പർ വന്നുകൊണ്ടാണ് അവിടെ വാസ് വന്നത്. ഒരു റൂളാ. ഓക്കെ, ഇവിടെ സോൾജിയേഴ്സ് ഉണ്ട്. അപ്പൊ നമ്മൾ ഓർക്കും യെസ് ആയതുകൊണ്ട് പ്ലൂറൽ അല്ലേന്ന്. പക്ഷെ അല്ല, ദ നമ്പർ എന്ന് വരുമ്പോഴത്തേക്കും അവിടെ ഒരു ചേഞ്ച് വരും. ദ നമ്പർ ഓഫ് സോൾജിയേഴ്സ്, ആ ഒരു പർട്ടിക്കുലർ നമ്പർ ഉണ്ട്, അത് ക്ലിയർ ആയിട്ടുള്ള ഒരു നമ്പരുവാ. അതുകൊണ്ട് അതിനെന്ത് മതി, വാസ്. അതിന് ഒറ്റയായി നമ്മൾ കാണുന്നു. എ നമ്പർ എന്ന് പറയുമ്പം അതത്ര ക്ലിയർ അല്ല, എത്ര വേണേ ആവാം. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് അവിടെ വേറിട്ട് കൊടുക്കുക. ദ നമ്പർ ഓഫ് സോൾജിയേഴ്സ് കിൽഡ് ഇൻ ദ വാർ വാസ് നോട്ട് ലാർജ്. എ നമ്പർ ഓഫ് സോൾജിയേഴ്സ് കിൽഡ് ഇൻ ദ വാർ വേർ നോട്ട് ലാർജ്. അതൊരു റൂളാണ്. അങ്ങനെ ഉള്ളൊരു റൂളാ. നേരത്തെ ഞാൻ ആ പറഞ്ഞ നമ്മുടെ സിമ്പിൾ പ്രസന്റ് ആണെന്നുണ്ടെങ്കിൽ എന്താ, ഇപ്പൊ ഈ ഒരു സെന്റൻസിന് തന്നെ നമ്മൾ പല ഫോമിൽ കൊടുത്തേക്കോ, പല ടെൻസിൽ കൊടുത്തേക്കുവാണ്. ഇപ്പൊ സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ അവിടെ V1 ആണ്, വാച്ച്. ആദ്യത്തെ രൂപം V1. നമ്മൾ ബേസ് ആയിട്ട് നമ്മൾ ഇംഗ്ലീഷ് ഓരോ പ്രവർത്തികൾ പറയുന്ന സിമ്പിൾ വാക്കുകളുണ്ട്, അതാണ് V1 എന്ന് പറയുന്നത്. ഐ വാച്ച് മൂവീസ്. ഓക്കെ, ഐ വാച്ച് മൂവീസ്. ഞാൻ മൂവീസ് കാണാറുണ്ട്, കാണും. ആ ഒരു എപ്പോഴും ഉള്ള രീതിയിൽ ഹാബിറ്റിനൊക്കെ നമ്മൾ എപ്പോഴും ഇങ്ങനെ പറയാം. V1 പ്രസന്റിൽ ഹാബിറ്റുകൾ കിടക്കുന്നത്. ഐ എക്സസൈസ്. ഞാൻ എക്സസൈസ് ചെയ്യും, ഞാൻ എപ്പോഴും ചെയ്യും. ആ ഒരു രീതി. ഐ വാച്ച് മൂവീസ്. ഞാൻ പൊതുവെ മൂവീസ് കാണുന്ന ഒരാൾ, എപ്പോഴും ഒക്കെ കാണാറുണ്ട്. പിന്നെന്താ, പ്രസന്റ് കണ്ടിന്യൂസ്. പ്രസന്റ് കണ്ടിന്യൂസ് വരുമ്പോഴത്തേക്കും എന്താണ്, ഈസ്, ആമ്, ആറ്, V1 പ്ലസ് ING. സിമ്പിൾ പ്രസന്റിൽ സത്യം പറഞ്ഞാൽ ഈസ്, ആമ്, ആറ് പ്ലസ് V1 എന്നുള്ള രീതി വന്നാൽ മതി. കാര്യം ഐ വാച്ച്, ഐയുടെ കൂടെ ആയതുകൊണ്ട് ആമ് നിർബന്ധമില്ല. ഐ വാച്ച്, ഐ ഡാൻസ്, ഐ സിങ് എന്നൊക്കെ പറയാം. അതുകൊണ്ടാണ് അവർ സിംപ്ലി അവിടെ V1 കൊടുത്തേക്കുന്നത്. ഈ നടുക്കത്തെ ഈ ഒരു ഏരിയ മാത്രമേ അവരിവിടെ കാണിച്ചിട്ടുള്ളൂ, ടെൻസിന്റെ മാറ്റം വരുന്നത്. അപ്പൊ എന്താ, ഐ ആം വാച്ചിങ് എ മൂവി. ഹീ ഈസ് വാച്ചിങ് എ മൂവി. V1 പ്ലസ് ING. വാച്ച് കണ്ടോ, V1 അതിന്റെ കൂടെ ING ചേർക്കുന്നു. ഓക്കെ, പ്രസന്റ് കണ്ടിന്യൂസ്. ഇപ്പം ചെയ്തോണ്ടിരിക്കുക. ഇപ്പം എന്താ, ഐ ആം വാച്ചിങ് എ മൂവി. ഞാൻ ഇപ്പൊ സിനിമ കണ്ടോണ്ടിരിക്കുക. ഹീ ഈസ് വാച്ചിങ് എ മൂവി. അവൻ സിനിമ കണ്ടോണ്ടിരിക്കുക ഇപ്പം. ഷീ ഈസ് വാച്ചിങ് എ മൂവി. അവൾ സിനിമ കണ്ടോണ്ടിരിക്കുക. ഓക്കെ, പിന്നെന്താ, യു ആർ വാച്ചിങ് എ മൂവി. നീ ഇപ്പോ സിനിമ കാണുക, ഇപ്പം നടക്കുക. ദേ ആർ വാച്ചിങ് എ മൂവി. അവര് സിനിമ കാണുക. ദേയുടെ കൂടെ ആറേ വരത്തുള്ളൂ. വി ആർ വാച്ചിങ് എ മൂവി. ഞങ്ങള് സിനിമ കാണുക. എന്താണ്, ഇപ്പൊ നടന്നുകൊണ്ടേ ഇരിക്കുക. അതുകൊണ്ടാണ് എന്ത്, വെർബിന്റെ കൂടെ ING ചേർക്കുന്നത്. ഇനിയുള്ളത് പ്രസന്റ് പെർഫെക്റ്റ്. പ്രസന്റ് പെർഫെക്റ്റിലോട്ട് വരുമ്പോഴത്തേക്കുമാണ് എന്ത്, ഈ പെർഫെക്റ്റ് കാര്യം കയറുമ്പോഴാണ് നമ്മുടെ പുതിയ വ്യക്തികൾ ഹാസും ഹാവും ഒക്കെ വരുന്നത്. ഈസും ആമും ആറും ഒക്കെ സിമ്പിൾ ഏരിയാസിൽ നിൽക്കത്തുള്ളൂ. സിമ്പിൾ പ്രസന്റ് കണ്ടിന്യൂസ് ഏരിയാസിലൊക്കെ അവർ നിൽക്കത്തുള്ളൂ. പെർഫെക്റ്റ് ഒക്കെ കയറി വന്നു കഴിയുമ്പോഴത്തേക്കും ആര് വരുന്നത്, പെർഫെക്ഷൻ വരുമ്പോഴാണ് ഹാസും ഹാവും ഒക്കെ ഇവരെ മാറ്റിക്കൊണ്ട് കടന്നു വരുന്നത്. അപ്പൊ എന്തുവാ, ഐ ഹാവ് വാച്ച്ഡ് എ മൂവി. ഓക്കെ, ഹാവിന് അങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ആമിന് എടുത്ത പോലെ ഐ ഹാവ് വാച്ച്ഡ് എ മൂവി. പക്ഷെ ഹാഡിൽ ഈ കുഴപ്പമില്ല കേട്ടോ. ഹാഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് താഴെ കാണും, ആ പ്രശ്നമില്ല, എല്ലാവരുടെയും കൂടെ പൊക്കോളും. ഐക്ക് ചില കണ്ടീഷൻസ് ഡിഫറൻസ് ഉണ്ട്. അപ്പൊ എന്താ, ഈ പറഞ്ഞ സിംഗുലർ ആണെന്നുണ്ടെങ്കിലും ഐ ഹാവ് വാച്ച്ഡ് എ മൂവി, യു ഹാവ് വാച്ച്ഡ് എ മൂവി, ദേ ഹാവ് വാച്ച്ഡ് എ മൂവി. ഇതെന്താ, ഇന്നിപ്പം ഈ റീസെന്റ് ആയിട്ട് കഴിഞ്ഞൊരു കാര്യമാണെന്നുണ്ടെങ്കിലാണ് എന്ത്, നമ്മള് പ്രസന്റ് പെർഫെക്റ്റ്.
ഞാൻ സിനിമ കണ്ടതേ ഉള്ളൂ. ഇപ്പൊ സിനിമ കണ്ട് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. ഇപ്പൊ ഇന്ന് തന്നെ കഴിഞ്ഞൊരു കാര്യമാണ്, അധികം സമയമായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുന്നത്, ഐ ഹാവ് വാച്ച്ഡ് എ മൂവി, ഞാൻ ആ ഒരു സിനിമ കണ്ടിട്ടുണ്ട് എന്നുള്ള രീതി പറഞ്ഞേക്കുക. ഇല്ലെങ്കിൽ എന്താ, ഷീ ഹാസ്, ഷീയുടെ കൂടെ ആണെങ്കിൽ ഷീയോ ഹിയോ ഇറ്റോ ആയിരുന്നു, ഇപ്പൊ ഹാസ് വന്നേനെ. ഐക്ക് ഇവിടെ ഒരു പാർഷ്യാലിറ്റി പോലെ ഉണ്ട്. ഐ യുവും വിയും തേനും പോലെ ഇവിടെ വന്നിട്ട് ഹാവിനെയാണ് എടുക്കുന്നത്, ഹാസിനെ അങ്ങനെ എടുക്കാറില്ല. ഐ ഹാവ് വാച്ച്ഡ് എ മൂവി. ഓക്കെ, ഇനി പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ഈ സംഭവം തന്നെ ഹാസ് ഓർ ഹാവ് വരുന്നു. പെർഫെക്റ്റ് ഉള്ളതുകൊണ്ട് അവിടെ ഹാസ് ഓർ ഹാവ് വരുന്നു. പ്ലസ് ബീൻ, നമ്മൾ നേരത്തെ ഒരെണ്ണം കാണും, ഹി ഹാസ് ബീൻ പ്രിപ്പയറിംഗ് ഫോർ ദ എക്സാം, ഹി ഹാസ് ബീൻ പ്രിപ്പയറിംഗ് സിൻസ് 2020. ആ ഒരു രീതിയിൽ അത് ഇവിടുന്ന പണ്ടെപ്പോഴോ തുടങ്ങി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഹി ഹാസ് ബീൻ, അതുകൊണ്ട് ബീൻ കാണിക്കുന്നത്. പണ്ടെങ്ങോ തുടങ്ങിയിട്ട് ഇപ്പോഴും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് എന്ത്, ഹി ഹാസ് ബീൻ വാച്ചിങ് എ മൂവി. അവന് പണ്ടെപ്പോഴും തുടങ്ങിയിട്ട് ഇപ്പോഴും അങ്ങനെ ഐ ഹാവ് ബീൻ വാച്ചിങ് എ മൂവി. ഇവിടെ ഹിയോ ഷിയോ ഒക്കെ ആയിരുന്നെങ്കിൽ ഇറ്റോ ആയിരുന്നെ ഹാസ് വന്നേനെ. ബാക്കിയെല്ലാം അതുപോലെ തന്നെ, അതിന്റെ റൂൾ അത്. ഓക്കെ, സിമ്പിൾ പാസ്റ്റ്, ഇവിടെ V1 വന്നെങ്കിൽ ഇവിടെ V2. ഐ വാച്ച്ഡ് എ മൂവി, ഞാൻ കണ്ടു കഴിഞ്ഞു, ഞാൻ ഇല്ല സിനിമ കണ്ടായിരുന്നു. അപ്പൊ അതായിരുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ED വരും, P2. ഇല്ലെങ്കിൽ ഈറ്റ് ആണെങ്കിൽ 8 വരും. ചിലതിന് വ്യത്യാസമുണ്ട്, ഈറ്റൺ. വാച്ചിനൊന്നും കുഴപ്പമില്ല, വാച്ച്ഡ് എന്നുള്ള രീതിയിലായിരിക്കും വരുന്നത്. ചിലതിനൊക്കെ വ്യത്യാസമുണ്ട്, അതിപ്പം കുറെ ഉണ്ട്, നമ്മൾ നോക്കിയെടുക്കണം. ചില കേസുകളിൽ വ്യത്യാസം വരാറുണ്ട്. ബ്രിങ്, ബോട്ട്, ആ ഒരു രീതിയിലൊക്കെ വ്യത്യാസങ്ങൾ വരാറുണ്ട് ചില കേസുകളിൽ. സിങ്ക്, സാങ്, അത് നമ്മൾ നോക്കി പഠിച്ചാലേ പറ്റത്തുള്ളൂ. എല്ലായിടത്തും ഇല്ല, പക്ഷെ കുറെ എണ്ണം ഉണ്ട് അങ്ങനെ വ്യത്യാസം ഉള്ളത്. ഈറ്റിന്റെ കേസൊക്കെ പറഞ്ഞ പോലെ ഉണ്ട്, ഡ്രിങ്ക്, ഡ്രാങ്, പിന്നെ അങ്ങനെ കുറെ ഉണ്ട്. ഓക്കെ, പിന്നെന്താ പാസ്റ്റ് കണ്ടിന്യൂസിലോട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ ഈ സാം 6 V2, പക്ഷെ ഇവിടെ എല്ലാം ശ്രദ്ധിച്ചോളാം, ING കൂടെ നമ്മൾ ഒരിക്കലും V2 V3 ഒന്നും ചെയ്യുക. ING എവിടെ ഉണ്ടോ കൂടെ വാച്ച് കിടപ്പുള്ളൂ, വാച്ച്ഡ് ING എന്നില്ല. ഇല്ലെങ്കിൽ എന്താ, V3യും വാച്ചിന്റെ വാച്ച്ഡ് തന്നെ, വാച്ച്ഡ് എന്നാണ് അതുള്ളത്. അപ്പൊ അതുകൊണ്ട് അതിന് മാറ്റം ഇല്ലാത്തൊരു വെർബാണത്. അങ്ങനെയാണെങ്കിലും ING നമ്മൾ കൊടുക്കത്തില്ല. V1ന്റെ കൂടെ എപ്പോഴും കൊടുക്കത്തുള്ളൂ. ഈറ്റിംഗ് എന്നല്ലേ പറയത്തുള്ളൂ, ഈറ്റണിങ് എന്നോ നമ്മൾ പറയത്തില്ലല്ലോ. നമ്മൾ ഈറ്റിന്റെ കൂടെ ING, ഐ ആം ഈറ്റിംഗ് ദ ഫുഡ്. ഇല്ലെങ്കിൽ ഐ ഹാഡ് ബീൻ ഈറ്റിംഗ്, ഐ ഹാഡ് എയ്റ്റ് എന്ന് പറയാം. 8 കാര്യം V2, പക്ഷെ ING ചേർത്ത എപ്പോഴും V1ന്റെ കൂടെ ചേർക്കത്തുള്ളൂ. ഓക്കെ, പാസ്റ്റ് കണ്ടിന്യൂസ് വെച്ചാൽ ഇന്നലെ ഈ സമയത്ത് ചെയ്തോണ്ടിരിക്കുവായിരുന്നു, ഇന്നലെ ഞാൻ യാത്ര ചെയ്തോണ്ടിരിക്കുക. അല്ലെങ്കിൽ ഇന്നലെ ഞാൻ ഐ വാസ് വാച്ചിങ് എ മൂവി യെസ്റ്റർഡേ ഈ സമയം, ഇപ്പൊ ഞാൻ ഇന്നിരുന്നിട്ട് ഇന്നലെ ഈ സമയം ഞാൻ സിനിമ കണ്ടോണ്ടിരിക്കുവായിരുന്നു എന്ന് പറയുമ്പോഴത്തേക്കും പാസ്റ്റ് കണ്ടിന്യൂസ്. ഓക്കെ, ആ പാസ്റ്റ് ഐ വാസ് എന്ന് പറയുമ്പോൾ തന്നെ ഇന്നലത്തെ ആയി, വേറൊരു ഇച്ചിരി ദൂരമുള്ള കാര്യമായി. ഇല്ലെങ്കിൽ എന്തുവാ കഴിഞ്ഞ വർഷം ഇതേ സമയം ഞാൻ ഇന്ന കാര്യം ചെയ്യുമായിരുന്നു എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്, ലാസ്റ്റ് ഇയർ ഓൺ ദ സെയിം ഡേ ഐ വാസ് വാച്ചിങ് എ മൂവി. ഓക്കെ, പിന്നെന്താ പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെയാണ് നമ്മുടെ ഹിയും ഷീയും ഇറ്റിനും ഒക്കെ ഹാസ്, പിന്നെന്താ ഐ യു വി ദേയ്ക്കൊക്കെ ഹാവ്. പാസ്റ്റിലോട്ട് വരുമ്പോൾ ആ കൺഫ്യൂഷൻ ഇല്ല, ഹാഡ് ഒറ്റയ്ക്കേ വരത്തുള്ളൂ. ഇവരുടെ എല്ലാവരുടെയും കൂടെ ഹാഡ് പൊക്കോളൂ പാസ്റ്റ് ആണെങ്കിൽ. പാസ്റ്റ് പെർഫെക്റ്റ് എന്താ, ഐ ഹാഡ് വാച്ച്ഡ് എ മൂവി, കുറച്ചുകൂടെ കാലം കഴിഞ്ഞുള്ളത്. ഐ ഹാഡ് വാച്ച്ഡ് എ മൂവി. ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കും എന്താ, ഈ സമയത്തും അതിനൊരു പ്രസക്തി ഉണ്ട്. നമ്മുടെ ഐ വാസ് വാച്ചിങ് എ മൂവി, ഐ വാച്ച്ഡ് എ മൂവി എന്ന് പറയുന്നതിനെക്കാട്ടിലും എന്താണ്, ഇപ്പൊ നമ്മുടെ ഈ റിപ്പോർട്ടൊക്കെ ചെയ്യാൻ വരുന്ന സമയത്തുണ്ടല്ലോ, ഹാസും ഹാവും അവിടെ കിടപ്പുണ്ടെന്നുണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ആരായി മാറും, ഹാഡായി മാറും. അത് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പൊ ഹാസ്, ഇപ്പൊ പ്രസന്റ് പെർഫെക്റ്റിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ചോദിച്ചേക്കുന്നത്, എന്നിട്ട് പറഞ്ഞ ഇതിനെ എടുത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പത്തേക്കും അതിന്റെ എന്താണ്, ടെൻസ് മാറും. അപ്പൊ ആ ഹാസും ഹാവും എന്തുവാണെങ്കിലും അത് എന്താവും, ഹാഡായി മാറും. അതിനാണ് നമ്മളിവിടെ ഹാഡ് മെയിൻ ആയിട്ട് പഠിക്കുന്നത്. ഓക്കെ, പിന്നെന്താ,
പിന്നെ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അതെന്താ ഈ ഇപ്പം ഇന്നലെ ഒരാള് ഇന്നപോലെ എക്സാം ക്രാക്ക് ചെയ്ത് കഴിഞ്ഞു എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ നമ്മൾ പറയുന്നത്, പണ്ടെങ്ങോ തുടങ്ങിയിട്ട് ഇന്നലെ ഒരാൾ അത് ചെയ്യുന്നുണ്ടായിരുന്നു എന്നുള്ള കാര്യം. ഇപ്പൊ ഹി ഹാഡ് ബീൻ വാച്ചിങ് എ മൂവി ടിൽ യെസ്റ്റർഡേ. ഇന്നലെ വരെ അവൻ അന്നങ്ങോണ്ട് തുടങ്ങിയിട്ട് കണ്ടുകൊണ്ടിരിക്കുക സിനിമ, ഇല്ലെങ്കിൽ അവൻ എന്തോ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ള രീതിയിൽ നമ്മൾ പറയാം. പിന്നെ ഹാഡ് ആയതുകൊണ്ട് സബ്ജക്റ്റിനെ നോക്കി നമ്മൾ പേടിക്കണ്ട, ഈസ് എല്ലാത്തിനും കൂടെ ഹാഡ് പൊക്കോളും. ഇനി ഫ്യൂച്ചറിന്റെ കൂടെ എപ്പോഴും വില്ലും ഷാലും ഒക്കെയാണ് വരുന്നത്. V1 ആയിരിക്കും വരുന്നത്. ഐ വിൽ വാച്ച് എ മൂവി. നടക്കാൻ പോകുന്ന കാര്യം ആയതുകൊണ്ട് ED ചേർത്ത് പാസ്റ്റ് V2 ഫോം ഒന്നും കൊടുക്കണ്ട, V3 ഒന്നും കൊടുക്കണ്ട, നടക്കാൻ പോണേ ഉള്ളു. അപ്പൊ V1 ആണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആണെങ്കിലോ V1ന്റെ കൂടെ എപ്പോഴും ING കൊടുക്കത്തുള്ളൂ. ഐ വിൽ ബി, ഒരു ബി വരുന്നുണ്ട് ഇവിടെ മാത്രമാണ് ഈ ബിയുടെ ഒരു സംഭവം. ഐ വിൽ ബി വാച്ചിങ് എ മൂവി. ഫ്യൂച്ചറിൽ ഞാൻ കാണുമായിരിക്കണം, ആ ഒരു രീതിയിൽ പറയുവാണ്. പിന്നെന്താ ഫ്യൂച്ചർ പെർഫെക്റ്റ്. അപ്പൊ വിൽ ഷാല് പെർഫെക്റ്റിന്റെ കൂടെ എപ്പോഴും ഇവിടെ ഹാവും വരാം. എന്താ, ഐ വിൽ ഹാവ് വാച്ച്ഡ് എ മൂവി. ഹി വിൽ ഹാവ്. ഓക്കെ, അപ്പൊ വില്ല് അവിടെ വന്നുകൊണ്ട് തന്നെ അതിന് അപ്പുറത്തെപ്പോഴും ഹാവ് ആയിരിക്കും. ആ ഒരു കേസിൽ മാത്രം എന്താ, ഇറ്റിന്റെ ഒക്കെ അടുത്ത് വരുമ്പോഴാണ് ഹാസ് വരുന്നത്. ഇറ്റ് വിൽ ഹാസ് എന്ന് വരുന്നില്ല, വില്ലിന്റെ അപ്പുറത്താണ് ഹാവ് വരുന്നത്. അതുകൊണ്ട് എപ്പോഴും ഹാവ് തന്നെ ആയിരിക്കും. അവിടെ ഹാസ് ഓർ ഹാവ് എന്നൊരു കണ്ടീഷൻ ഇല്ല. കാര്യം വില്ലിന്റെ അപ്പുറത്ത് കിടക്കുമ്പോൾ ഹാവ് ആയിട്ട് കിടക്കത്തുള്ളൂ. ഓക്കെ, പിന്നെ വിൽ ഓർ ഷാൽ പ്ലസ് ഹാവ് പ്ലസ് ബീൻ പ്ലസ് VNG. ഐ വിൽ ഹാവ് ബീൻ വാച്ചിങ് എ മൂവി. ഹി വിൽ ഹാവ് ബീൻ വാച്ചിങ് എ മൂവി. ഷീ വിൽ ഹാവ് ബീൻ. യു വിൽ ഹാവ് ബീൻ. വില്ല് അവിടെ കിടന്ന് വില്ലിന്റെ അപ്പുറത്താണല്ലോ ഹാവ് കിടക്കുന്നത്, അപ്പൊ അത് കുഴപ്പമില്ല. ഈ പറഞ്ഞ ഹിയും ഷീന്റെ അടുത്താണ് ഹാവ് കിടക്കുന്നതെങ്കിൽ അത് ഹാവ് അല്ലാതെ ഹാസ് ആയിട്ട് വരത്തുള്ളൂ. വില്ലിന്റെ അപ്പുറത്തായതുകൊണ്ട് ഫ്യൂച്ചറിൽ നമ്മൾ ആവശ്യമില്ലാത്തൊന്നും ചിന്തിക്കേണ്ട. പിന്നെ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസും മറ്റുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ ബീൻ ആയിരിക്കും വരുന്നത്. എന്താണ്, ഐ വിൽ ഹാവ് ബീൻ വാച്ചിങ് എ മൂവി. ഞാൻ ആ ഒരു ടൈമിൽ സിനിമ കണ്ടോണ്ടിരിക്കുവായിരിക്കും. ഓക്കെ, ഞാൻ നാളെ ഈ സമയത്ത് അവിടെ എത്തുമായിരിക്കും, ആ ഒരു രീതിയിൽ. ഓക്കെ, നാളെ അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുവാണെന്ന് നമ്മൾ ഇന്നേ സങ്കല്പിക്കുന്ന ഒരവസ്ഥ. ഓക്കെ, ഇത് കുറച്ച് എനിക്കറിയാം കുറച്ച് ടഫാണെന്നുള്ള കാര്യം. ഇത് ഒരു ദിവസത്തിൽ കംപ്ലീറ്റ് ആവത്തില്ല. പക്ഷെ എങ്കിലും നമ്മൾ ഇതുപോലത്തെ ഉള്ള കാര്യങ്ങൾ എടുത്ത് നോക്കുവാണെന്നുണ്ടെങ്കിൽ, ഗൂഗിളിലൊക്കെ ആണെങ്കിലും സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറെ കാര്യങ്ങൾ ക്ലിയർ ആവും. ഓക്കെ, നമുക്കൊണ്ട് പറ്റും. അത്ര അങ്ങ് ഇതുവരെ കാണാത്ത ഇംഗ്ലീഷ് ഒന്നും അവരെടുത്ത് ചോദിക്കത്തില്ല. ഈ പറഞ്ഞ കുറച്ച് ബേസ് കാര്യങ്ങൾ, ഈ നീസും ആകുമ്പോൾ 6 കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. കാര്യം ഓപ്ഷൻസും അവിടെ ഉണ്ടല്ലോ. നമ്മൾ റൂള് പഠിച്ചാൽ നമുക്ക് ഓപ്ഷൻ കറക്റ്റ് ആയിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും. നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാത്തിന്റെയും ബേസ് ഫോം, നമ്മുടെ ഓക്സിലറി വെർബ് അഥവാ ഹെൽപ്പിൻ വെർബിന്റെ ബേസ് ഫോം ഏതാന്ന് ചോദിച്ചാൽ ബി ആണ്. ഇപ്പൊ നമ്മൾ വാക്ക് കണ്ടില്ലേ, വോക്ക് മാറി വോക്ക്ഡ് ആയി V2-ല്, V3-ലും അത് വോക്ക്ഡ് ആയി. ഈറ്റ് V2 വരുമ്പോ എയ്റ്റ് എന്ന് പറയും. V3-ലാണെങ്കിൽ അതിന് എന്താണ്, V3 നമ്മൾ പറഞ്ഞ പാസ്റ്റ് ഫോമിന്റെ അകത്ത് വരുമ്പോ ഹാഡിന്റെ കൂടെ V3 V3 ആണ് ഈറ്റൺ എന്ന് പറയും അല്ലെ. അങ്ങനെയുള്ള നമുക്ക് ഇവരുടെയൊക്കെ കൂടെ, ഈ വെർബുകളുടെ കൂടെ വരുന്ന ഓക്സിലറി വെർബിനും ഒരു ബേസ് ഫോം ഉണ്ട്. ആദ്യത്തെ V1 ഫോം, അതാണ് ബി. അത് പ്രസന്റിലാണെങ്കിൽ എന്താ, നമ്മുടെ വാക്കും മറ്റുള്ളവരും ഒക്കെ പ്രസന്റ് അങ്ങനെ തന്നെ കിടക്കും. പക്ഷെ ബി എല്ലാവർക്കും ബീനെ അതുപോലെ സ്വീകരിക്കാൻ പറ്റില്ല. ഐക്ക് ബീന് ആമായി വേണം, ഹീക്കും ഷീക്കും ഇറ്റിനും ഈസായി വേണം, യുവും വിയും ദേയ്ക്കും ഒക്കെ ആറായി വേണം. അതുകൊണ്ട് തന്നെ പ്രസന്റ് ഫോമിൽ ഈ പറഞ്ഞ രൂപങ്ങൾ എടുത്തായിരിക്കും ബി നിൽക്കുന്നത്. നമ്മുടെ പ്രസന്റ് ടെൻസ് നമ്മൾ കുറച്ച് ഓക്സിലറി വെർബിന്റെ രൂപമാറ്റങ്ങളാണ്. പിന്നെന്താ, പാസ്റ്റ് ഫോമിലോട്ട് വരുമ്പോഴത്തേക്കും ബി എന്തൊക്കെ രൂപം എടുക്കും, വാസും വേറും എടുക്കും. ഇറ്റും ഹീയും ഷീയും ഐയുടെയും കൂടെ വാസ്, യു വി ദേയുടെ കൂടെ വേറായി മാറും. ഹെൽപ്പിംഗ് വെർബായി. ഹലോ, ഓക്കെ. പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ബീൻ നമ്മൾ കണ്ടായിരുന്നു. നമ്മുടെ പ്രസന്റ് പെർഫെക്റ്റിലും പാസ്റ്റ് പെർഫെക്റ്റിലും ഒക്കെ എന്താണ് ബീൻ വന്നിരിക്കുന്നത്. അപ്പൊ അതെന്താ, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം എന്ന് പറയും ബീൻ.
ഓക്കെ, പിന്നെന്താ ഒന്ന് റിപ്പോർട്ട് ചെയ്യും. ഇത് മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്യാവോ? ഓക്കെ. അപ്പൊ എന്താണ് നമ്മൾ ഈ റിപ്പോർട്ടൊക്കെ ചെയ്യുമ്പോൾ ഹീസ് ബീങ് ഈറ്റിംഗ് അല്ലെ, ബീയിങ്ങിന് ING കാണിക്കും. ബീയിനെ ING ആകുമ്പോൾ നമ്മൾ ഈറ്റിന്റെ കൂടെ അല്ലെ എന്തിന്റെയും കൂടെ ഇപ്പൊ ഈ ഓക്സിലറി വെർബിന്റെ ബേസ് ഫോം ബി ആണ്, അപ്പൊ ING. വോക്കിന്റെ ആണ് വാക്കിംഗ്. ഹലോ, ഓക്കെ. അപ്പൊ എന്താ വോക്കിന്റെ കൂടെ വാക്കിംഗ്, ബിയുടെ കൂടെ ബീയിങ്. പ്രസന്റ് പാർട്ടിസിപ്പിൾ ഫോം ആണ് ബി. ഓക്കെ, ഒന്നുകൂടെ പറയുവോ? നേരത്തെ സ്ലൈഡോ? ചാറ്റ് ബോക്സിൽ ഒന്ന് ഇടുവോ? എനിക്കത് ക്ലിയർ ആവുന്നില്ല പറഞ്ഞത്. എന്തേലും പറഞ്ഞു ആരേലും? ഓക്കെ ഫൈൻ. ആരെങ്കിലും അനാവശ്യമായിട്ട് ഒന്ന് നോക്കുക, നിങ്ങളുടെ മൈക്ക് വല്ലതും ഓൺ ആയി കിടപ്പുണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് മ്യൂട്ട് ചെയ്ത് വെക്കുക. കാര്യം ഡിസ്റ്റർബൻസ് ഉണ്ടാവുന്നുണ്ട്. നാസിമ AK, പ്ലീസ് മേക്ക് യുവർ മൈക്ക് മ്യൂട്ട്. ഓക്കെ, അപ്പം പ്രസന്റ് പാർട്ടിസിപ്പിൾ ഫോം എന്താണ്? ബി പ്ലസ് ING. ബീങ് നമ്മൾ നേരത്തെ വോക്കാണ്, വോക്കിന്റെ കൂടെ എന്താ നമ്മൾ വോക്ക് പിന്നെ V1 അങ്ങനെ തന്നെ നിൽക്കും. ബിക്ക് പക്ഷെ അങ്ങനെ പറ്റത്തില്ല. കണ്ടിന്യൂസിലും നമ്മൾ V1 കൂടെ ING, ബി പ്ലസ് ING. ഓക്കെ, പ്രസന്റ് പാർട്ടിസിപ്പിൾ ഫോം എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ഫോമിന്റെ വേറൊരു പേരാ. പെർഫെക്റ്റ് ഫോമിന്റെ കൂടെ ബീൻ വരും. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിന്റെ കൂടെ ഒക്കെ ബീൻ വന്നില്ലേ? ഓക്കെ, ആ ഓക്സിലറികൾ എവിടുന്ന് വന്നു? ബീന്റെ രൂപമാറ്റങ്ങളെയാണ് നമ്മൾ ഈസെന്നോ ആമെന്നോ ആറെന്നും ഒക്കെ പറഞ്ഞ് വാസും വേറും പിന്നെന്താ ബീനും ബീങ്ങും എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നത്. ഇനി ഇത് കുറച്ച് റൂളുകളാണ്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഞാനൊരു കാര്യം പറഞ്ഞല്ലോ, സിംഗുലർ വെർബ് ആണെങ്കിൽ അല്ല, സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ സിംഗുലർ വെർബ് അല്ലെ പ്ലേസ്. സിംഗുലർ വെർബിന്റെ കൂടെ പക്ഷെ എസ് വരും. ഇവിടെ എന്താ പറഞ്ഞ ഇപ്പൊ രണ്ടുപേരുണ്ടെന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ ദേ എന്ന പ്ലൂറൽ എന്നാ പറയുന്നത്. ദേ പ്ലേ ഇല്ല ദേ ടോക്ക് എന്നാ പറഞ്ഞേക്കുന്നത്. ഇവിടെ എസ് വന്നില്ല. അതൊരു ഇതാ, നമ്മുടെ വെർബിന്റെ കൂടെ എസ് വന്നാൽ അത് സിംഗുലർ ആണ്. ഓക്കെ, നമ്മുടെ നൗണിന്റെ കൂടെ എസ്സോ അല്ലെങ്കിൽ ആപ്പിൾസ് എന്നുള്ള രീതി ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് പ്ലൂറൽ ആണ്. സിംഗുലർ ആയിട്ടുള്ള സബ്ജക്റ്റിന്റെ കൂടെ സിംഗുലർ ആയിട്ടുള്ള വെർബുകൾ ഉപയോഗിക്കുക. പക്ഷെ സിംഗുലർ വെർബ് എന്ന് വെച്ചാൽ അതിന്റെ കൂടെ എസ് ഉണ്ട് കേട്ടോ. വെർബിന്റെ കൂടെ എസ് വന്നാൽ സിംഗുലർ ആണെന്ന് അതിന്റെ അർത്ഥം. സബ്ജക്റ്റ് മ്യൂട്ട് ചെയ്യണേ പ്ലീസ്. അപ്പൊ എന്താ, ഇഫ് സബ്ജക്ട് ഇസ് പ്ലൂറൽ, സബ്ജക്ട് പ്ലൂറൽ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താണ്? ഓക്കെ, നമുക്ക് നോക്കാം. ആരെങ്കിലും അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മ്യൂട്ട് ചെയ്യുക. പിന്നെന്താണ്, ഈ സബ്ജക്ട് ഈസ് പ്ലൂറൽ, സബ്ജക്ട് പ്ലൂറൽ ആണ്. പക്ഷെ ഇവിടെ ഐ ഒരു എക്സെപ്ഷൻ ആണ് കേട്ടോ. ഐ കേസിന് നമ്മൾ നേരത്തെയും കണ്ടല്ലോ, ഐ പറഞ്ഞ ചില കേസിൽ ഐ ഹാവ് എന്നാണ് പറയുന്നത്. ഐ ഹാവ് ദാറ്റ് ബുക്ക്. ഐ ഹാസ് എന്ന് അത്ര എടുക്കാറില്ല. ഓക്കെ, ഐക്ക് ചില കണ്ടീഷൻസ് ഡിഫറൻസ് ഒക്കെ ഉണ്ട്. ഐ ഇവരുടെ കൂടെ പ്ലൂറലുകാരുടെ കൂടെ ഒക്കെ കയറി വരുന്നുണ്ട്. ഇവിടെ എന്താണ്, ഐ മാത്രം സത്യത്തിൽ അത് സിംഗുലർ സബ്ജക്റ്റ് ആണ്, പക്ഷെ അതിന്റെ കൂടെ ഉപയോഗിക്കുന്ന വെർബ് പ്ലൂറൽ ഫോമിലാണ്. എസ് ഇല്ലാത്തതാണ് പ്ലൂറൽ വെർബ്, എസ് ഉള്ളതാണ് സിംഗുലർ വെർബ്. വെർബിന് ഇച്ചിരി ഒരു പ്രശ്നമാണ്. നമ്മൾ സാധാരണ ആപ്പിൾസ്, കുറെ ആപ്പിളുകൾ, അതിന്റെ കൂടെ നമ്മൾ പ്ലൂറൽ ഓക്സിലറി വെർബായിട്ടുള്ള ആറാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്, ഇപ്പൊ നമ്മൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ എന്താണ്, ഡെസ് ഇവിടെ ഒളിഞ്ഞിരിപ്പുണ്ട്. അതാണ് ഈ സത്യത്തിൽ പ്ലേസ് എന്ന്. ഹി പ്ലേസ് ക്രിക്കറ്റ് എന്ന് വെച്ചാൽ ഹി ഡെസ് പ്ലേ ക്രിക്കറ്റ് എന്ന് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. ഷീ ഡെസ് പ്ലേ ക്രിക്കറ്റ്, ഇറ്റ് ഡെസ് കൺസീവ് വെൽ. ഇപ്പൊ നമ്മളിപ്പോ ക്വസ്റ്റ്യൻ ടാഗ് വരത്തില്ലേ ഇങ്ങനെ, ഇപ്പൊ ഹി പ്ലേസ് ക്രിക്കറ്റ് ക്വസ്റ്റ്യൻ ടാഗ്. ഇപ്പൊ എന്തുവാ, നമുക്ക് പ്ലെയിൻ ചെയ്തിട്ട് പ്ലെയിൻഡ് നമുക്ക് എഴുതാൻ പറ്റൂ? ഇല്ല. അവിടുത്തെ ഓക്സിലറി ആരാ? ഡെസ് അവിടെ ഒളിഞ്ഞിരിക്കുക. അപ്പൊ എന്ത് നമ്മൾ എടുക്കണം? ഡെസന്റ് ഹി എന്ന് വരും, ഡെസന്റ് ഷീ
ഡസന്റ് ഇറ്റ് എന്ന് വരും. ഓക്കെ, ഇവിടെ വരുമ്പോഴോ ഇവിടെ ആരാ ഒളിഞ്ഞിരിക്കുന്നത്? ഐ ടോക്ക്, ഐ ഡു ടോക്ക്. അവിടെ ഡു അവിടെ ഒളിഞ്ഞിരിപ്പുണ്ട്. ഐ ഡു ടോക്ക് എന്ന് നമുക്ക് പറയാം, പക്ഷെ നമ്മൾ എളുപ്പത്തിന് ഒരു വാക്ക് കുറച്ച് പറയാമെങ്കിൽ അങ്ങനല്ലേ പറയാറുള്ളൂ. അപ്പൊ ഐ ടോക്ക്, അപ്പൊ അവിടെ ഡു ആണ് ഒളിഞ്ഞിരിക്കുന്നത്. ഐക്ക് മാത്രം അങ്ങനത്തെ ഒരു കേസിന്, ഐ സിംഗുലറാ സത്യത്തിൽ സബ്ജക്ട്, പക്ഷെ ഐ എടുക്കുന്നത് പ്ലൂറൽ വെർബുകളെയാണ്. ഐ ടോക്ക്, യു ടോക്ക്, വി ടോക്ക്. ഓക്കെ, അപ്പൊ അതിന്റെ കൂടെ എന്താണ്? ഇപ്പൊ ഇതിന്റെ ടാഗ് വന്നു യു ടോക്ക് എന്നൊരു വാക്കുണ്ട്. ക്വസ്റ്റ്യൻ ടാഗ് എഴുതാൻ പറഞ്ഞാൽ എന്താ? ഡോണ്ട് യു എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ഡോൺ വി, ഡോൺ ദേ എന്നായിരിക്കും. അവിടെ ഡു ഒളിഞ്ഞിരിപ്പുണ്ട്. ഓക്കെ, അതാണ് അതിന്റെയൊക്കെ അർത്ഥം. എപ്പോഴും പ്രകടമായിട്ട് നിൽക്കണമെന്നില്ല. അവര് ചോദിക്കാറുമുണ്ട് അങ്ങനത്തത്, എന്ത് ചെയ്യുമെന്നറിയാൻ. ഓക്കെ, ഞാൻ പെട്ടെന്ന് എടുത്ത്, ഞാൻ ഈ റൂൾ ഇച്ചിരി പാടായതുകൊണ്ട് ടൈം എടുക്കുന്നത്, പെട്ടെന്ന് ഇത്. ഇതും ഒരു ഇമ്പോർട്ടന്റ് റൂളാണ്. വൺ ഓഫ് ദ ഗ്ലാസസ് ഈസ് എംറ്റി. ഗ്ലാസസ് നോക്കിക്കേ, ഗ്ലാസസ് എന്ന് വെച്ചാൽ കുറെ ഗ്ലാസ് ഉണ്ട്. അപ്പൊ ഗ്ലാസസ് എന്ന് കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് ആർ എഴുതും. ഇപ്പൊ വൺ ഓഫ് ദ ഗ്ലാസസ് ഡാഷ് എംറ്റി, എന്നിട്ട് ഈസ് കൊടുത്ത് ആറ് കൊടുത്ത് ആം കൊടുത്ത് വേറെ ഏതെങ്കിലും ഒരെണ്ണം കൂടെ കൊടുത്ത്, അപ്പോഴത്തേക്ക് നമ്മൾ എന്താ, നമ്മൾ ഓർക്കും ഗ്ലാസസ് കുറെ ഗ്ലാസ് ഉണ്ട്, അപ്പൊ ആറായിരിക്കും. അല്ലേ, നമ്മൾ അങ്ങനെ പറഞ്ഞു. യുവും വിയും ദേയും ഒക്കെ, ദേയും വിയും കുറെ ആൾക്കാരുണ്ട്, അതിന്റെ കൂടെ ആറ് കൊടുക്കാമെങ്കിൽ പിന്നെ ഗ്ലാസസും കുറെ ഗ്ലാസ് ഉണ്ടല്ലോ എന്ന് ആറ് കൊടുക്കാന്ന് വെച്ചു. പക്ഷെ അങ്ങനല്ല. വൺ ഓഫ് ദ ഗ്ലാസസ് എംറ്റി, ഗ്ലാസുകളിൽ ഒരെണ്ണം ആണ് എംറ്റി എന്നാണ് അവിടെ മീൻ ചെയ്യുന്നത്. ആ ഒരെണ്ണത്തിന് അവിടെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഗ്ലാസുകളിൽ ഒരെണ്ണം, ആ ഒരെണ്ണം മാത്രമാണ് എംറ്റി, അപ്പൊ അവിടെ ഈസ് മതി. ഓക്കെ, വൺ ഓഫ് ദ റോസസ് ഈസ് റെഡ്. വൺ ഓഫ് ദ, കുറെ എണ്ണങ്ങളിൽ ഒരെണ്ണം എന്ന് വരുമ്പോഴത്തേക്കും അവിടെ സിംഗുലർ ആയിട്ടുള്ള വെർബോ ഓക്സിലറി വെർബോ ഒക്കെ ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. ദ ബൊക്കറ്റ് ഓഫ് റെഡ് റോസസ് സ്മെൽസ് നൈസ്. സ്മെൽസ് എന്താ? സിംഗുലർ വെർബാണ്. മണക്കുക, അതൊരു പ്രവൃത്തിയാ. അപ്പൊ അതെന്താ? സ്മെൽസ്, എസ് വന്നു, സിംഗുലർ വെർബ്. ദ ബൊക്കറ്റ് ഓഫ് റെഡ് റോസ്. ആ ബൊക്കറ്റ് എന്താ? റെഡ് റോസുകൾ ചേർന്നിരിക്കുന്ന ഒരു ബൊക്കറ്റാ. ഓക്കെ, ആ ബൊക്കറ്റ് അത് ഒറ്റ സാധനം, അത് മൊത്തത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? സ്മെല് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കുറെ റോസുകൾ ചുമ്മാ ചെതറി ഇട്ടേക്കും, അതൊരു ബൊക്കറ്റായിട്ട് ഒറ്റയായിട്ടിരിക്കും. അപ്പൊ അതൊരു ഒന്നാണ്. ആ ഒന്നിന് സിംഗുലർ ആയിട്ടുള്ള വെർബ് മതി. സിംഗുലർ ആണ്, ഒന്നാണ്. അപ്പോ സിംഗുലർ ആയിട്ടുള്ള വെർബ് സ്മെൽസ് നൈസ്. ഇനി ഇതേത് നിങ്ങൾ ചോദിച്ചാൽ ഐദർ ഓർ, നൈദർ നോറിന്റെ കേസാണ്. അവിടെ നമ്മൾ സെക്കൻഡ് സബ്ജക്റ്റിനാണ്. നമ്മൾ റീന ഒരാളായിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ അവിടെ വാസ് ഉപയോഗിച്ചത്. ഇവിടെ എന്ന് പറയുമ്പോഴും എന്താ? നൈദർ ഷൂസ് നോർ ബാഗ് ഈസ് ദ റിക്വയർമെന്റ്. അവിടെ വാസ് വരാൻ അവിടെ എന്തോ ഒരു വെർബ് വാസ് ആയിരുന്നു മെയിൻ വെർബ്. ഇവിടെ റിക്വയർമെന്റ്, അത് പാസ്റ്റിന് ഇ ഡി, റിക്വയർമെന്റ്സ് എന്നോ ഇ ഡി ഒന്നും കാണിക്കുന്നില്ലല്ലോ, അപ്പൊ പ്രസന്റ് ആണ്. എന്താ? ബാഗ് എന്ന്, ഷൂസ് ആയിരുന്നു അവിടെ കിടന്നിരുന്ന കണ്ടത്. നമ്മൾ രണ്ടാമത്തെ ഇത് കണ്ടോ? നൈദർ ബാഗ് നോർ ഷൂസ്. നൈദറും നോറും ഐദറും ഓറും വന്നാലൊക്കെ എന്താ? രണ്ടാമത് കിടക്കുന്ന സബ്ജക്ട്. നൈദർ ഒക്കെ വരുമ്പോൾ ഉറപ്പായിട്ട് രണ്ട് കാര്യം അവിടെ ഉണ്ട്. രണ്ട് സബ്ജക്ട് അവിടെ വരും. നൈദർ നോറും ഐദർ ഓറും ഒക്കെ വരുന്നുണ്ടെങ്കിൽ, അങ്ങനെ വരുമ്പോ ആ രണ്ടാമത്തെ ആളുടെ, അയാൾ സിംഗുലർ ആണെങ്കിൽ സിംഗുലർ വെർബ് കൊടുക്കുക. ബാഗ് സിംഗുലറാ, ഒറ്റ ബാഗല്ലേ ഉള്ളൂ, അപ്പൊ ഈസ് കൊടുത്ത്. പക്ഷെ ഷൂസ് അവിടെ കണ്ടോ, കുറെ ഷൂ ഉണ്ട്, അതുകൊണ്ട് അവിടെ ആറ് കൊടുത്ത്. നൈദർ ബാഗ് നോ, ബാഗും അല്ല ഷൂസും, കുറെ ഷൂസ് കാണും, ആ ഷൂസും അല്ല അവിടുത്തെ റിക്വയർമെന്റ്. ഐദർ റോസ് ഓർ ലില്ലി. ലില്ലീസ് എന്ന് വന്നില്ല, ലില്ലീസ് ആയിരുന്നെങ്കിൽ ആറ് വന്നേനെ. പക്ഷെ ഇവിടെ ലില്ലിന്നേ ഉള്ളൂ. രണ്ടാമത് കിടക്കുന്ന സബ്ജക്ട് എന്താ? സിംഗുലർ ആണ്, അതുകൊണ്ട് തന്നെ എന്താ? ഈസ് നമ്മൾ ഉപയോഗിച്ചു. ഐദർ റോസ് ഓർ ലില്ലി ഈസ് മൈ ചോയ്സ് ഫോർ ദിസ് അറ്റയർ. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് നമ്മൾ കുറച്ച് ബേസിക്. ഇത് ഇച്ചിരി പാടാ ടെൻസ്, പക്ഷെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ജസ്റ്റ് ഇതൊക്കെ ഒന്ന് നോക്കി പോവാം. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിനോട്ട് പോവാം. ദ എർത്ത് ഈസ് കൊഗ്ലോമറേറ്റ് ഓഫ് ഓർഗാനിസംസ്. കൊഗ്ലോമറേറ്റ് എന്ന് പറഞ്ഞ വാക്കിന് പകരം നമ്മുടെ പാസേജിൽ നിന്നൊക്കെ കൂടുതൽ ഇങ്ങനെ വരുന്ന, അല്ലാതെയും ചോദിക്കാം. ഓക്കെ, അല്ലാതെയും ചോദിക്കുമ്പോൾ നമ്മൾ എന്തെഴുതും? കൊഗ്ലോമറേറ്റ് എന്തുവായിരിക്കും? നിങ്ങൾക്കൊരു ഇത് വൊക്കാബുലറിന്ന് വന്നിട്ടുള്ള ചോദ്യമാണ്. ഓക്കെ, റിസംബ്ലൻസ്. എർത്ത് ഈസ് കൊഗ്ലോമറേറ്റ് ഓഫ് ഓർഗാനിസംസ് എന്തായിരിക്കും? അതൊന്ന് സെന്റൻസ് ഒന്ന് വായിച്ചിട്ടൊന്ന് ഒരു ഊഹം പറഞ്ഞേ. അവിടെ ഡാഷ് കിടക്കുവാന്നിരിക്കട്ടെ, അപ്പൊ എന്തുവാണ്? ദ എർത്ത് ഈസ് ഡാഷ് ഓഫ് ഓർഗാനിസംസ്. ഈ ഭൂമി എന്താ?
ജീവജാലങ്ങളുടെ ഒരു അതെ കൂട്ടാണ് ആ ഒരു രീതിയിൽ. അപ്പൊ എന്ത് വരും? കൊഗ്ലോമറേറ്റ് എന്ന് പറയുമ്പോൾ മിക്സ്ചർ ആണ്. കുറെ ഓർഗാനിസം, മനുഷ്യനുണ്ട്, വേറെ എന്താണ്, കുറെ ജീവികളുണ്ട്, മരങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. നമുക്ക് ഇതെല്ലാം കൂടി ചേരുന്നല്ലേ ഭൂമി. അപ്പൊ കൊഗ്ലോമറേറ്റ് എന്ന് വെച്ചാൽ മിക്സ്ചർ. ചിലതൊക്കെ നമുക്ക് അങ്ങനെ നമ്മുടെ ലോജിക്ക് വെച്ചൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. എപ്പോഴും കറക്റ്റ് ആവണമെന്നില്ല, പക്ഷെ കൊഗ്ലോമറേറ്റിന്റെ മീനിങ് നമ്മൾ പഠിച്ചു മിക്സ്ചർ എന്നാണ്. ഓക്കെ. ദ വേർഡ് ഹയർ ഹാസ് ഡാഷ് സിലബിൾ. ലിംഗ്വിസ്റ്റിക്സ് നമ്മൾ ഡിഗ്രിയിൽ, നമുക്ക് ഡിഗ്രിയും അതുപോലെ തന്നെ BEdും കൂടെ ചേർന്നതാണല്ലോ കേട്ടറ്റിന്റെ ക്വാളിഫിക്കേഷൻ. അപ്പം പ്രത്യേകിച്ച് കാറ്റഗറി 3, 4 ഒക്കെ. അപ്പം എന്താ ഡിഗ്രിയിൽ നമുക്ക് പഠിക്കാനുണ്ട് ഇംഗ്ലീഷിൽ ലിംഗ്വിസ്റ്റിക്സ്, ഫോണറ്റിക്സ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ അതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന ഒരു ചോദ്യം ഇത്, ദ വേർഡ് ഹയർ 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 എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. അപ്പൊ ഇത് പറഞ്ഞു നോക്കിയിട്ട് ഉച്ചാരണം വെച്ചിട്ട് ഇത് എത്ര പ്രാവശ്യം നമുക്കൊരു ബ്രേക്ക്, ഇല്ലെങ്കിൽ നമ്മൾ എത്ര പ്രാവശ്യം അനങ്ങുന്നു. ഇപ്പം ഫോർ എക്സാമ്പിൾ വി, WE വി, ഈ വി ഇപ്പൊ 2 അക്ഷരം ഉണ്ടെങ്കിലും നമ്മൾ പറയുമ്പോൾ ഒറ്റ പ്രാവശ്യമല്ലേ വാഹനങ്ങൾ വി പറഞ്ഞു കഴിഞ്ഞു. അത് ഹയർ ഹയർ 2 പ്രാവശ്യം ഒരു ഹാ പറഞ്ഞിട്ടല്ലേ പറഞ്ഞാലല്ലേ അത് കംപ്ലീറ്റ് ആവത്തുള്ളൂ. മനസ്സിലായോ? അതിനാണ് നമ്മൾ സിലബിൾ എന്ന് പറയുന്നത്. എഡ്യൂക്കേഷൻ 4 സിലബിൾ. ഓക്കെ. അതുപോലെ ആ വാക്കിനെ ഒന്ന് ഉച്ചരിച്ച് നോക്കുക. ഹയർ ഹയർ. അപ്പൊ അവിടെ എന്താണ്? 2 സിലബിൾ. സിലബിൾ എന്ന് വെച്ചാൽ അതാണ് നമ്മുടെ എത്ര പ്രാവശ്യം നമുക്കൊരു പഫ് ഓഫ് ബ്രെത്ത് വരുന്നുണ്ട്, എത്ര പ്രാവശ്യം നമ്മൾ ബ്രെത്ത് ഇങ്ങനെ കൊടുക്കാണ്ടി വരുന്നുണ്ട്, അതിനാണ് നമ്മൾ സിലബിൾ എന്ന് പറയുന്നത്. എത്ര കട്ട് പറഞ്ഞ് നമുക്ക് പറയേണ്ടി വരുന്നുണ്ട്, എവിടൊക്കെ ഈ നമുക്ക് ബ്രേക്ക് വരുന്നുണ്ട്, അതിനാണ് സിലബിൾ. എത്ര ബ്രേക്കുകൾ കൂടി ചേരുന്ന ഒരു വാക്കാവുന്നത്. ഈ ഹയർ എന്ന് പറഞ്ഞാൽ ഹയർ എന്നല്ല, ഹയർ അങ്ങനെ പറഞ്ഞാൽ പോലും ഹയർ എന്ന് പറഞ്ഞാലും എങ്ങനാ, നമ്മളിപ്പോ അല്ലാതെ നമ്മുടെ സിമ്പിൾ മലയാളത്തിൽ പോലെ പറഞ്ഞാലും എങ്ങനെയാണ് സംഭവം? 2 സിലബിൾ അല്ലേ? 2 സിലബിൾ. ഓക്കെ. ഇതങ്ങനെ ഉച്ചാരണം വെച്ച് വരുന്നത്. അത്ര ടഫ് ഇവിടുന്ന് കയറ്റി ചോദിക്കത്തില്ല. പിന്നെ എഡ്യൂക്കേഷൻ ഒക്കെ, എഡ്യൂക്കേഷൻ 4 സിലബിൾ. അത് അവിടെ ഇരുന്നൊന്ന് ഉച്ചരിച്ച് നോക്കുക. ആർ 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 അവിടെ എന്താ ഒറ്റ ഇതേ വരുന്നുള്ളൂ. ഓക്കെ. വി, യു, ഐ. ഓക്കെ. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ഒറ്റ സിലബിൾ. ചിലപ്പോഴും ലിംഗ്വിസ്റ്റിക്സ് വരത്തുള്ളൂ, പക്ഷെ വന്നാലും അത്ര ടഫ് കയറ്റി ചോദിക്കത്തില്ല. വാട്ട് ഈസ് ഇൻട്രസ്റ്റിംഗ് അബൌട്ട് ദിസ് വാലി ഈസ് ഇറ്റ് സൈലൻസ്. ഇതൊരു ഒരു സെന്റൻസ് ആണ്. ഈ സെന്റൻസ് വായിച്ചിട്ട് നിങ്ങൾക്ക് എന്തായിട്ടാ അത് തോന്നുന്നത്? നിങ്ങൾ പറയൂ. ഇതൊക്കെ ഇച്ചിരി എളുപ്പമോ? ഇതൊക്കെ നമുക്ക് ഇത്രയും ഗ്രാമർ ഒന്നും വരാത്തതാ. ഇവിടൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. യെസ്, വെരി ഗുഡ്. സ്റ്റേറ്റ്മെന്റ്. വോട്ട് കണ്ടിട്ട് നമ്മൾ ചാടി കയറി എന്താ ക്വസ്റ്റ്യൻ ആണെന്നൊന്നും എഴുതരുത്. അവിടെ ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടോ? ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടെങ്കിലേ ഒരെണ്ണം ക്വസ്റ്റ്യൻ ആവത്തുള്ളൂ. അതുകൊണ്ട് എന്താണ്? സി ആണ്. ഈ ഒരു വാലി ഇത് എന്താ ഇൻട്രസ്റ്റിംഗ് എന്ന് വെച്ചാൽ സൈലൻസ് ആണ്. ഈ ഒരു വാലിയുടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം ഇതിന്റെ സൈലൻസ് ആണ്. അതാണ് ആ പറഞ്ഞേക്കുന്നത്. വാട്ട് ഈസ് ഇൻട്രസ്റ്റിംഗ് അബൌട്ട് ദിസ് വാലി ഈസ് ഇറ്റ് സൈലൻസ് എന്ന് ഒരാളെങ്കിൽ ഈ ഒരു വാലിയുടെ എന്തോ ഇൻട്രസ്റ്റിംഗ് എന്ന് ചോദിച്ചാൽ ഇതിന്റെ സൈലൻസ് ആണ് ഇൻട്രസ്റ്റിംഗ് എന്ന് അയാൾ ഒറ്റ വാക്കി പറഞ്ഞേക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ അത് എന്താണ്? സ്റ്റേറ്റ്മെന്റ് ആണ്. ഇത് ക്വസ്റ്റ്യൻ അല്ല. വാട്ട് കണ്ട് ചാടി കയറി ക്വസ്റ്റ്യൻ എഴുതരുത്. ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്. ക്വസ്റ്റ്യൻ മാർക്ക് ഉള്ളതിനെ നമ്മൾ ക്വസ്റ്റ്യൻ എന്ന് പറയും. കുത്തിൽ എൻഡ് ചെയ്യുവാണെങ്കിൽ മോസ്റ്റ് പ്രോബബ്ലി സ്റ്റേറ്റ്മെന്റ് ആണ്. ചില വാക്കുകൾ ഇപ്പൊ ഷട്ട് ദ ഡോർ എന്ന് പറയുമ്പോൾ അത് കമാൻഡാ. റിക്വസ്റ്റ്, കുഡ് യു പ്ലീസ് ഹെൽപ്പ് മീ എന്ന് പറയുമ്പോഴത്തേക്ക് അതവിടെ പ്ലീസ് ഒക്കെ വരിക ആണെങ്കിൽ എന്താണ്? റിക്വസ്റ്റ് ആണ്. കുഡ് യു പ്ലീസ് ടേക്ക് മൈ പെൻ, കുഡ് യു ടേക്ക് മൈ പെൻ എന്നൊക്കെ ചോദിക്കുകയാണ്. പ്ലീസ് വന്നില്ലെങ്കിൽ എന്താ? അവര് ചിലത് കേൾക്കുമ്പോൾ അറിയാലോ, വുഡ് യു ക്ലോസ് ദ ഡോർ, വുഡ് യു ക്ലോസ് ഡോർ. അത് ചിലത് അവർ സിറ്റുവേഷൻ തരും. ഭയങ്കര ദേഷ്യത്തിൽ അവൻ പറഞ്ഞു കഥ കടയ്ക്കാൻ, അല്ലെ ഷട്ട് ദ ഡോർ, ഗെറ്റ് ഔട്ട് എന്നൊക്കെ പറയുന്നത് എന്താ? കമാൻഡ്. അതല്ലാതെ ആവശ്യപ്പെട്ടു എന്ന് പറയുമ്പോൾ വുഡ് യു പ്ലീസ് വരും. പ്ലീസ് വന്നില്ലെങ്കിലും എന്താ? ഫുഡ് വരുമ്പോൾ മിക്കവാറും നമ്മൾ വിനയത്തോടെ ചോദിക്കുന്നത്. അപ്പൊ അത് റിക്വസ്റ്റ് ആണ്. ഇതൊന്നും അല്ലാത്തതൊക്കെ എന്താണ്? സ്റ്റേറ്റ്മെന്റ് ആണ്. സിമ്പിൾ ആയിട്ട് ഇങ്ങനെ യാതൊരുവിധ എക്സ്പ്രഷൻ അധികം ഇല്ലാതെ ഫുൾ സ്റ്റോപ്പിൽ നിൽക്കുവാണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ക്വസ്റ്റ്യൻ മാർക്ക് എൻഡ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻസ്. ഇത് സിമ്പിളാ. ഇവിടെയൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ.
പക്ഷെ അവർ തെറ്റിക്കാനാണ് ഇവിടെ സത്യം പറഞ്ഞാൽ ഈ വാട്ടിട്ടത്. ആ വാട്ട് കണ്ടുകൊണ്ട് ചാടി കയറി നമ്മൾ ഡി കൊടുക്കാനൊരു ടെൻഡൻസി കാണിക്കും. പക്ഷെ അങ്ങനെ ചെയ്യരുത്. ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അത് കൊടുത്താൽ മതി. ഇറ്റ്സ് റെയിനിങ് കാറ്റ് ആൻഡ് ഡോഗ്. ഇത് നമ്മുടെ എന്താണ് ഫ്രേസൽ വെർബ് ക്ലോസസ് ആ ഒരു ഏരിയ എന്ന് വരുന്നതാണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എവിടെങ്കിലും? ഇത് കടൽ പോലെ കിടക്കുന്ന ഒരു എന്തോ കേൾക്കാം. ഓക്കെ സാർ. ഓക്കെ, നമുക്ക് നോക്കാം. ഇറ്റ്സ് റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ്. അപ്പൊ അത് ഏതാണ്? നിങ്ങൾ പറഞ്ഞ പോലെ ഇറ്റ്സ് റെയിനിങ് ഹെവിലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയ ആണ്. ദ കാറ്റ് ഈസ് ഔട്ട് ഓഫ് ബാഗ്. എന്താണ്? ഇത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ളതാ. ദ കാറ്റ് ഈസ് ഔട്ട് ഓഫ് ബാഗ്. വേറൊന്നുമല്ല, സീക്രട്ട് റിവീൽ ചെയ്യുന്നതിനൊക്കെ എന്ത് പുറത്തായി, ഔട്ട് ഓഫ് ബാഗ് പുറത്തായി. അപ്പൊ സീക്രട്ട് റിവീൽ ചെയ്യുന്നതിനെ നമ്മൾ കാറ്റ് ഈസ് ഔട്ട് ഓഫ് ബാഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ കൊണ്ട് നിർത്താം. അത്യാവശ്യം നിങ്ങൾക്ക് കുറെ ഞാൻ പറഞ്ഞ ഹീയും ഷീയുടെ ഒക്കെ ഈസും അതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ മാത്രമല്ല, നിങ്ങൾക്ക് ഇനിയുള്ള പല എക്സാംസിനും നമുക്ക് വേണ്ട ഒരു കാര്യം. ഇപ്പൊ SSC ആണെങ്കിലും ഒക്കെ ചോദിക്കുന്നതാണ് അതിൽ നിന്നൊക്കെ. SSC ആയിക്കോട്ടെ, PSC ആയിക്കോട്ടെ, RRB എന്തുവാ എഴുതുന്നതെന്ന് വെച്ചാൽ അവിടെയൊക്കെ ഇവിടെ ഇതിൽ നിന്ന് ചോദ്യം ചോദിക്കുന്നത്. അതുകൊണ്ടാണ് അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ബേസ് ആണ് ഇംഗ്ലീഷിന്റെ. അത് ഇച്ചിരി ടഫാണ്, അതായത് ടഫ് തന്നെയാണ്. ചില കാര്യമെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കവറപ്പ് ചെയ്യാൻ പറ്റത്തില്ല ഈ ഒരു സെഷൻ കൊണ്ട്. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് കുറെ നേരമായി അല്ലെ. അപ്പൊ എന്താന്ന് വെച്ചാൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഉറപ്പായിട്ട് ഈ PPT സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. കുറച്ചൊക്കെ നോട്ട്സ് ഞാൻ ആഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. എങ്കിലും എനിക്കറിയാം കുറച്ച് വിഷയങ്ങൾ ഉണ്ടെന്നുള്ളത്. നമുക്ക് ഈ സമയപരിമിതി വെച്ച് ചെയ്യാൻ പറ്റുന്നത് ചെയ്തിട്ടുണ്ട്. സഹകരിച്ചതിന് എല്ലാവർക്കും നന്ദി. ഇനിയും തുടർന്ന് നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിച്ചു കൊള്ളുന്നു. അപ്പൊ എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു. മാം, ഈ ലെറ്റസിന്റെ നിയമം ഒന്ന് പറഞ്ഞു തരുമോ? എന്തിന്റെ ആണ്? ലെറ്റസ്. ലെറ്റസ്. ലെറ്റ്സ് ഗോ. അതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് ആണോ? ഷാൽ വി. ലെറ്റ്സ് വന്ന ഷാൽ ആയിരിക്കും. ഇപ്പൊ ലെറ്റ്സ് ഗോ പോവാം, ഷാൽ വി. വി വരും അവിടെ നമ്മുടെ ലാസ്റ്റിൽ എൻഡ് ചെയ്ത് ഷാൽ വി. നമുക്ക് പോയാലോ? മലയാളത്തിലാകുമ്പോ അത്രയും പറഞ്ഞാൽ മതി. പക്ഷെ ഇതാകുമ്പോഴത്തേക്കും ടാഗ് ചോദിക്കുമ്പോ ലെറ്റ്സ് ഗോ, ലെറ്റ്സ് ഈറ്റ്, ഷാൽ വി, അങ്ങനെ ആയിരിക്കും വരുന്നത്. ഷാൽ വി എന്നായിരിക്കും വരുന്നത്. അതും ചോദിക്കാം കേട്ടോ. ഷാൽ. ഈ പറഞ്ഞ പോലെ സമയപരിമിതി കൊണ്ടാണ് നമുക്ക് എല്ലാം ഒന്നും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാത്തത്. അതുപോലെ ഇഫ് ക്ലോസിൽ കുറെ ഇതില്ലേ നിയമങ്ങള്? ഇഫ് ക്ലോസ് വരുമ്പോഴുള്ള ക്ലോസ് വരുമ്പോൾ കുറെ ഉണ്ട്. അത് നമുക്ക് വേറൊരു സെഷനായിട്ട് വല്ലതും എടുക്കേണ്ടി വരും. ഇഫ് ക്ലോസിന്റെ ഞാൻ അധികം ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല സത്യം പറഞ്ഞാൽ. ഇഫ് ക്ലോസിന്റെ വരാം,
പക്ഷെ കൂടുതൽ ഇവർക്ക് എല്ലാ ഏരിയയും ടച്ച് ചെയ്യുന്നതുകൊണ്ട് ക്വസ്റ്റ്യൻ ടാഗ് വന്നാൽ നമുക്ക് കുറെ സേഫ് ആണ്. പിന്നെ റിപ്പോർട്ടഡ് സ്പീച്ചിൽ നിന്നാണ് കൂടുതലും കണ്ടുവന്നത്. ഇഫ് ക്ലോസ് ചോദിക്കത്തില്ലെന്നല്ല, ചോദിക്കാറുണ്ട്. പക്ഷെ എങ്കിലും കുറെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയത് വെച്ച് നമുക്ക് കിട്ടിയൊരു ഐഡിയ റിപ്പോർട്ടഡ് സ്പീച്ചും ഇൻഡയറക്ട് സ്പീച്ച് ഈ ഒരു ഏരിയയൊക്കെയാണ് കൂടുതലും ചോദിക്കുന്നത് കണ്ടിട്ടുള്ളത്. കാര്യം ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ഇതൊരു സ്റ്റോറി നിർത്തി അത് റിപ്പോർട്ട് ചെയ്യുന്ന പറഞ്ഞാൽ മതിയല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ ക്വസ്റ്റ്യൻ ഇട്ടില്ലേ അതുപോലെ വരും. പിന്നെ ഒരാൾ ചോദിച്ചില്ലേ എന്താ ഇവിടെ ഇഫ് വന്നത്, ഈ ക്വസ്റ്റ്യൻ ഇതാകുമ്പോഴാണ് അവിടെ ഇഫ് വരുന്നത്. പിന്നെ ഇഫ് ക്ലോസിന്റെ ഒരു ടേബിൾ ഉണ്ട്, അത് വേറൊരു ഏരിയ. പക്ഷെ അധികം കേട്ടിട്ട് ഞാൻ അധികം ചോദ്യം അങ്ങനെ കണ്ടിട്ടില്ല. കുറച്ച് കണ്ടിട്ടുണ്ട് എങ്കിലും അധികം കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് പിന്നെ വേറെ ക്വസ്റ്റ്യൻസും ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഇപ്പൊ തന്നെ ടൈം എക്സീഡ് ആയി. കുറെ ടൈമായി, നമ്മൾ 2 hours ആയി ക്ലാസ്, എന്നിട്ടും അത് തീരുന്നില്ല. അതുകൊണ്ട് നമ്മൾ പിടിച്ച് വൈൻഡപ്പ് ചെയ്യുവാണ്. സഹായിച്ച് നിങ്ങൾക്ക് നന്ദിയുണ്ട്. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം, സാറിനോടൊക്കെ ആണെങ്കിലും ചോദിക്കാം. അതനുസരിച്ച് നമുക്ക് നമ്മളെ സമീപിക്കാം. നമുക്ക് അറിയാവുന്ന പോലൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പം കൂടെ നിന്നതിന് താങ്ക് യു. എന്തെങ്കിലും ഉണ്ടോ? മിസ് കാറ്ററ്റിന്റെ സിലബസ് ഏതൊക്കെയാന്ന് ഓൺലൈനിൽ കിട്ടോ? സിലബസ് കിട്ടും. കേട്ടറ്റിന്റെ തന്നെ നമ്മുടെ സൈറ്റിലുണ്ടല്ലോ സിലബസ്. ഇൻഷാ അല്ലാ ഇന്ന് നമുക്ക് സിലബസ് നിങ്ങൾക്ക് അയച്ചിരുന്നായിരിക്കും കേട്ടോ. നമ്മുടെ സിലബസ് അയച്ചിരും, പ്രശ്നമല്ല. സാർ Okay, അയച്ചു thank തരും. you. ഓക്കെ, അപ്പൊ സെഷൻ വൈൻഡപ്പ് ചെയ്യാലോ ടീച്ചറെ? നമുക്ക് അപ്പൊ ഇന്നത്തെ സെഷൻ ഓക്കെ സാർ, നമുക്ക് Okay. വൈൻഡപ്പ് ചെയ്യാം. നിങ്ങൾക്ക് ഏകദേശം എല്ലാവർക്കും ഒരു താങ്ക് യു. 2 മണിക്കൂറോളം നീണ്ടു നിന്ന ഒരു സെഷനാണ് ഇന്നത്തെ സെഷൻ എന്ന് പറയാം. കാരണം ഇംഗ്ലീഷ് എന്ന് പറയുന്നത് വളരെ വലിയൊരു ഏരിയയാണ്. ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞ വളരെ വലിയൊരു ഏരിയയാണ്. നമ്മൾ തുടക്കത്തിലായതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ചില ടോപ്പിക്കുകൾ ക്വസ്റ്റ്യനിലൂടെ നിങ്ങളെ പഠിപ്പിക്കാം എന്ന് കരുതിയിട്ടാണ്. ഇൻഷാ അല്ലാ നമ്മൾ ഇന്ന് അടുത്ത സെഷനാണ് എടുത്തിട്ടുള്ളത്. വരും ദിവസങ്ങളിലേക്കുണ്ട് മറ്റൊരു സെഷൻ കൂടി പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് ഞാൻ അറിയിക്കാം. ഇൻഷാ അല്ലാ അൽമുർഷിദ് കാര്യം നിങ്ങളോട് പറയുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ സെഷനുമായി ബന്ധപ്പെട്ട ഡൗട്ട്സുകളും കാര്യങ്ങളൊക്കെ ഗ്രൂപ്പിൽ ചോദിക്കാവുന്നതാണ്. അപ്പം എല്ലാവർക്കും സെഷനിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് സുധി ടീച്ചറിന് പ്രത്യേക നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. കാരണം ഇത്രയേറെ നീണ്ട ഒരു സമയം നമുക്ക് വേണ്ടി സംസാരിച്ച ടീച്ചറിന് ദൈവം നല്ലത് മാത്രം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ടീച്ചറിനോട് ചോദിക്കാം. ഞാൻ റെക്കോർഡ് ഓഫ് ആക്കുവാണ്. ഓക്കെ, ശരിയെന്നാ.